എടാ എനിക്കിന്ന് 3 ഫോൺ കിട്ടിയിട്ടുണ്ട്. ഒരാഴ്ച അടിച്ചു പൊളിക്കാനുള്ളതായിട്ടുണ്ട്. എടാ മുരുക, നീ എൻ്റെ ഏരിയയിൽ കയറി കളിക്കരുത്. നീ ആ കളമ്പൂര തൊട്ടൂര ഭാഗത്തേക്ക് പോകും. എടാ ഇതിന് ഏരിയയൊക്കെ നോക്കിയാൽ എങ്ങനെയാ? കോളേജ് പിള്ളേർ എവിടെ ഉണ്ടോ അവിടെ ചെല്ലുക. അവരുടെ ഫോണൊക്കെ നല്ല വിലപിടിപ്പുള്ള ഫോണായിരിക്കും. കോളേജ് പിള്ളേരുടെ ഫോണിൽ ഒരുപാട് രഹസ്യങ്ങൾ കാണും. അവർ പരാതി കൊടുക്കാൻ പോകില്ല. ഇവിടെ ഇപ്പോൾ ഏരിയ നോക്കിയാലൊന്നും കാര്യങ്ങൾ നടക്കൂല. ഏതായാലും നീ ആശാന്റെ കണ്ണിൽ പെടാൻ നോക്കിയോ. ആശാന്റെ കണ്ണിൽ പെട്ടാൽ നിന്റെ ഇടപാട് തീരും. ഹലോ, ആ എന്നാടാ ചങ്ങാതി? എവിടാ? ഒരു ഫോൺ വേണല്ലോ. എൻ്റെ 5-6 ഫോണുണ്ട്. നീ പോരെ. നീ നമ്മുടെ പാലത്തിന്റെ അടിയിലേക്ക് പോരെ. ഞാൻ ആറ്റിദിനം പാർക്കിൽ നിന്ന് പോയിട്ട് വരാം. കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാം. ഒരു ഗിഫ്റ്റ് കൊടുക്കാനുണ്ട്. നീ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പോരെ. ശരി. എടാ നീ അതിൻ്റെ സിമ്മൊക്കെ ഊരിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. കോളേജ് പിള്ളേരാണെങ്കിലും നമ്മൾ നോക്കേണ്ടത് നമ്മൾ നോക്കണം. പിടി കൊടുത്തു പോയാൽ എല്ലാം അതിനെ പൊക്കും. നമ്മൾ അങ്ങനെയല്ലേ ചെയ്യാറുള്ളൂ. ചക്കരമാവിൻ കൊമ്പിൽ നിന്നും ചാടിയിറങ്ങുമ്പോൾ വടവൃക്ഷച്ചോട്ടിലിരിക്കും പുലിയെ കാണാ പോകല്ലേ. കുട്ടിക്കളി ഒരു നേരം വലിയ വിപത്തായി മാറുമ്പോൾ വീട്ടിലിരിക്കുന്നവരുടെ ഉള്ളം തീയായി മാറുന്നേ. എരുതേ എണ്ണയൊഴിച്ചിട്ടാന്തി കത്തിപ്പടരുമ്പോൾ പടരും ചൂടും മെരിയും തീയും മാനസമിടറുന്നേ. ഹലോ എടാ, നീ ഇപ്പം ഇങ്ങ് വരണ്ട. ഇവിടെ മമ്മിയുടെ കൂട്ടുകാരിയുണ്ട്. എന്നെ കണ്ടു. ഞാൻ പറഞ്ഞിട്ട് വന്നാൽ മതി. ശരി റോഷ്നി, നീ വിളിച്ചാൽ മതി. വഴിയും തെറ്റി കയ്യും കാലും തളരും നേരങ്ങൾ അറിയാതെ ഏതോ വഴിയിൽ ചുറ്റിക്കുഴിയിൽ വീഴും. ജീന, മെമ്പറെ, ഞാനിവിടെ മുനിസിപ്പാലിറ്റിയിൽ ഒരു മീറ്റിംഗിന് വന്നതാണ്. അപ്പോഴാണ് ജീനയുടെ ഫോൺ വന്നത്. എന്താ ജീന കാര്യം? ഞാനേ മോളെയും കൊണ്ട് ബ്യൂട്ടി പാർലറിൽ വന്നതായിരുന്നു. അപ്പൊ അവളാണെങ്കിൽ 1-2 മണിക്കൂർ താമസം എടുക്കും. അപ്പൊ ഞാനിവിടെ വന്ന് കാറ്റൊക്കെ കൊണ്ടിരിക്കാലോ എന്ന് വിചാരിച്ച് വന്നതായിരുന്നു. അപ്പോഴാണ് ഞാൻ മോളെ കണ്ടത്. മോളെ തന്നെയാണോ കണ്ടത്? പിന്നെ എനിക്കറിയില്ല, ഞാൻ എത്ര വർഷമായിട്ട് അവളെ കാണുന്നതാ. അവൾ ഇവിടെ വരെ വന്നതാ. എന്നെ കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് അവൾ അങ്ങോട്ട് മാറി. കോളേജിൽ പോവാണെന്ന് പറഞ്ഞാണല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ എന്തായിരിക്കും അവൾ ഇവിടെ വരാൻ കാരണം? അത് പിന്നെ ഇവിടെ ഇഷ്ടംപോലെ പിള്ളേർ ഇതുപോലെ വരുന്നുണ്ട് മെമ്പറെ. കോളേജിൽ പഠിക്കുന്ന പിള്ളേരും സ്കൂളിൽ പോവാന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ പിള്ളേർ വരുന്നുണ്ട്. നമ്മൾ വീട്ടിലിരിക്കുന്നവരിതൊന്നും അറിയുന്നില്ലല്ലോ. ഇവിടെ ഇതൊക്കെ പതിവാ. അവൾ ഇവിടെ എവിടെയെങ്കിലും കാണുമോ? നമുക്കൊന്ന് നോക്കിയാലോ. ഇന്നിപ്പോ കോളേജ് ഡേയാ. അത് കാരണം ബാഗൊന്നും എടുക്കാതെ പോയേക്കണേ. രാവിലെ ഒരു വെറും ചായം കുടിച്ചോണ്ട് ഇറങ്ങിയതാ. ഇവിടെ എങ്ങും ആരെയും കാണുന്നില്ലല്ലോ മെമ്പറെ. ചിലപ്പോ പോയി കാണും. ഞാനെന്നാ മുനിസിപ്പാലിറ്റിയിലേക്ക് പോയിക്കോട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചു പറയണേ. വിളിക്കാം. ഞാൻ കാണുമോ? എന്തെങ്കിലും വിവരം അറിയാണെങ്കിൽ ഞാൻ മെമ്പറെ വിളിച്ച് പറയാം. വിഷമിക്കാതെ പോയിട്ട് വാ. ശരി. നിനക്കെന്താ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞേ? നീ എന്തിനാ ഈ ആദിത്യനായിട്ട് എപ്പോഴും സംസാരിച്ചോണ്ടിരിക്കുന്നത്? അതിപ്പോ ഞാൻ നിന്നോട് സംസാരിക്കുന്നോ അല്ല അവനോട് സംസാരിക്കുന്നോ, അതിനിപ്പോ എന്താ? റോഷ്നി, നമുക്കൊന്ന് വാഗമൺ വരെ പോയാലോ? എനിക്കെന്തായാലും ഇന്ന് ക്ലാസ്സിന് പോകാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ അമ്മാവൻ്റെ ബൈക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനാണോ നീ എന്നെ വിളിച്ചേ? ഞാൻ വിചാരിച്ചെന്തോ അത്യാവശ്യ കാര്യമാണെന്ന്. നിനക്കെന്താ വട്ടാ? അതിൻ്റെ ഇടയ്ക്ക് ഇതേ മമ്മിയുടെ കൂട്ടുകാരി. ഞാൻ പോവാൻ പോവാണ്. മറ്റാരെക്കാളും നിനക്ക് എന്നോട് പ്രത്യേക അടുപ്പം തോന്നുന്നില്ലേ? എന്തായാലും നമ്മൾ ഒരുമിച്ച് ഇവിടെ വരെ വന്നതല്ലേ, ഒന്ന് കറങ്ങാൻ പോവാം. ഞാൻ എൻ്റെ അമ്മാവൻ്റെ ബൈക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നീ ഒരു നല്ല കൂട്ടുകാരനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. നിനക്ക് കറങ്ങാൻ പോകണമെങ്കിൽ അഭിഷേകിനെയോ ഡാനിയെയോ ആരെങ്കിലും വിളിച്ചോണ്ട് പോക്കോ. ഞാൻ തന്നെ വന്നെന്നുണ്ടോ? എടി, എനിക്ക് നിന്നോടുള്ള അടുപ്പമല്ല അവരോടുള്ള അടുപ്പം. അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ വിളിച്ചത്. സോറി ജിത്തു, ഇതറിഞ്ഞാൽ എനിക്ക് വീട്ടിൽ കയറാനും കൂടി പറ്റില്ല. ഞാൻ വീട്ടിൽ പോവാ. നമുക്കൊരു സെൽഫി എടുക്കാം. സെൽഫി എന്തിനാ? എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, ഒരു സെൽഫി എടുത്തെന്ന് വെച്ചാൽ എന്നാ കുഴപ്പം? ഇതെന്താടാ പരിപാടി ഇവിടെ? ഒന്നുമില്ല ചേട്ടാ. ഇതെന്താടാ അവിടെ ഇരിക്കണേ? വെറുതെ ഇവിടെ ഇരിക്കുക ചേട്ടാ. ഇതേതാടാ ഇപ്പം കൊച്ചെ? ഇതെന്റെ കൂട്ടുകാരി. കാണിച്ചാടാ ഫോൺ. ഫോൺ മേടിക്കല്ലേ ചേട്ടാ? കാണിച്ചാടാ നോക്കട്ടെ. ചേട്ടാ നിന്നെ ഇവിടെ സ്ഥിരം കാണാറുണ്ടല്ലോ. ഇല്ല, ഞാൻ ആദ്യമായിട്ടാ. നീ നാളെ വേറൊരു പെങ്കൊച്ചോടെ ഇതിലെ വന്നത്. ഇത് സ്ഥിരം പരിപാടിയാടാ. ഇല്ല, ഞാൻ ആദ്യമായിട്ടാ. ഫോണിനകത്ത് എന്നാ കേടാ ഉള്ളത്? ഞാൻ നോക്കട്ടെ. ഫോൺ എന്റെ ചേട്ടാ, അത് കൊണ്ടുപോകല്ലേ. മേലിൽ നിന്നെ ഇവിടെ കണ്ടുപോയേക്കരുത്. പോടാ. എന്റെ ഫോൺ. പോടാ. ചേട്ടാ ഫോൺ. ചേട്ടാ പോവല്ലേ. ഈ ആറ്റുതീരം പാർക്കിൽ അപ്പടി മോഷണവും പിടിച്ചോരാണല്ലോ പീട്ടേട്ടാ. കഴിഞ്ഞ ദിവസവും കൂടി ഒരു പയ്യന്റെ മൊബൈൽ പിടിച്ചു കൊടുത്തോണ്ട് പോയല്ലോ. ഇതാരാ ഈ പിടിച്ചവർക്കാര്? നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ തന്നെയാണോ? അത് വേറെ ആരുമല്ല, നമ്മുടെ കണ്ണനും സജിയൊക്കെ തന്നെയാ. അതേന്നേ, അവന്മാര് തന്നെയാ. ഈ കോളേജിൽ പഠിക്കുന്ന പിള്ളേരാകുമ്പോ പരാതി കൊടുക്കാൻ പോവില്ല, അവന്മാര് തകർക്കുക. ഇന്നും ആരാണ്ട് പിള്ളേരുടെ പേഴ്സ് അടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞ കേട്ടു. ആണോ? മൂന്നാറിന് പോവാൻ വന്നൊരു ആങ്കൊച്ചും പെങ്കൊച്ചും അവരുടെ ഏതാണ്ട് പേഴ്സും ഫോണൊക്കെ പോയെന്ന് പറഞ്ഞ കേട്ടെ. എല്ലായിടത്തും ഇത്തരം വാർത്തകളേ ഉള്ളൂ.
ഇവന്മാരുടെ കൂടെ ഞാനും ഉണ്ടായിരുന്ന പോക്കത്ര ശരിയല്ലെന്ന് കണ്ടപ്പോൾ ഞാനങ്ങ് സ്കൂട്ടായതാ. അതേതായാലും നന്നായി. ഹായ് അനന്യക്കുട്ടി, ഇന്നലെ തന്നെല്ലാം പഠിച്ചോ? സാറേ ഇന്നെന്റെ ബർത്ത്ഡേയാ. ആഹാ, ഹാപ്പി ബർത്ത്ഡേ. ഇരിക്കിരിക്ക്, നമുക്കിനി പഠിക്കാം. സാറേ ഗിഫ്റ്റ് ഒന്നുമില്ലേ? ഗിഫ്റ്റാ? എന്തോന്ന് ഗിഫ്റ്റ്? ഇരുന്ന് പഠിക്കോച്ചേ, നേരം കളയാണ്ടിരുന്ന് പഠിക്കോച്ചേ. സാറേ അപ്പുറത്തെ വീട്ടിലെ ദേവദത്തിനെ പഠിക്കുന്ന മാളിച്ചേച്ചി അവന് ഒരു നല്ല ഫോൺ മേടിച്ചു കൊടുത്തു അവന്റെ ബർത്ത്ഡേക്ക്. ഞാൻ അറിഞ്ഞടി, അത് വെറും തല്ലിപ്പൊളി ഫോണല്ലേ. നിനക്ക് ഞാൻ കൊണ്ടുവന്നേക്കണേ നല്ല കോളേജ് പിള്ളേരൊക്കെ ഉപയോഗിക്കണ നല്ല ഉഗ്രൻ ഫോണാ. സാറേ ഇതിൽ ഗെയിം കളിക്കാൻ പറ്റുമോ? ഇതിൽ ഗെയിം കളിക്കാം, സീരിയൽ കാണാം, പാട്ട് കേൾക്കാം, എന്തും ചെയ്യാം. അവസാനം ഫോൺ നോക്കിയിരുന്ന് പഠിക്കാണ്ടിരുന്നിട്ട് എനിക്ക് വരെ മാളിച്ചേച്ചി ട്യൂഷൻ പഠിപ്പിക്കാൻ വരരുത്. ഈ ഫോൺ നല്ലതാണെങ്കിൽ സാർ പഠിപ്പിക്കും, അല്ലെങ്കിൽ മാളിച്ചേച്ചി പഠിപ്പിക്കും. ഹൂ, നീയാളിപ്പോൾ ആരെയാണല്ലോടി? ആ ചെറിയ വാരൊക്കെയാ. നിന്നോട് 2 ചോദ്യം ചോദിക്കട്ടെ? ഐൻസ്റ്റീൻ്റെ സിദ്ധാന്തം പറഞ്ഞേടി. ഐൻസ്റ്റീന്റെ സിദ്ധാന്തോ? സാറിന് എന്നെ കിളി പോയോ? ഞാൻ 8ലും 10ലും ഒന്നും അല്ല പഠിക്കണത്. ചക്കരമാവിൻ കൊമ്പിൽ നിന്നും ചാടിയിറങ്ങുമ്പോൾ വടവൃക്ഷച്ചോട്ടിലിരിക്കും പുലിയെ കാണാ പോകല്ലേ. കുട്ടിക്കളിയൊരു നേരം വലിയ വിപത്തായി മാറുമ്പോൾ വീട്ടിലിരിക്കുന്നവരുടെ ഉള്ളം തീയായി മാറുന്നേ. എരുതി എണ്ണയൊഴിച്ചിട്ടാന്തി കത്തിപ്പടരുമ്പോൾ പടരും ചൂടും മെരിയും തീയും മാനസമിടറുന്നേ. വഴിയും തെറ്റി കൈയും കാലും തളരും നേരങ്ങൾ അറിയാതേതോ വഴിയിൽ ചുറ്റിക്കുഴിയിൽ വീഴുന്നേ. ഹലോ, എന്നാ സാജു? ഡോക്ടർ ക്ലിനിക്കിലുണ്ടോ? ഞാൻ ക്ലിനിക്കിലുണ്ട്. ഞാൻ ഈ പിറവത്തൊരു റെസ്റ്റോറൻറ്റ് മുമ്പിൽ നിന്ന് വിളിക്കണേ. ഇവിടെ അടുത്ത് തൊട്ടിരുന്ന സ്ഥലത്തെ നമ്മുടെ ഗോപാലൻ ചേട്ടൻ്റെ മോനും രവിയുടെ മോളും കൂടെ ഒന്നിച്ച് നിൽക്കണം ഞാൻ കണ്ടു. അവരൊരു ബൈക്കിനടുത്ത് നിൽക്കുമായിരുന്നു. ഈ പിള്ളേർ തമ്മിൽ അടുപ്പത്തിലാണോ? എന്ത് തരികട ഏർപ്പാടാണെന്നറിയില്ല. എൻ്റെ കൂടെ 2-3 പേരുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് വണ്ടി നിർത്താൻ കഴിഞ്ഞില്ല. ഇവർ റോഡരികിൽ ബൈക്കിനടുത്ത് നിൽക്കുമായിരുന്നു. ഈ രവിയുടെ മോളൊരു ചെറിയ കുട്ടിയല്ലേ? 60 വയസ്സുള്ള ആള് 20 വയസ്സുള്ള പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്ന കാലമല്ലേ, പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഏതായാലും ഗോപാലൻ ചേട്ടനോട് പറയാൻ അനിയനോട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ശരി എന്നാ, ഓക്കെ. ഓക്കെ. ചേട്ടനിക്ക് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചേട്ടാ, ഒരു ചെറിയ വിഷയമുണ്ട്. ചേട്ടന്റെ പയ്യൻ വിഷ്ണു ഒരു പെൺകുട്ടിയെയും കൂട്ടിക്കൊണ്ട് ദൂരേക്ക് എവിടെയോ പോയിട്ടുണ്ടെന്ന് എന്റെ ചേട്ടൻ വിളിച്ചു പറഞ്ഞു. അവർ പിറവത്തിനും എറണാകുളത്തിനും ഇടയ്ക്കുള്ള ഏതോ ഒരു സ്ഥലത്തു കൂടി പോയി എന്നാണ് വിളിച്ചു പറഞ്ഞത്. ഇവൻ ഈ മറ്റുള്ളവരെ നാറ്റിക്കാൻ ഇറങ്ങി തിരിച്ചേക്കുവാണല്ലോ. രാവിലെ ജോലിക്ക് പോകാന്നും പറഞ്ഞ് ഇറങ്ങി പോണതാ. അത് ഈ പെങ്കൊച്ചേതാ? പെൺകുട്ടി നമ്മുടെ രവിയുടെ മോളാണെന്നാണ് വിളിച്ചു പറഞ്ഞത്. നമ്മുടെ ഡ്രൈവർ രവിയുടെ മോളോ? അതെ. ചേട്ടൻ ഇത് ഗൗരവമായിട്ട് എടുക്കണം. എന്തെങ്കിലും പോലീസ് കേസായാൽ ഊരി പോരാൻ വലിയ പ്രയാസമായി. നിനക്ക് ആ സ്ഥലം നല്ല പരിചയമുണ്ടോ? എനിക്ക് ആ സ്ഥലം വലിയ പരിചയമൊന്നുമില്ല. പിറവത്തിനടുത്തുള്ള ഏതോ ഒരു സ്ഥലമാണെന്നാണ് വിളിച്ചു പറഞ്ഞത്. അവൻ എടുക്കണില്ല, അവൻ സ്വിച്ച് ഓഫ് ചെയ്ത് പോയേക്കൊന്നു തോന്നുന്നു. പണ്ടാരം സ്റ്റാർട്ടാവുന്നുമില്ലോ. പെട്രോളൊക്കെ ഉണ്ടോ ചേട്ടാ? പെട്രോളൊക്കെ ഫുൾ ടാങ്കാ. ഇതിപ്പോ എന്നാ പറ്റിയതാ ചേട്ടാ? എന്താ പറ്റിയ? ബൈക്ക് ഒന്ന് കേടായി. ഇവിടെ അടുത്ത് വല്ല വർക്ക്ഷോപ്പും ഉണ്ടോ? വർക്ക്ഷോപ്പ്? നല്ല വർക്ക്ഷോപ്പ് പിറവത്താ, 8 കിലോമീറ്റർ ഉണ്ട്. പിന്നെ ഇവിടെ അടുത്ത് കോട്ടപ്പുറത്തുള്ള ബിജു എന്ന് പറഞ്ഞവൻ്റെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, 2 കിലോമീറ്റർ ഉള്ളൂ. ഒന്ന് വിളിച്ചു തരാൻ പറ്റുമോ? വിളിച്ചു നോക്കട്ടെ കേട്ടോ. വായിരിക്കേട്ടാ. ശരി എന്നാ, ഓക്കെ. ഗോപാലൻ ചേട്ടൻ വന്നത് നന്നായി. ഞാൻ ഈ ബാങ്കിൻ്റെ ഡിപ്പോസിറ്റ് മൊബിലൈസേഷനെ ബന്ധപ്പെട്ടൊന്ന് വിളിക്കാനായിട്ടിരിക്കുമായിരുന്നു.
കുറച്ച് പൈസ കഴിഞ്ഞ വർഷത്തെ പോലെ ഒന്ന് ഡിപ്പോസിറ്റ് ചെയ്യണമായിരുന്നു. നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ഞാൻ അതിനു മുമ്പ് വേറൊരു അത്യാവശ്യ കാര്യത്തെപ്പറ്റി സംസാരിക്കാനാണ് വന്നത്. എന്ത് ചേട്ടാ? നിങ്ങൾ എവിടുന്ന് വന്നാ? ഞങ്ങൾ കൊല്ലത്തുനിന്ന് വന്നെ. കൊല്ലത്ത് നിന്നോ? ഇവൾക്ക് പിറവത്തൊരു ഷൂട്ടുണ്ടായിരുന്നു, അതിനായിട്ട് വന്നാ. ശരി, ബിജു പോരൂ കേട്ടോ. ശരി, താങ്ക് യു. ഞാനിത് അത്ര ഗൗരവത്തിലെടുക്കൂലായിരുന്നു. ഈ പെങ്കൊച്ചിനെ 10-16 വയസ്സല്ലേ ഉള്ളൂ. അതല്ലേ ഈ പ്രശ്നം. 16 വയസ്സുണ്ടെങ്കിൽ അതല്പം ഗൗരവത്തിലെടുക്കണല്ലോ ചേട്ടാ. അവർ വൈകുന്നേരത്തിനകം തിരിച്ചു വന്നതിൽ പണി പാടുമല്ലോ. ഫോണിൽ ബന്ധപ്പെട്ടിട്ട് മടങ്ങി വരാൻ പറയാൻ പാടില്ലായിരുന്നു ചേട്ടാ. ഫോൺ സ്വിച്ച് ഓഫ് അല്ലേ, കിട്ടണ്ടേ? ഇവര് തമ്മിൽ നേരത്തെ വല്ലതും അടുപ്പമുള്ളതായിട്ട് സൂചന വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അയാളെ നോക്കി എന്നെ എത്ര നേരം നിൽക്കാനാ? നമ്മൾ വിളിച്ചിട്ടുണ്ടല്ലോ, ഇപ്പോൾ വരുമായിരിക്കും. എനിക്കാണേ ദാഹിക്കുന്നു. നമുക്ക് നോക്കാം. എന്താ ഇവിടെ നിൽക്കണേ? ചേട്ടാ, ബൈക്ക് ഒന്ന് കംപ്ലൈന്റ് ആയി. ബൈക്ക് കംപ്ലൈന്റ് ആയോ? മെക്കാനിക്കിനെ ആരെ കിട്ടിയില്ലേ? ബിജു എന്ന് പറഞ്ഞ ഒരാളെ വിളിച്ചിട്ടുണ്ട്. ബിജു ഇപ്പം അവൻ പറഞ്ഞ സമയത്ത് തന്നെ ആളൊന്നുമില്ല. വെള്ളത്തിന്റെ പുറത്താ പണി മുഴുവൻ. കാര്യത്തിനൊരു കൃത്യനിഷ്ഠ ഇല്ലാത്ത ആളാ. ഇതിലൊരു ചേട്ടൻ പോയായിരുന്നു, അപ്പം ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ ആ ചേട്ടൻ തന്നെ വിളിക്കുകയും ചെയ്തായിരുന്നു. എന്നാൽ അവൻ വരും, ഭാഗ്യമുണ്ടെങ്കിൽ വരും. ഓക്കെ ബൈ. ഓക്കെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ ആകെ ഒരു വിഷമം. എന്നാ ചെയ്യേണ്ടതെന്ന് അറിയില്ല. സാധാരണഗതിയിൽ ഇങ്ങനെ പോകുന്ന പിള്ളേരൊക്കെ വല്ല ടൂറിസ്റ്റ് കേന്ദ്രത്തിലൊക്കെ ആയിരിക്കും പോകുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർ തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതാ എന്റെ മനസ്സിലും തോന്നിയത്. ചേട്ടൻ ഈ വിവരം ചേച്ചിയോട് പറഞ്ഞായിരുന്നു? പറഞ്ഞില്ല. അവള് രാവിലെ അവളുടെ കൂട്ടുകാരിയുടെ മകളുടെ കല്യാണത്തിനായിട്ട് കോട്ടത്തിന് പോയിരിക്കുക. പിന്നെ സംശയിക്കേണ്ട ചേട്ടാ, ഇവന്റെ കൂട്ടുകാരോ സുഹൃത്തുക്കളോ ആരെങ്കിലുമൊക്കെ ഈ പോകുന്ന വഴിക്ക് ഉണ്ടോ എന്നുള്ളതാണ്. പിള്ളേര് പലപ്പോഴും അവരുടെ പരിമിതിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഈ കുട്ടി ഏതെങ്കിലും ഒളിസങ്കേതത്തിലോ ടൂറിസ്റ്റ് കേന്ദ്രത്തിലോ താമസിപ്പിച്ചു കഴിഞ്ഞാൽ അത് അതീവ ഗുരുതരമായ പ്രശ്നമാവില്ലേ? പോക്സോ അടക്കമുള്ള കേസുകളിൽ പ്രതിയാവാനും സാധ്യത കാണുന്നുണ്ട്. ഞാൻ ഈ കഥയൊക്കെ പറഞ്ഞത് ചേട്ടനെ പേടിപ്പിക്കാൻ വേണ്ടിയല്ല, പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമ്മൾ മനസ്സിൽ കാണണം. രവിയാണെ ഒരു തനി വെള്ള. അവിടെ വല്ല പ്രശ്നം ഉണ്ടായിട്ട് കൊച്ചു പിണങ്ങിപ്പോയതാണോന്നും അറിയില്ല. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ. ഒരു ദിവസം ഒന്ന് ചിരിച്ചു കാണിക്കുന്നവരുടെ കൂടെ ഇറങ്ങിപ്പോകുന്ന കുട്ടികളാണെന്ന് സമൂഹത്തിലുള്ളത് അധികവും. ഇപ്പോൾ എല്ലാ നാട്ടിൽ നടക്കുന്നതും ഇത്തരം കാര്യങ്ങളും ഇത്തരം സംഭവങ്ങളും ഒക്കെയാണ്. പിന്നെ നമുക്ക് കഴിയാവുന്ന രീതിയിൽ നമുക്ക് അന്വേഷിക്കാം. ചേട്ടോ, ഇവിടെ പോസ്റ്റായി പോവോ? നമ്മളിപ്പോൾ വിളിച്ചിട്ടുണ്ടല്ലോ, അയാളിപ്പോൾ വരുമായിരിക്കും. രക്ഷയില്ല അല്ലേ? ഒരു രക്ഷയില്ല. ഇത് ശരിയായില്ലെങ്കിൽ നമ്മളെങ്ങനെ പോവും? ബൈക്ക് ഇവിടെ വെച്ചിട്ട് ബസ്സിന് കയറി പോവാം. ബസ്സിനോ? ആ ചേട്ടാ, ആ വിഷ്ണു ജോലിക്ക് പോയായിരുന്നു? അവൻ രാവിലെ പോയായിരുന്നു. അവൻ ഇന്നലെ ഒരു 10,000 രൂപ എന്നോട് വായ്പ ചോദിച്ചായിരുന്നു. ഇന്നലെ എനിക്കത് കൊടുക്കാൻ പറ്റിയില്ല. അവൻ എന്തിനാ പൈസ എന്ന് അറിയില്ലല്ലോ. ഇന്നിപ്പോൾ ഞാൻ ഒരാളുടെ നിന്ന് വായ്പ മേടിച്ച് ഞാൻ ആ പൈസ സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ചേട്ടൻ ഈ പൈസ ഞാൻ കൊടുത്തു തരും. വേണ്ട, കയ്യിലിരിക്കട്ടെ. ആവശ്യമുണ്ട് ഞാൻ അവനോട് വിളിക്കാൻ പറയാം. എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് പൊയ്ക്കോട്ടെ. ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ഞാനേ ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുക. അത് പറയണോ പറയണ്ടോ എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു ഞാൻ. എന്നാ ചേട്ടാ? രവിയുടെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഒക്കെ തകർന്നു പോയി. അവൾ അവളുടെ വീട്ടിലും, ഞാൻ എൻ്റെ ഈ വീട്ടിലും. ഒരു മോളില്ലേ? മോളോ? എൻ്റെ ശ്രുതി മോളും. ഞാൻ അവൾക്ക് വേണ്ടിയാണോ ജീവിക്കുന്നത്? അവൾ ഒരാഴ്ച എൻ്റെ കൂട്ടത്തിലാണെങ്കിൽ ഒരാഴ്ച അവളുടെ കൂട്ടത്തിൽ. ഈ ആഴ്ച എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. സ്കൂളിൽ പോയേക്കുക, വൈകിട്ടങ്ങ് പോകുമെന്നാ പറഞ്ഞേക്കണത്. പിന്നെ നിനക്കിന്ന് പണിയൊന്നും ഇല്ലായിരുന്നു? ഓ, ഇന്ന് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് രവിയുടെ കാര്യം ഓർത്ത്. ആ, നീ വന്ന് നന്നായടാ. ഞാനിവിടെ വെറുതെ ബോറടിച്ചിരിക്കുന്നു. നമ്മുടെ വണ്ടിയാണെങ്കിൽ ഒരാഴ്ചയിട്ട് ടെസ്റ്റിന് കയറ്റിയിട്ടേക്കണം.
അവൻ വൈകുന്നേരം ആകുമ്പോൾ ദേ വീട്ടിലെത്തിക്കോളൂ. ചേട്ടൻ ധൈര്യമായിട്ട് വെക്കോ. എൻ്റെ ടെൻഷൻ എന്ന് പറയണത് അവനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടണില്ല, അത് എപ്പോഴും സ്വിച്ച് ഓഫാ. ഫോണിൽ കിട്ടിയിരുന്നെങ്കിൽ പ്രശ്നങ്ങൾ ഇത്രയും ടെൻഷൻ പിടിക്കേണ്ട കാര്യമില്ലായിരുന്നു. അതിനത്ര ടെൻഷൻ അടിക്കണ്ട. കാരണം ഇപ്പോഴത്തെ പിള്ളേർക്ക് 2-3 ഫോണുള്ളവരാണ്. അതുപോലെ 3-4 നമ്പറും ഉണ്ട്. ഇവന് വേറെ ഏതെങ്കിലും നമ്പറോ ഫോണോ ഉണ്ടോ എന്നുള്ളതൊന്ന് അന്വേഷിക്കേ. ചേട്ടൻ്റെ അനിയൻ്റെ പിള്ളേർ അവരോടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ്റെ ചിലപ്പോൾ വേറെ നമ്പർ കിട്ടും. ആ വഴിക്കൊന്ന് നോക്ക്. ഹിമയോ അഞ്ജലി ആരെങ്കിലും വീട്ടിൽ കാണും, ഞാൻ അവരോടൊന്ന് ചോദിക്കട്ടെ. മോളെ സിന്ധു, ഇന്ന് ശ്രുതി വരുന്ന ദിവസമല്ലേ? നീ വരുമ്പോ അവക്കെന്നെങ്കിലും കഴിക്കാൻ മേടിച്ചോണ്ട് പോരും. അവൾക്ക് കഴിക്കാനുള്ളതൊക്കെ എവിടെ ഇരിപ്പുണ്ടച്ചാ? അവള് പോയി കഴിഞ്ഞാ പിന്നെ ഈ വറയും പൊരിയൊക്കെ ആര് കഴിക്കാനാ? അപ്പൊ നീ ഇന്ന് നേരത്തെ പോവുകയാണോ? ഇന്ന് അംഗൻവാടി ടീച്ചർമാരുടെ ഒരു മീറ്റിംഗ് ഉണ്ടച്ചാ. രവി വിളിക്കാറില്ലേ മോളെ? ഇപ്പോ ഒരുവിധം മനസ്സമാധാനത്തോടെ ജീവിച്ചു പോണ്ട്. ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാ മതി. എന്താ പറ്റിയേ? ബൈക്കിനൊരു കംപ്ലൈന്റ്. ഇവിടം വരെ ഓടി വന്ന പെട്ടെന്ന് ആ വണ്ടി അങ്ങ് നിന്നുപോയി. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നിർത്തിക്കോ. അതെ, പ്ലഗിലേക്ക് കറണ്ട് വരുന്നില്ല. ഓയിൽ കംപ്ലൈൻ്റ് ആയി കാണും. വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോയി അയച്ചാലേ എന്തെങ്കിലും പറയാൻ പറ്റൂ. നിങ്ങളൊരു പെട്ടുവണ്ടി വിളിച്ച് വണ്ടി വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകാം. ചേട്ടൻ ഇത് ആരെങ്കിലും അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകാമോ? കൊണ്ടുപോകാം. 1000 രൂപ എടുക്കും. അവിടെ പോയി വണ്ടി വിളിക്കട്ടെ. ആ, പൈസ തരാം. ശരി എന്നാ, 2-3 മണിക്കൂർ കഴിഞ്ഞ് വിളിച്ചിട്ട് അങ്ങോട്ട് പോരും. ഓക്കെ. മോളെ, അച്ഛനില്ലേ മോളെ? അച്ഛൻ പുറത്തു പോയല്ലോ. എന്താ വിളിച്ച? അതെ, കണ്ടിട്ട് അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. വിഷ്ണു ചേട്ടൻ അവൻ ജോലിക്ക് പോയിരിക്കുക. അവനെ ആ പഴയ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടണില്ല. അവന് വേറെ വല്ല നമ്പറും ഉള്ളതായിട്ട് അറിയാവോ? എനിക്ക് ആ 95 തുടങ്ങുന്ന നമ്പർ മാത്രമേ അറിയാവുള്ളൂ. ഇനി വേറെ വല്ല നമ്പർ ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ വിഷ്ണു ചേട്ടന്റെ കൂട്ടുകാരോട് ചോദിക്കേണ്ടി വരും. അഞ്ജലി ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരാറായോ? ചേച്ചി ഇപ്പൊ തന്നെ വരും. അച്ഛൻ വരുമ്പോ അത്യാവശ്യമായിട്ട് എന്നെ ഒന്ന് കാണാൻ പറയണം കേട്ടോ. ചേച്ചിയോട് ഒന്ന് വിളിക്കാൻ പറ കേട്ടോ എന്നെ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? നിന്റെ ഈ മുടിഞ്ഞ വെള്ളം കൂടി കൊണ്ടല്ലേ ലൈഫ് ഇങ്ങനെ തകർന്നു പോയത്? എടാ, ഞാനങ്ങനെ വെള്ളം കുടിയൊന്നുമില്ലായിരുന്നു. അവള് പോയ പിന്നെയാണ് എൻ്റെ ഈ കള്ളുകൂടി കൂടിയത്. അല്ല, നിനക്ക് ഫാമിലിയിൽ 2 പിള്ളേരൊക്കെ ഇല്ലേ? നിനക്ക് എങ്ങനെയാണ് നിന്റെ ജീവിതം നോക്കാം? നീ കരുതുന്ന പോലെയല്ല. എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ പഞ്ചപാവാണ്. എന്നോട് തിരിച്ച് കമാന്നൊരക്ഷരം പോലും പറയില്ല. വെറും പാവൻ. പക്ഷെ എൻ്റെ ഭാര്യ എന്ന് വെച്ചാൽ അങ്ങനെയല്ലടാ. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ വഴക്കാം. ഞാൻ 1 പറഞ്ഞ അവള് 2 പറയും, ഞാൻ 2 പറഞ്ഞ അവള് 4 പറയും. എപ്പോഴും വഴക്കാം. അത് അങ്ങനെയായി പോയടാ. ഓരോ കൊല്ലമെന്ന് വെച്ചിട്ടുണ്ടല്ല, അതിങ്ങനെ കൂടി പോകുകയാണ്. ശ്രുതി ഉള്ളപ്പോലുള്ള പ്രശ്നങ്ങളായിരുന്നു. ശ്രുതി ഉണ്ടാവും മുമ്പ് തന്നെ പ്രശ്നങ്ങളുണ്ടായിരിക്കും. പിന്നെ അവൾക്ക് അംഗനവാടി ജോലി കിട്ടി. പിന്നെ അവൾ അവിടെ തന്നെ ആയിരുന്നു. ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടും. എന്റെ മൂടൊക്കെ പോയല്ലോ. സന്തോഷമായിട്ടിരിക്കും. എങ്ങനെ മൂഡ് പോവാതിരിക്കും? നമ്മളിപ്പോൾ എവിടെ എത്തേണ്ടതാ ചേട്ടാ? ഈ വണ്ടിയായി ഇങ്ങനെയൊക്കെ സംഭവിക്കും. നമ്മളത് ധൈര്യമായിട്ടിരിക്കണം. ഏത് സാഹചര്യത്തിലും നമ്മൾ ജീവിക്കാൻ പഠിക്കണം. ഹലോ ചേട്ടാ, ഇവിടെ അടുത്ത് കട വല്ലതും ഉണ്ടോ? കട 2 കിലോമീറ്റർ പോകണം. കോട്ടപ്പുറത്തേ കടയുള്ളൂ. ഓ, അവിടെ ഉള്ളല്ലേ. ഇനി അവിടെ വരെ പോകാൻ പറ്റുമോ? അതെ, സാബു വരുന്നുണ്ടല്ലോ. വിളിച്ചിട്ട് കിട്ടിയോ ചേട്ടാ? കേറിയോ? അവന്റെ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടണില്ല. വേറെ നമ്പർ ഉണ്ടോന്നും അറിയില്ല. ഇതിപ്പോ എവിടെയാണെന്ന് വെച്ചാ പോയി തപ്പണേ. ചേട്ടാ, ഇത് വലിയ ഗൗരവമുള്ളൊരു വിഷയമായതുകൊണ്ടാണ് ഞാൻ അറിഞ്ഞപ്പോൾ തന്നെ ചേട്ടൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞത്. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ അവൻ്റെ കൂട്ടുകാരെ ആരെങ്കിലും കോൺടാക്ട് ചെയ്താൽ കഴിഞ്ഞാൽ നമുക്ക് വിവരം അറിയാൻ കഴിഞ്ഞേക്കും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് 2-3 ഫോണൊക്കെ കാണുമല്ലോ. അത് ശരിയാണ്. കൂട്ടുകാർ വഴി നോക്കുന്നത് നന്നായിരിക്കും. അതിന് ഇവരുടെ ആരെങ്കിലും നമ്പർ എൻ്റെ കയ്യിലുണ്ടോ? ആരുടെയും നമ്പർ എൻ്റെ കയ്യിലില്ല. അവൻ്റെ ചേട്ടൻ വിനയനെ കോൺടാക്ട് ചെയ്തോ? അവൻ ബാംഗ്ലൂരല്ലേ ജോലി ചെയ്യുന്നത്. അവനെ ഇതിലേക്ക് വലിച്ചഴക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ വിളിച്ചില്ല. അങ്ങനെ കരുതണ്ട ചേട്ടാ. ഇത് പോലീസ് കേസായി കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാരറിയും,
പത്രത്തിൽ വാർത്ത വരും, ആകെ നാണക്കേടാവും. അതുകൊണ്ട് എത്രയും വേഗം ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. എന്താ നിങ്ങൾ ഇവിടെ നിൽക്കണേ? ചേട്ടാ വണ്ടി ഒന്ന് കംപ്ലൈൻ്റ് ആയി, വർക്ക്ഷോപ്പുകാരൻ വന്ന് കൊണ്ടുപോയേക്കുവാ. ആ, നിങ്ങൾ എന്നാവശ്യത്തിനായിട്ട് വന്നാ? ഇവർക്ക് പിറവത്തൊരു ഷൂട്ടുണ്ട്, അതിനായിട്ട് വന്നാ. നിങ്ങളിവിടെ നിൽക്കണേ അത്ര ശരിയല്ല. കണ്ടാൽ ആളുകൾക്ക് സംശയം തോന്നുകയും. ഇവിടെ എന്തെങ്കിലും നാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നേരം ഉണ്ടാവും. നമുക്ക് അങ്ങോട്ടെങ്കിലും മാറാം. എന്നാൽ ഇത്തിരി അങ്ങ് നടക്കാം. ഈ രവിയായിട്ട് ചേട്ടൻ എങ്ങനെയാ? അവൻ നമ്മുടെ ഡ്രൈവർ അല്ലായിരുന്നോ? കുറച്ചു നാളായിട്ട് ഒരു ബന്ധവുമില്ല. അവൻ വെള്ളവും കുടിച്ച് കുഴ പറഞ്ഞു നടക്കുമല്ലേ. അത് കാരണം ഇങ്ങോട്ട് വരാറുമില്ല, ഞാൻ ബന്ധപ്പെടാറുമില്ല. ആ, അവൻ 24 മണിക്കൂർ വെള്ളത്തില്ല. അവന് വെള്ളം അടിച്ചെങ്കിലേ വണ്ടി ഓടിക്കാൻ തന്നെ പറ്റൂ. ഇവന്റെ പെണ്ണുമ്പിള്ള പ്രശ്നമൊന്നും ഉണ്ടാക്കൂല്ലേ? അവനെ ഇട്ടേച്ച് പോയെന്നാണ് എൻ്റെ അറിവ്. അപ്പൊ ഈ പെങ്കൊച്ച് ആരുടെ കൂടിയാ? അതറിയില്ല ചേട്ടാ. രാവിലെ സ്കൂളിൽ പോയൊരു കുട്ടി 4 മണിയായിട്ട് തിരിച്ചു വരാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടുള്ളൊരു അന്വേഷണം ഉണ്ടാവും. പെട്ടെന്ന് ഇതൊരു വാർത്തയായിട്ട് പടരും. അത് രവി അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയൊരു പ്രശ്നമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് നമ്മളൊന്ന് ബുദ്ധിപൂർവ്വം നീങ്ങുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് രവിയെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരാളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ നന്നായിരിക്കും. ഇവന്റെ സ്വഭാവം അനുസരിച്ച് ഇവനിവിടെ വന്ന് കിടന്ന് ബഹളം ഉണ്ടാക്കും. ഇല്ലെങ്കിൽ ഇവനെ ആരെങ്കിലും കുത്തിപ്പൊക്കി പോലീസ് സ്റ്റേഷനിൽ വിടും. അതാകെ പ്രശ്നമാകും. ഇതിനു പറ്റിയ ആളാരാന്നാണല്ലോ. നമുക്ക് ആ വിനോദിനെ വിട്ടാലോ? നല്ല ഐഡിയ. വിനോദാണെങ്കിൽ ഇത് ചെയ്യാൻ മിടുക്കനുമാണ്. ഇതൊരു വലിയ കുഗ്രാമമാണല്ലോ. ഏതാ ചേട്ടാ ഈ സ്ഥലം? ഇതേതോ തൊട്ടൂരോ കളമ്പൂരോ ഒക്കെയാന്നാ പറയുന്നത്. ലൊക്കേഷൻ നോക്കായിരുന്നില്ലേ? ഇനിയിപ്പോ ലൊക്കേഷനൊക്കെ നോക്കിയിട്ട് എന്നാ കാര്യം? കുറെ നേരമായിട്ട് വെള്ളം കുടിക്കാൻ നയിക്കണ്ടേ. ഇവിടെ അടുത്ത് വല്ല കട ഉണ്ടാവോ? എടി നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ബാഗ് എടുക്കാൻ. ചേട്ടനല്ലേ പറഞ്ഞ ചേട്ടന്റെ കൂട്ടുകാരുടെ ഇടയിൽ ബാഗ് വെച്ചേക്കാൻ. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോ എങ്ങനെ നേരം കളയും? നമുക്കിവിടെ അടുത്ത് സിനിമാ തിയേറ്റർ ഉണ്ടെ പോയി സിനിമ കണ്ടാലോ? ഉണ്ടാകോ? പിന്നെ ഈ പട്ടിക്കാട്ടിലല്ലേ സിനിമാ തിയേറ്റർ. കുറെ നേരമല്ലേ നിക്കണേ, എനിക്ക് എവിടെയെങ്കിലും ഇരിക്കണം. നമ്മൾ തമ്മിൽ ഒരു ഐക്യമില്ലേ? ഈ ഫാമിലി ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയം മാനസികമായുള്ള ഐക്യമില്ലാതെ എന്ത് ഫാമിലി ലൈഫ്? അങ്ങനെ വരുമ്പോൾ ഒന്നില്ലെങ്കിൽ വിട്ടുകൊടുക്കണം, അല്ലെങ്കിൽ അടി നടക്കും. ശരിയല്ലേ? എൻ്റെ പ്രവൃത്തി അഭിപ്രായങ്ങളും അവള് തിരുത്തുമ്പോൾ എനിക്കരിശം വരും. പിന്നെ ആ കാര്യം ഈ കാര്യമൊക്കെ പറഞ്ഞ് സംഘർഷത്തിന് അവസാനിക്കും. ഇത് എൻ്റെ മാത്രം കാര്യമല്ല, എല്ലാ ഫാമിലി ലൈഫിലും എങ്ങനെയൊക്കെ തന്നെ. മനസ്സു തുറക്കുന്നു, മനസ്സിൻ മതിലുകളിടിയുന്നു, പെരുമഴ പെയ്തു തിമിർക്കുന്നു, പുഴയിൽ പൂമഴ. പാടത്തിന് മാത്രമേ ഭംഗിയുള്ളൂ, എനിക്ക് ഭംഗിയില്ലേ? ഇല്ല ഇല്ല ഇല്ലേ? അത്ര വെച്ചൊന്നുമല്ല. എന്നാ പിന്നെ നീ ഇവിടെ ഇരുന്നോ, ഞാനങ്ങ് പോയേക്കാം. നല്ല അടി കിട്ടും. അടിയോ? ഇടിക്കൂന്ന്. ഇടിയോ? ആ, നമുക്കൊരു സെൽഫി എടുത്താലോ? സെൽഫി? അത് ഞാൻ നിന്റെ ഒരു ഫോട്ടോ എടുക്കാം, അത് കഴിഞ്ഞ് സെൽഫി. പല കുടുംബത്തിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ഭാഗ്യത്തിന് മൂക്കറ്റം വരെ കുടിച്ച് വീട്ടിൽ ചെന്നാൽ പോലും എന്നോട് കമാന്ന രക്ഷം ഉണ്ട്. തെറി പറഞ്ഞാൽ പോലും അവളൊന്നും മിണ്ടില്ലേ. 2 കൈയും കൂട്ടി അടിച്ചു കൊടുത്താലടാ ഒച്ച ഉണ്ടാവുള്ളൂ. ചില കാര്യങ്ങൾ ഒളിച്ചു വെക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നും തെറ്റായിപ്പോയെന്ന്. പിന്നെ ഞാൻ അവളോട് തുറന്നു പറയും. അത് അവളോടും കൂടി പറഞ്ഞു കഴിയുമ്പോൾ എനിക്കും ഹാപ്പി, അവൾക്കും ഹാപ്പി. ഞങ്ങളുടെ ലൈഫ് ഹാപ്പി ലൈഫ്. അപ്പൊ നിങ്ങൾ മാതൃകാ ദമ്പതിമാർക്ക് നല്ല ഉദാഹരണമാണല്ലോ. അതെ അതെ. ശരിക്കും എൻ്റെ ഈ കുടുംബബന്ധം തരാനുള്ള കാരണം എൻ്റെ ഈ വെള്ളടി കൊണ്ടാണ്. പക്ഷേ ഈ ലൈഫ് കൊണ്ട് ഞാനൊരു പാഠം പഠിച്ചു. എന്ത് പാഠം പഠിച്ചാൽ എന്താ രവി? ആ പെങ്കൊച്ചിന്റെ അവസ്ഥ ഇപ്പൊ എന്തായി? അതിന്റെ മനസ്സിപ്പോ എന്തോരം വേദനിക്കുന്നുണ്ടാവും. അത് അവള് കൂടി ചിന്തിക്കേണ്ട കാര്യമല്ലേ. എന്തായാലും എൻ്റെ മോൾ ഞാൻ എൻ്റെ സ്നേഹം കൊടുത്ത് തന്നെയാ വളർത്തിയത്. ആ സ്നേഹം കൊണ്ട് മാത്രമൊന്നും കാര്യമില്ല രവി. അച്ഛൻ്റെ അമ്മയുടെ സംരക്ഷണത്തിൽ വളരേണ്ട കുട്ടി അങ്ങനെ തന്നെ വളരണം. അറിയാം, കാര്യങ്ങളൊക്കെ എനിക്കറിയാം.
ഞാനും ഒത്തിരി ട്രൈ ചെയ്തതാ. വളരെ ഗൗരവമുള്ളൊരു വിഷയം ആയതുകൊണ്ടാണ്. എവിടുന്നെങ്കിലും തപ്പിയെടുത്തല്ലേ പറ്റുള്ളൂ. കൂട്ടുകാരുടെ ആരുടെയെങ്കിലും കയ്യിൽ കാണുമോ വേറെ നമ്പർ? ഒരുത്തനുണ്ട്, അവനെ ആ, ഒന്ന് നോക്കിയേ. വിളിച്ചു നോക്കാം. ഇവന്റെ ഇതേപോലുള്ള ചുറ്റിക്കളിയെ പറ്റി എന്തെങ്കിലും ഐഡിയ ഉണ്ടായിരുന്നു? ഓ, എനിക്കറിയാൻ പാടില്ലല്ലോ ചേട്ടാ, ആദ്യമായിട്ടാ ചേട്ടൻ പറഞ്ഞപ്പോഴാണ് അത് ഞാൻ കേൾക്കണേ. നേരത്തെ എങ്ങനെയായിരുന്നു ഇവന്റെ സ്വഭാവം? ഇതുപോലുള്ള പരിപാടി വല്ലതും ഉണ്ടായിരുന്നോ? പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് 1-2 ചുറ്റിക്കളിയൊക്കെ ഉണ്ടായിരുന്നു. ഇത് കിട്ടണല്ലോ ചേട്ടാ. മനസ്സു തുറക്കുന്നു, മനസ്സിൻ ആ, ലിവിട്ടോ. ആ, വിനോദേ. പെരുമഴ പെയ്തു വാടാ. വാടാ, കേറി വാടാ. ഇരിക്കടാ. കമ്പനിയിലാണല്ലോ. എന്തൊക്കെയാ നിന്റെ വിശേഷങ്ങള്? ഇന്ന് തന്നെ അനീഷേട്ടനെയും കമ്പനിക്ക് കിട്ടിയോ? രാവിലെ തന്നെ തുടങ്ങി വെച്ചല്ലോ. ഓ, ഇതിപ്പോ എല്ലാം കയ്യിലിരിക്കണ സാധനല്ലേ, കഴിച്ചു തീർത്തിട്ട് പോണം. എന്തൊക്കെയാ നിന്റെ ഞാൻ വിശേഷങ്ങള്? ഇങ്ങോട്ടായിട്ട് വന്നത്. ആണോ? എടാ വല്ലതും ഉണ്ടോടാ? ഞാനൊരു പൈന്റും മേടിച്ചോണ്ടാ വന്നേക്കണേ. ദേ ഒരു പൈന്റ് മേടിച്ചിട്ടുണ്ട്. പൈറ്റ് ആ. ആണോ? ആഹാ. പൈന്റ് കൊണ്ട് വെച്ചിട്ട് അങ്ങനെ സാധനം എടുത്ത് വീലാകരുണ്ട്. പൈന്റ് കൊണ്ട് ഒഴിക്കടാ. ആ, എല്ലാത്തിലും ഒഴിക്കടാ. അത് മതിടാ. നിഴലുകൾ മായുന്നു, സൂര്യൻ നെറുകയിലെത്തുന്നു, മധുരം വിളയും തേന്മാവിനുടെ ചോട്ടിലിറങ്ങുന്നു. രവിയേട്ടന് പിന്നെ ചോദിക്കാനും പറയാനും ആരുമില്ല. അടിക്കുക, കുത്തിമറിയുക. എന്താ കുറെ നേരമല്ലേ നിങ്ങൾ ഇവിടെ കിടന്ന് ചുറ്റിക്കിറങ്ങുന്നത്? ഇല്ല ഏട്ടാ, ചുമ്മാ നിൽക്കുന്ന. എന്താ ചുമ്മാ നിൽക്കുന്നതാ? ഞാൻ കണ്ടല്ലോ, ഇതാരാ കൂടെ ആരാ? ഇതിന്റെ കസിനാ ഏട്ടാ. വണ്ടി കേടായി പോയിന്ന് ഇവിടെ ഇങ്ങനെ നിന്നതാ. അങ്ങനെയല്ല തോന്നുന്നത് നിങ്ങളുടെ നിപ്പ് കണ്ടിട്ട്. നാട്ടുകാരെ കൊണ്ടൊന്നും പറയിപ്പിക്കാൻ മര്യാദക്കൊക്കെ ഒന്ന് സംസാരിക്കട്ടോ. നമ്മൾ ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്നതാ, നമ്മൾ ഈ പ്രായം കഴിഞ്ഞിട്ടല്ലേ വന്നത്. നാട്ടുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ കൈകാര്യം ചെയ്യുന്ന അറിയില്ല. ഓക്കെ. എന്തൊരു നാടാ ഇത്. ഇവിടെയുള്ള ആൾക്കാരൊന്നും മനുഷ്യരല്ലേ? ഒരു വിവരമില്ലാത്തവരാ വരുന്ന മൊഴി. ആളുകൾക്കൊക്കെ എന്നാ സംശയ. നമുക്ക് ആ വർക്ക്ഷോപ്പിന്റെ അങ്ങോട്ട് പോയാലോ? ഇപ്പോഴേ അങ്ങോട്ട് പോയിട്ട് എന്നാ കാര്യം? ഇവിടുത്തെ പോലെയൊക്കെ തന്നെയല്ലേ അവിടെയും. ഏതായാലും ഇനി ഇവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നിരിക്കും. അറിയാതുള്ളൊരു ലോകം, വഴിയിൽ തെളിയാ ദീപങ്ങൾ, കണ്ണുകൾ ഇരുളിൽ തപ്പുന്നു, പുഴ ഒഴുകിപ്പോകുന്നു. ചേട്ടാ, ഒരു 10-15 വയസ്സ് പ്രായം തോന്നിക്കുന്ന പെങ്കൊച്ചും ഒരു 10-25 വയസ്സ് പ്രായം തോന്നിക്കുന്ന പയ്യനും കൂടി ഇതിൽ പോകും. മനസ്സു തുറക്കുന്നു, മനസ്സിൻ മതിലുകളിടിയുന്നു, പെരുമഴ പെയ്തു തിമിർക്കുന്നു, പുഴയിൽ പൂമഴ അലിയുന്നു. മനസ്സു തുറക്കുന്നു, മനസ്സിൻ മതിലുകളിടിയുന്നു. ഹലോ, പെരുമഴ. രവീന്ദ്രന്റെ അളിയൻ വിജയനല്ലേ? അതെ. രവീന്ദ്രൻ വിളിച്ചായിരുന്നോ? വിജയന്റെ വീട് അവിടെ അടുത്താന്ന് കേട്ടതുകൊണ്ടാണ് ഞാൻ വിളിക്കാൻ പറഞ്ഞത്. അതെ, ഞാൻ ബാങ്കിലേക്ക് പോന്നായിരുന്നു. അപ്പൊ ഞാൻ 2-3 പിള്ളേരോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരെങ്ങും അവിടെ കണ്ടില്ലെന്നാണ് പറഞ്ഞത്. വിജയ, ഒന്നുകൂടി ഒന്ന് തെരഞ്ഞു നോക്ക്. മനസ്സുറപ്പിച്ചിരിക്കാൻ പറ്റാഞ്ഞിട്ടാ. എന്തെങ്കിലും വിവരം കിട്ടി അപ്പൊ തന്നെ ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ഓക്കെ, ശരി എന്നാ. ഓക്കെ. കാലുകളിടറുന്നു, പശിയും ദാഹവുമേറുന്നു, പാതയ്ക്കരിയിൽ തീരുന്നു, മനമോഹം പൊഴിയുന്നു. ഹലോ, ആ ചേട്ടാ. മഹേഷേ, അവരെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ചേട്ടാ, ഞാൻ ഈ കോട്ടപ്പുറം തൊട്ടൂരി എല്ലാ വഴികളിലും അവരെ നോക്കി. ഇതുവരെ ഞാൻ അവരെ കണ്ടില്ല. അവർ ചിലപ്പോൾ അവിടെ കഴിഞ്ഞ് പോയിട്ടുണ്ടായിരിക്കും, അതായിരിക്കും. എനിക്കും അങ്ങനെ ഏട്ടാ തോന്നുന്നു. രവിയേട്ടാ, ഞാൻ രവിയേട്ടന്റെ കാര്യത്തിൽ ഇടപെടുമെന്ന് കരുതരുത്. എന്നാടാ കാര്യം? ചേട്ടന്റെ പെണ്ണുമ്പിള്ളയെ പറഞ്ഞു വിട്ടത് കടന്ന കൈയായി പോയില്ലേ? എടാ, ഞാൻ പറഞ്ഞു വിട്ടില്ല, അവള് പോയതല്ലേടാ. ചേട്ടന്റെ മോള് അവിടെ തന്നെയാണോ? ചേച്ചിയുടെ കൂടെ ആണോ? മോള് ഈ ആഴ്ച എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് വൈകിട്ട് പുള്ളിക്കാരൻ്റെ വീട്ടിലോട്ട് പോകും. ഒരാഴ്ച അവളുടെ കൂട്ടത്തി. അങ്ങനെ ഒരു ധാരണയിലാണല്ലോ. അതൊക്കെ പോട്ടെ. എൻ്റെ ലൈഫ് അങ്ങനെയാടാ. വൈകിട്ട് ഒരു ചൂയിങ്ങം കഴിക്കാണ്ട് വീട്ടിൽ കയറാൻ പറ്റൂല, അല്ലെങ്കിൽ പൊരിഞ്ഞടി നടക്കും. ചൂയില്ലെങ്കിൽ നിന്നെ എടുത്തിട്ട് പൂശു. അവളെ ഞാൻ പൂശു. എടാ വെള്ളം അടിച്ചിട്ട് ഭാര്യനെ പൂശാൻ നാണയില്ലടാ നിനക്ക്? ഈ ഇവിടെ പെണ്ണും പിള്ളേനൊക്കെ തല്ലണത് വെച്ചാണ്ടല്ല, ഭയങ്കര മോശം എന്ന് വെച്ചിട്ടില്ല, ഭയങ്കര മോശം. എൻ്റെ പൊന്നു ചേട്ടാ, അവിടെ പ്രലോഭനം ഉണ്ടാകുമ്പോൾ അറിയാതെ കൈ പൊങ്ങി പോണതാ. നാട്ടുകാർ പറയണ അങ്ങനെയല്ലല്ലോ, നിന്റെ ഭാര്യ എടുത്തിട്ട് പൂശുന്നാണല്ലോ. നാട്ടുകാർ അങ്ങനെയൊക്കെ പറയും.
അങ്ങോട്ട് ഒഴിക്കട്ടെ. വേണ്ട വേണ്ട വേണ്ട, ഇത്തേരം കഴിയട്ടെ. പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്, ഇതുപോലെ കടയില്ല വെള്ളവും കിട്ടില്ലാത്ത ഒരു നാടുണ്ടോ? എനിക്ക് ദേഷ്യം വരുന്നു. എനിക്കിപ്പോൾ എന്നോട് തന്നെയാ ദേഷ്യം. ഇന്നിപ്പോൾ ആരെ കണി കണ്ടാണോ ഇറങ്ങി പുറപ്പെട്ടത്? ഒരു ചില സന്ദർഭങ്ങളൊക്കെ നേരിടാൻ പഠിക്കും, അപ്പോഴേ ധൈര്യം ഉണ്ടാവും. വേറെ വല്ലതും പറയാനുണ്ടോ? ഇപ്പൊ വേറെ എന്തെങ്കിലും പറയാൻ പറ്റിയ മൂടല്ലല്ലോ. ആ, ഞാൻ ആ വർക്ക്ഷോപ്പുകാരനെ വിളിക്കാൻ മറന്നുപോയി, ഒന്ന് വിളിച്ചു നോക്കട്ടെ. നമുക്ക് ബുദ്ധി കുറവാണല്ലേ? ആണോ? അല്ലെങ്കിൽ കുറച്ച് നേരത്തെ വിളിക്കൂ. ശേ, ഈ തോമസ് കുട്ടിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, വർക്ക്ഷോപ്പുകാരനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇവരൊക്കെ എവിടെ പോയി കിടക്കുവാണോ? ഹലോ എടാ വിഷ്ണു, നീ വിളിച്ചപ്പോൾ ഞാൻ വണ്ടി ഓടിക്കുമായിരുന്നു. നീ എന്താ വിളിച്ചേ? ഞാൻ മൂന്നാർ പോകാനായിട്ട് വന്നപ്പോഴേ പിറവത്തിനടുത്ത് വെച്ചൊരു സ്ഥലത്ത് വണ്ടി കേടായിപ്പോയി. നീ ഒറ്റയ്ക്കാണോ? എൻ്റെ കൂടെ ഒരു പെൺകുട്ടിയുണ്ട്. അത് നീ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. ആ ഡാ, നമ്മുടെ അജയുടെ നമ്പർ ഉണ്ടോ? അവൻ്റെ വീട് ഇവിടെയല്ലേ? അവൻ്റെ ഒരു നമ്പർ ഉണ്ടെന്നാ തോന്നണേ, നോക്കട്ടെ. ആടാ, ഉണ്ടോ, ഞാനിപ്പോൾ അയച്ചുതരാം. ശരി ശരി, ഓക്കേടാ, നീ ഒന്ന് സെൻഡ് ചെയ്തേക്ക് കേട്ടോ. ശരി, ഓക്കെ. എന്തായി? ഓ, അജയുടെ നമ്പർ കിട്ടി. ഈ ബുദ്ധി നേരത്തെ വന്നിരുന്നെങ്കിൽ ഇത്ര ടെൻഷൻ അടിക്കണ്ടായിരുന്നു. ഇതാ ഞാൻ പറഞ്ഞേ, ബുദ്ധി കുറച്ച് വൈകി വരുള്ളൂ. നിനക്ക് ബുദ്ധി കുറവായതുകൊണ്ടാണോ നീ എന്നോട് തന്നെ പറഞ്ഞേ നിന്നെ മൂന്നാർ കൊണ്ടുപോകാൻ? അത് പിന്നെ എന്നെ ആരും കൊണ്ടുപോകാനില്ലാഞ്ഞിട്ടല്ലേ? ഹലോ, ഡാ അജയ്. അജയ് ആണല്ലോ. വിഷ്ണു ആണോടാ? പറഞ്ഞോ. എടാ, ഞാൻ മൂന്നാറിന് പോകാനായിട്ട് വരുന്ന വഴി പിറവത്തിനടുത്ത് വെച്ച് വണ്ടി ഒന്ന് കേടായി. തൊട്ടൂരെന്ന് പറയുന്ന സ്ഥലത്താ വർക്ക്ഷോപ്പുകാരൻ വന്ന് വണ്ടി കൊണ്ടുപോയത്. നിന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയല്ലേ? ഞാൻ ദേ ഇവിടെ കടയിലാടാ. തൊട്ടൂരാടാ, 8-10 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. വരവ് നടക്കൂല. ഓക്കേടാ, ശരിയാ. ഓക്കെ. എന്താ പറഞ്ഞേ? അവൻ ജോലി സ്ഥലത്താ, ഉച്ച കഴിഞ്ഞാൽ വരുള്ളൂ. ഹലോ, എടാ കണ്ണാ, നീ എവിടെയാടാ? ഞാൻ ഈ റേഷൻ കട അവിടെ ഉണ്ട്. തൊട്ടുപാലത്തിന്റെ അവിടെ ഒരു പെണ്ണും ചക്കനെ വട്ടം കറങ്ങുന്നുണ്ട്, നീ ഒന്ന് വേഗം വന്നാടാ. ഞാനൊന്ന് കറങ്ങിട്ട് വരാം. പോയിട്ട് വരും. കറക്കി എടുക്കാൻ പറ്റുന്ന കേസാണെന്ന് നോക്കി ഞാനും ചെല്ല്. പോയി നോക്കട്ടെ. ഇപ്പൊ സമയം എത്രേ? സമയം 12 മണി. ബൈക്ക് കിട്ടിയാൽ നമുക്ക് നേരെ വീട്ടിൽ പോവല്ലേ? ഏത് മൂന്നാറ് കാണാതെ? ഇനിയിപ്പം മൂന്നാറാനുള്ള സമയമൊന്നുമില്ല, നേരെ വീട്ടിൽ പോവാം. അമ്മ അവിടെ ഉണ്ടാവും. അമ്മ കണ്ടില്ലെങ്കിൽ അച്ഛനെ വിളിക്കുവോ? അച്ഛനെ വിളിക്കില്ല, നേരെ എന്നെ വിളിക്കും. അങ്ങനെ അച്ഛൻ ഫോൺ എടുക്കും, സംഗതി കൊളാവും. എന്നാ പിന്നെ അമ്മയെ വിളിച്ച് പറയാം നാളെ വരുള്ളൂന്ന്. അപ്പൊ ഇന്ന് നമ്മൾ എവിടെ തങ്ങും? നമുക്ക് മൂന്നാർ റൂം എടുത്തിട്ട് നാളെ രാവിലെ പോവാം. റൂം എടുക്കാനോ? എനിക്ക് പേടിയാ. എന്തിനു പേടിക്കുന്നു? ഞാനില്ലേ കൂടെ. ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ച് അതൊക്കെ വലിയ പ്രശ്നമാവും. സമയം കളയാ, നീ അമ്മയുടെ നമ്പറിങ്ങതാ വെച്ച് പറയാം. ഇത് ആദ്യ നമ്പറാന്ന് ചോദിച്ചാൽ എന്തോ ജൂണിന്റെ നമ്പറാന്ന് പറയണം. എത്രാം ക്ലാസ്സിലാ മോള് പഠിക്കുന്നത്? അവള് 10ാം ക്ലാസ്സിലല്ലേ പഠിക്കണം. ഇന്ന് മോള് സ്കൂളിൽ പോയേക്കുവാണോ? സ്കൂളിൽ പോയിട്ടുണ്ട്. അവിടുന്ന് കളർ ഡ്രസ്സിലാ പോയേക്കണത്. അതെന്താ കളർ ഡ്രസ്? യൂണിഫോമിന്റെ ആവശ്യമില്ലേ? എടാ, അതിന്ന് സ്കൂളില് പാട്ടോ പറച്ചിലോ ഏതാണ്ട് കലാപരിപാടിയൊക്കെ ഉണ്ട്. അവള് വല്ല പാട്ട് പാടാൻ പിടിക്കാണ്. ഞാനാണെങ്കിൽ ഈ കാര്യം ശ്രദ്ധിക്കാറൊന്നുമില്ല. ഓ, അത് ശരി. ചേട്ടാ, ആളെൻ്റെ അടുത്തുണ്ട്, അടിച്ചു വീലായിരിക്കുക. എടാ, അവൻ്റെ പെണ്ണുമ്പിള്ളയുടെ കാര്യം എങ്ങനെയാടാ? നമ്മൾ കേട്ടത് ശരിയാണോ? പെണ്ണുമ്പിള്ള പിണങ്ങിപ്പോയെന്നൊക്കെ പറയണ നേരാ ചേട്ടാ. കൊച്ച അവൻ്റെ കൂടെ നിന്ന് തന്നെയാണോ പഠിക്കണേ? പെങ്കൊച്ച ഇന്ന് പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നു. സ്കൂളിൽ പോയേക്കണ. കൊച്ച ഒരാഴ്ച ഇവിടെ ആണെങ്കിൽ ഒരാഴ്ച അവിടെ. ഇന്ന് കൊച്ചങ്ങ് പോകാൻ നിന്ന. അവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാ ചേട്ടാ? പയ്യനെ വിളിച്ചിട്ട് അവൻ ഫോൺ എടുത്തായിരുന്നു. എടാ, അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് അല്ലേ, പിന്നെ എങ്ങനെയാ അവനെ വിളിച്ചാൽ കിട്ടണേ? ഓ, അത് ശരിയാണ്. നീ ഒരു കാര്യം ചെയ്യ്, നീ അവിടെ തന്നെ നില്ല. നമ്മളെ വിളിച്ച പോലെ അവനെ ആരെങ്കിലും വിളിച്ച് പറഞ്ഞാൽ അത് പിന്നെ കെണിയാവും. നീ എങ്ങനെയെങ്കിലും അതൊന്ന് കൈകാര്യം ചെയ്യണം അവിടെ നിന്ന്. അത് ഞാൻ ഡീൽ ചെയ്തോളാം ചേട്ടാ. ശരി എന്നാ. ഞാൻ ആ വർക്ക്ഷോപ്പുകാരനെ ഒന്നുകൂടെ ഒന്ന് വിളിക്കട്ടെ. പക്ഷെ അയാൾ എടുക്കണല്ലോ. എന്താണ് അവിടെ പരിപാടി? എന്തിനാണ് ഇവിടെ വന്നത്? എന്താണ് അവിടെ നിൽക്കുന്നത്? ചേട്ടാ, ഞങ്ങളെ ഷൂട്ടിങ്ങിന്റെ ആവശ്യത്തിനായി വന്നായിരുന്നു.
പെങ്കൊച്ചിനോട് കറങ്ങാൻ ഇറങ്ങിക്കണോടാ? വണ്ടി കേടായിപ്പോയി, അതുകൊണ്ടാണ്. ഇതാരാടാ നിന്റെ? ഇതിന്റെ കസിനാ ചേട്ടാ. സത്യോട് തോന്നാലോ പറഞ്ഞിട്ട്. കസിനാ? എന്താടാ നിന്റെ പേര്? എൻ്റെ പേര് വിഷ്ണു എന്നാ. നിന്റെ എന്താടി? ശ്രുതി. ഇത് നിന്റെ ആരാ? കസിനാ. പെങ്കൊച്ചിനെ കൊണ്ട് പോന്നേക്കണ്. വണ്ടി ഓടിക്കാൻ ലൈസൻസ് ഉണ്ടാടാ നിനക്ക്? ആ. കാട്ടടാ, നോക്കട്ടെടാ. ചേട്ടാ എൻ്റെ മൊബൈൽ കൊണ്ടുവരല്ലേ? ഒന്ന് പരിശോധിക്കണടാ. അയാൾ പോവാണോ? ചേട്ടാ ചേട്ടാ അതിങ്ങ അന്നേട്ടാ. ഫോണും പോയി, പേഴ്സും പോയി. പുറകെ ചെന്നാലോ? പുറകെ എന്നിട്ടൊന്നും കാര്യമില്ലടി, അതൊക്കെ ഗുണ്ടകളാണ്. നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? സിനിമയൊന്നും ഞാനങ്ങനെ കാണാറില്ലടാ. എന്നാ നിങ്ങൾ സംസാരിച്ചിട്ടേക്ക്, എനിക്ക് പോകേണ്ട അത്യാവശ്യമുണ്ട്. ഓ പോണട്ടാ, എൻ്റെ മോളില്ലാതെ ഞാൻ ഒരു സിനിമക്ക് പോകുമോ? എന്നാ ചേട്ടൻ ആദ്യം വെള്ളാടി നിർത്ത്. എടാ ഈ വെള്ളാടിയെന്ന് വെച്ചേ അതൊരു ക്രേസാണ്. ഇതടിച്ചില്ലെങ്കിൽ നമ്മുടെ കൈയും കാലും വിറക്കും. അതുകൊണ്ടാണ് നമ്മൾ വെള്ളാടിക്കണം. ഈ മദ്യപാനം എന്ന് വെച്ചാൽ ഒരു മാനസിക രോഗം. അത് അടിച്ചില്ലെങ്കിൽ നമുക്ക് വേറൊരു ചിന്തയാണ്. അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഒരു വിറയാണ്. അതാണ് ആനന്ദത്തിൻ തേരിലേറി വാ, ആകാശത്തെ പൂമഴ നനയാൻ വാ, ചോലക്കാറ്റിൻ ചാരത്തിളകും പൂങ്കിളി വന്നു വിളിക്കുന്നേ, പൂമത് ഉണ്ണാൻ പാടിയുറക്കാൻ വാ. ആ തോമസൂട്ടി, ആടാ അവൻ്റെ പഴയ സ്വഭാവം ഒന്നും മാറ്റിയിട്ടില്ല. ഒരു പെങ്കൊച്ചു കൂടിയുണ്ട്. ചോലക്കാറ്റിൻ ചാരത്തിളകും പൂങ്കിളി വന്നു വിളിക്കുന്നേ, പൂമത് ഉണ്ണാൻ പാടിയുറക്കാൻ വാ. ചേട്ടാ, ഒരു 10-15 വയസ്സുള്ള ഒരു പെണ്ണും ഒരു 10 വയസ്സ് പ്രായമുള്ള പയ്യനോട് ഇതിലെ പോകണുണ്ടായിരുന്നു. നിന്നെ കണ്ടു നല്ല പരിചയമുണ്ടല്ലോ. വട്ടപ്പാറയുള്ളതല്ലേ? ഞാൻ വട്ടപ്പാറയുള്ള ചേട്ടാ. വലിയ കെണിക്കേസ് വല്ലതും ആണോ? ഇല്ല ചേട്ടാ, ഒന്നുമില്ല. ആനന്ദത്തിൻ തേരിലേറി വാ, ആകാശത്തെ പൂമഴ നനയാൻ വാ, നമ്പർ വിളിച്ചായിരുന്നു. എനിക്ക് വേഗം നമ്പർ ഇങ്ങോട്ട്. പാടിയുറക്കാൻ വാ, ചോലക്കാറ്റിൻ ചാരത്തിൽ പൂങ്കിളി വന്നു വിളിക്കും. നിങ്ങൾ പറഞ്ഞ ആളെ എനിക്ക് മനസ്സിലായി. ഒരു താടിയും മുടിയൊക്കെ വളർത്തിയ, അവന്റെ പേര് കണ്ണൻ എന്നാണ്. ഇതിപ്പോ നാട്ടിലൊരു നിത്യ സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. ഇവിടെ ആരും പോലീസിനൊന്നും പരാതിപ്പെടാറില്ലേ? എന്റെ പൊന്നു മോനെ, പോലീസിലൊന്നും പരാതിപ്പെട്ടിട്ട് ഒരു വിശേഷവും ഇല്ല. കാരണം ഇവിടുത്തെ രാഷ്ട്രീയക്കാർ വന്ന് ഇടപെട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയിട്ട് പോകും. പിന്നെ കേസും ഇല്ല, ഒരു മണ്ണാങ്കട്ടയില്ല. വളരെ വിലയുള്ള ഫോണാ, ATM കാർഡും പോയി. എന്റെ മോളെ, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒരു 10-12 കിലോമീറ്റർ ദൂരമുണ്ട്. വേണ്ട ചേട്ടാ, കാര്യമൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ചേട്ടാ, ബിജുവിന്റെ വർക്ക്ഷോപ്പ് ഇത് തൊട്ടടുത്താ, കുറച്ചങ്ങോട്ട് പോയാൽ. ആ ശരി ശരി. ഹലോ മകേഷേ, നീ വീട്ടിലേക്ക് പോയോ? ഞാൻ ആറ്റീരമ്പാടത്തുണ്ട്. ആ പിള്ളേരെ കുറിച്ച് ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. അവരുടെ വണ്ടി നമ്മുടെ തൊട്ടൂർ വെച്ച് കേടായിട്ട് വർക്ക്ഷോപ്പിൽ നിന്ന് ആൾ വന്ന് കൊണ്ടുപോയേക്കാണ്. 3 മണിക്കൂർ കഴിഞ്ഞേ കിട്ടുമെന്നാണ് പറഞ്ഞേക്കണത്. നീ അവിടെ ഒന്ന് അന്വേഷിച്ചോ, ആ ബിജുവിൻ്റെ ഒക്കെ വർക്ക്ഷോപ്പ് ഉണ്ടല്ലോ. നോക്കട്ടെ, എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. ശരി ഏട്ടാ, ഞാൻ നോക്കട്ടെ എന്നാ. ശരി, ഓക്കെ. ഹലോ, വിഷ്ണു അവിടെയുണ്ടോ? ഹലോ, വിഷ്ണു അവിടെയുണ്ടോ? വിഷ്ണു? ഏത് വിഷ്ണു? ഫോൺ വെക്കടോ. ചേട്ടൻ്റെ മോള് പഠിക്കാൻ എങ്ങനെയാ, മിടിക്കുകയാണോ? എടാ, അവള് പഠിക്കാൻ വലിയ മിടിക്കൊന്നും അല്ലടാ. ഈ പിള്ളേരെ ട്യൂഷൻ വിടാനുള്ള സാമ്പത്തികമൊക്കെ എനിക്കല്ല. ഫോണടിക്കണം. ഹലോ രവി, ഞാനാടാ. അജയ് ചേട്ടാ, PTA മീറ്റിംഗിന്റെ കാര്യം ഓർമ്മയില്ല? ഞാൻ എത്തി. ആരാ വിളിച്ച ചേട്ടാ? നമ്പർ ചേഞ്ച് ചെയ്യണ ആണോ? നേണ്ട 2-2.5 മണിക്ക് സ്കൂളിൽ PTA മീറ്റിംഗ്. ഓ, അത് ശരി. പുള്ളിയുടെ മോളും എൻ്റെ മോളും ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പുള്ളി ഇപ്പോൾ ഒരു 10-10 പേരോട് കാര്യം വന്ന് പറഞ്ഞു. അപ്പൊ ഒരുമിച്ച് പോവാന്ന് കരുതി.
എത്തിയേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മോള് PTA മീറ്റിങ്ങിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അവള് പറഞ്ഞൊന്നുമില്ല, പിള്ളേരല്ലേ മറന്നുപോയി കാണും. ഓ അങ്ങനെ ആയിരിക്കും. എന്നാ ഇതും കൂടെ അടിക്കുക. ആ എന്നാടാ ചേട്ടാ, രവിചേട്ടനും ജയൻ ചേട്ടനും ഉച്ച കഴിഞ്ഞ് PTA മീറ്റിങ്ങിന് പോണ കാര്യമൊക്കെ പറയുന്നുണ്ട്. ജയൻ ചേട്ടൻ രാവിലെ 10 മണിയായപ്പോൾ ഇവിടെ വന്ന് പറഞ്ഞേക്കണമെന്ന്. എടാ നീ അവനെ വിടരുത് കേട്ടോ. എടാ അവൻ പോയി കഴിഞ്ഞാൽ കണിയാവും. നീ രണ്ടെണ്ണോട് ഒഴിച്ചു കൊടുത്ത് നീ അവനെ പിടിച്ചിരുത്ത്. ചേട്ടാ, രവിയേട്ടനെ ഞാൻ ഇവിടെ മയക്കൊക്കെ എടുത്തിട്ടുണ്ട്. പുള്ളീനെ ഇവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്താമെന്ന് കഴിഞ്ഞാലും ജയൻ ചേട്ടൻ അവിടെ ചെല്ലുമ്പോൾ വിഷയാവൂലേ? അവനവിടെ ചെല്ലുമ്പോഴേ ഇവന്റെ കൊച്ചിനെ തിരക്കുവോ? രണ്ടുപേരുടെയും പിള്ളേർ ഒരു ക്ലാസ്സിലല്ലേ ഏട്ടാ പഠിക്കുന്നത്. പുള്ളി എന്നായാലും അവിടെ ചെല്ലുമ്പോഴത്തേക്കും രവിയേട്ടൻ്റെ മോൾ അവിടെ ഇല്ലെന്നുള്ള കാര്യം അറിയൂലേ? അപ്പം മൊത്തം പണി പാളൂല്ലേ ഏട്ടാ? അവനോട് പറയണം കൊച്ചിന്റെ അമ്മ വന്ന കൊച്ചിനെ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് പോയി എന്ന് പറയണം. ശരി ശരി, ഞാനൊന്ന് നോക്കട്ടെ. നീ വന്നോ? വേഗം കഴിഞ്ഞോ? പിന്നെ പരിപാടി മൊത്തം കഴിഞ്ഞു. വല്ലതും നടന്നോ? ഒരു മൊബൈലും ഒരു പേഴ്സും കിട്ടി. ഒരു 10,000 ഉണ്ട്. എന്നാ പോയാലോ? അതിനെന്താ, ഞാൻ അവിടെ കാണാം. ബിജു വീലായിട്ടുണ്ടായിരിക്കും അല്ലേ? അവനെ എപ്പോഴേ വീലായിട്ടുണ്ടാവും. അവനെ വിളിക്കാൻ നോക്കിട്ട് പോണല്ലേ. അപ്പൊ പിള്ളേരുടെ കാര്യങ്ങള്? ഈ പിള്ളേരുടെയാ, അത് ഞാൻ ഡീൽ ചെയ്തോളാം, നീ മേടിക്കണ്ട. അവര് കുറച്ച് കിടന്ന് കറങ്ങട്ടേന്നേ. പൊങ്കച്ചനെയും പൊക്കിക്കൊണ്ട് വന്നതല്ലേ. ഇവനൊന്നും പുറത്ത് പറയാൻ പറ്റില്ല കാര്യങ്ങൾ എന്തൊക്കെയാ എന്താന്ന്. ബിജു ആണെങ്കിൽ അവന് വർക്ക്ഷോപ്പിൽ നിന്ന് വണ്ടി കൊടുക്കാനും പോണില്ല. ഹലോ. ആ എടാ വിഷ്ണു. വിഷ്ണു? ഏത് വിഷ്ണു? വിഷ്ണു അല്ലേ? ഒന്ന് പോടാപ്പേ. ഹലോ ഹലോ. അവന്റെ ഏതോ കൂട്ടുകാരനാന്ന് തോന്നുന്നു. വിഷ്ണുവിനെ അന്വേഷിച്ച് വിളിച്ചത്. ഇവന്റെ പേരപ്പ വിഷ്ണു എന്നായിരിക്കും. ചേട്ടാ, രവിയേട്ടൻ്റെ ഭാര്യ രവിയേട്ടൻ അരമണിക്കൂർ മുമ്പ് വിളിച്ചിരുന്നു. രാവിലെ സ്കൂളിൽ പോയ കുട്ടിയും കൂട്ടി ചേച്ചി ദൂര സ്ഥലത്ത് എവിടെ പോയിരിക്കുകയാണ്. അപ്പം നാളെ സ്കൂളിൽ വന്ന് സാറിനെ കണ്ടോളാന്നാ പറഞ്ഞേക്കണേ. എടാ, നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി വെള്ളം അടിച്ചിരിക്കാനുള്ള ഒരു തള്ളല്ലേടാ അത്? തള്ളോ? കുറച്ചു മുമ്പ് ഞാൻ അവളുമായിട്ട് വഴി വെച്ച് കണ്ടതല്ലേ ഉള്ളൂ. അവള് സൊസൈറ്റി മീറ്റിങ്ങിന് പോകുമായിരുന്നു. ഇന്നലെ വൈകുന്നേരം കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോവാന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. അവളെ വഴിക്ക് വെച്ച് കണ്ടപ്പോൾ അവളെല്ലാം എന്നോട് പറഞ്ഞതാ. അവന്റെ കൊച്ചിന്റെ കാര്യം നോക്കാൻ അവന് നേരമില്ലെങ്കിൽ വേണ്ട, എനിക്കെന്റെ കൊച്ചിന്റെ കാര്യം നോക്കണ്ടേ? ചേട്ടന്റെ മോളും രവിയേട്ടന്റെ കൊച്ചും ഒരു ക്ലാസ്സിലാണോ പഠിക്കുന്നത്? 1ാം ക്ലാസ് തൊട്ട് ഒരുമിച്ച് പഠിക്കണവരാ. ഒരു കണക്കോർത്താ രവിയേട്ടനെയും കൂട്ടി അങ്ങ് പോകാണ്ടിരിക്കുക നല്ലത്. ആളടിച്ച് നല്ല വീല. അത് പിന്നെ എനിക്ക് അറിയാൻ മേലേ. അവനെ ടീച്ചർമാരുടെ കയ്യിൽ നിന്ന് 2 പള്ള് കേൾപ്പിക്കാൻ ഓർത്താ ഞാൻ കൂടെ കൂട്ടാമെന്ന് വെച്ചത്. ഞാനും ഇത്തിരി വെള്ളമൊക്കെ അടിക്കുന്ന ആളാ, പക്ഷെ രവിയേട്ടൻ ഇത്തിരി ഓവറാ. നിന്നെ പോലെയുള്ളവനൊക്കെ വെള്ളം മേടിച്ചോണ്ട് അങ്ങ് ചെല്ലുമല്ലേ, പിന്നെ എങ്ങനെ അവനെ അടിക്കാണ്ടിരിക്കണേ? എന്നാ ശരി. ചേട്ടാ, ഒരു രഹസ്യവിവരം പറയാനുണ്ട്. എന്നടാ? അതീവ രഹസ്യമായിട്ടുള്ള ഒരു കാര്യം ചേട്ടനോട് പറയാനുണ്ട്. എന്നതാടാ? ഞാനിവിടെ കടന്ന് കുറച്ച് കള്ളത്തരൊക്കെ കാട്ടിക്കൂട്ടി. രവിയേട്ടന്റെ മോള് സ്കൂളിൽ പോയിട്ടില്ലെന്നുള്ളത് സത്യം. അതൊരു ചെറുക്കന്റെ കൂടെ വിട്ടുപോയിരിക്കുക. ആരുടെ കൂടെ? നമ്മുടെ ആ ബസ് ഉണ്ടായിരുന്ന ആളില്ലേ ഗോപാലൻ ചേട്ടൻ, അദ്ദേഹത്തിന്റെ ഇളയമോന്റെ കൂടെ. എങ്ങോട്ടാടാ പോയത്? ചേട്ടാ, ബിജുവിന്റെ വർക്ക്ഷോപ്പ് തുറക്കാറില്ല. ബിജുവിന്റെ വർക്ക്ഷോപ്പ് തുറക്കാറില്ല. അവൻ കിട്ടുന്ന കാശിന് വെള്ളം അടിച്ചിടക്കില്ലേ. പുള്ളിനെ കണ്ടിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ? ഒരു മാർഗ്ഗവും ഇല്ല. അവൻ കിട്ടണ കാശിന് ബിവറേജ് പോവുക, 2 അടിക്കുക, കൂട്ടുകൂടി നടക്കുക, ഇത് തന്നെ പരിപാടി. ചേട്ടന്റെ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കൂ. വിളിച്ചു നോക്കാം. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ശരിയേട്ടാ. അപ്പൊ ഗോപാലൻ ചേട്ടനാണ് നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കണതല്ലേ? ശരി ശരി. പിന്നെ ചേട്ടാ, രവിയേട്ടന്റെ സ്വഭാവം അറിയാലോ. കള്ളടിച്ചിട്ട് പുള്ളി ഈ ലോകം മുഴുവൻ പറഞ്ഞു നടക്കും. അതുകൊണ്ട് പുള്ളീനെ ഒന്ന് സോപ്പിട്ട് നിർത്താൻ ഗോപാലൻ ചേട്ടൻ എന്നെ പറഞ്ഞു വിട്ടതാ. ചേട്ടാ, ഇത് ചേട്ടനോട് പറയാണ്ടിരിക്കാൻ നിവൃത്തിയില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ പറയുന്ന.
ചേട്ടൻ ഇത് ആരോടും പറയരുത്. ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് ചേട്ടൻ അറിയാലോ. പോലീസോ നാട്ടുകാരോ വീട്ടുകാരോ അറിഞ്ഞാൽ ആകെ ചളം കൊളാവും. കുഴപ്പമില്ല, നീ പോ. ആ എന്നാ ശരി ചേട്ടാ, ഞാൻ ആ പറഞ്ഞ ശരി പോലെ. ശരി. ചേട്ടാ പിന്നെ ഞാൻ ജയൻചേട്ടനെ കണ്ട്. ഞാൻ പറഞ്ഞ പോലെയൊക്കെ പറഞ്ഞോ? പറയാതെ ഇരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി പോയി ചേട്ടാ. എടാ ഇത് അവരറിഞ്ഞു കഴിഞ്ഞാൽ ആകെ മാറ്റിച്ച് കൊള്ളാക്കൂലേ? സ്കൂളിൽ ചെല്ലുമ്പോൾ പണി വാളാണ്ട് നോക്കണ്ടേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പോയത്. നീ ഏതായാലും രവിയുടെ വീട്ടിലേക്ക് പൊക്കോ. ഞാൻ ആ ജയനെ പോയി ഒന്ന് കാണട്ടെ. ഹലോ, നീ അറിഞ്ഞോ ആ ഗോപാലിന്റെ മകൻ ഒരു പെൺകൊച്ചിനെ കൊണ്ട് ഒളിച്ചോടി? കഷ്ടായി പോയല്ലോ. എടാ, ഇത് ഞാൻ കുറച്ചു മുമ്പ് കേട്ടതാ. ഇനി നീ ഇതും വെച്ച് വലിയ പബ്ലിസിറ്റിക്ക് ഒന്നും പോകണ്ട. അച്ഛൻ എന്നെ ഈ പറയണേ, എന്റെ കുടുംബത്തെ ഏറെ ബുദ്ധിമുട്ടിച്ചതാവൻ. എന്റെ മോളുടെ പുറകെ അവൻ നടന്നതാ. അവനെ ഞാൻ വെറുതെ വിടണമെന്നാണോ അച്ഛൻ പറയണേ? എടാ, നമ്മള് ക്രിസ്ത്യാനികളല്ലേ. ക്രിസ്ത്യാനികളായ നമുക്ക് ഇങ്ങനെ വൈരാഗ്യം വെച്ച് ജീവിക്കാൻ പറ്റൂ? നീ ഇനി ഇതും പറഞ്ഞോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാതെ ഉള്ള നേരത്തെ വീട്ടിൽ പോ ബേബി. വീട്ടിൽ പോണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. ചെയ്യേണ്ടത് എന്താണെന്നും എനിക്കറിയാം. എന്നാ നീ എവിടെയെങ്കിലും പോ. ആ സാറേ, ഇന്ന് ഡ്യൂട്ടിക്ക് പോയില്ലേ? ഇപ്പൊ വന്നോളൂ. സാർ അറിഞ്ഞായിരുന്നോ? എന്താ? നമ്മുടെ ഗോപാലിന്റെ മകൻ വിഷ്ണു രവിയുടെ മകളുമായിട്ട് നാട് വിട്ടുപോയി. എപ്പോഴായിരുന്നു സംഭവം? കുറച്ചു നേരെ ആയുള്ളൂ. ഗോപാലിനെ ഇവർ അറിഞ്ഞോ? അറിഞ്ഞോന്നോ? ഈ നാട്ടിൽ ഈ വിവരം അറിയാൻ ഇനി വേറെ ആരും ഇല്ല സാർ. നമ്മുടെ റിയൽ എസ്റ്റേറ്റ് സാജു അവരെ പുറത്തു വെച്ച് കണ്ടു. സാർ ഈ വാർത്ത വെച്ചൊരു അലക്കലക്കിയ ഗോപാലിന്റെ കയ്യിൽ നിന്ന് ന്യായമായ ഒരു തുക അടിച്ചു മാറ്റാം. സാറൊന്ന് ഫോൺ ചെയ്താൽ മതി. ഗോപാലൻ ലക്ഷങ്ങളായിട്ട് ഓടി വരും. 10ാം ക്ലാസ്സിൽ പഠിക്കണ പെങ്കൊച്ചിനെ കൊണ്ടാ അവൻ ഊരു ചുറ്റാൻ പോയേക്കണത്. ബേബി, എല്ലാ പോലീസുകാരും കാശ് മേടിക്കുന്നവരാന്ന് വിചാരിക്കരുത്. നിങ്ങൾക്കും ഇല്ലേ മക്കൾ? അവര് വേറെ കുഴപ്പത്തിൽ പോയി ചാടുന്നതിന് മുമ്പ് രക്ഷിക്കാൻ നോക്കുകയല്ലേ വേണ്ടത്? എന്നാ പിന്നെ സാറിന്റെ ഇഷ്ടം പോലെ ചെയ്തു. നമ്മുടെ മക്കളും ഇതൊക്കെ കണ്ടല്ലേ സാറ് പഠിക്കാൻ പോണേ. ആ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ചേച്ചി, പൈസ പറ്റില്ല എഴുതിയേക്ക്. കോട്ടപ്പുറത്തിനാണ്. ഞാൻ ആ വഴിക്കാ. എവിടെ പോകാനാ? എൻ്റെ വണ്ടി ഇവിടെ വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വാങ്ങാനാണ്. ആ കേറിക്കോ. ആരംഭം ആരംഭം മിടക്കാറിലൊരാരംഭം, അഴക്കടലിൽ തുഴയെരിയും ചിറിപ്പായും തിരയരികിൽ, കൊടക്കാറിൽ ഇളകിപ്പായും തോണിയിലേറിപ്പായും നീൻ. രവേട്ടോ, ഈ പുള്ളി ഇതെവിടെ പോയി? കാലം തെറ്റും കാലത്തിങ്ങനെ കോലം കെട്ടും മനുഷ്യന്മാർ. നമ്മുടെ ആ രവിചേട്ടൻ എങ്ങാൻ ഇതുവഴി കണ്ടായിരുന്നോ? രവിചേട്ടൻ ആ ജയൻചേട്ടന്റെ വീടിന്റെ പടിക്കേട്ട് പോയിട്ടുണ്ട്. ആ ശരി. കാലം തെറ്റും കാലത്തിങ്ങനെ കോലം കിട്ടും മനുഷ്യന്മാർ, കണ്ണുകൾ മാറാതന്നു വളർത്തിയ കുഞ്ഞു മനസ്സുകൾ ഈ വിധമോ, കണ്ണുകൾ മാറാതന്നു വളർത്തിയ. നീ എങ്ങോട്ട് പോവാ? ഞാൻ ജയൻചേട്ടൻ്റെ വീട് വരെ പോവുക. ഉച്ച കഴിച്ച് PT മീറ്റിംഗ് ഉണ്ട്. അപ്പൊ ജയൻചേട്ടനെ കൂട്ടി അങ്ങ് പോവാന്ന് കരുതി. നീ രണ്ടെണ്ണം അടിച്ചിട്ടുണ്ടല്ലേ? കാര്യമായിട്ടൊന്നുമില്ല. മോക്കടെ കാര്യം വല്ലതും അറിഞ്ഞോ? മോളുടെ എന്ത് കാര്യം? രവേട്ടാ, എന്ത് പരിപാടി കാണിച്ചു? വീട്ടിൽ ഇരുത്തിയിട്ട് പോകുന്ന ആള് ഇങ്ങോട്ട് ചാടി പോകുന്നു. എടാ, നിനക്കറിയില്ല ഇത് PT മീറ്റിംഗ് ഉള്ളതല്ലേടാ. അപ്പൊ ജയൻചേട്ടനെയും കുട്ടി അങ്ങ് പോവാന്ന് കരുതി. മോളുടെ കാര്യമല്ലേടാ, അന്വേഷിക്കാൻ ആരുമില്ലെന്ന് പറഞ്ഞാൽ അത് നാണക്കേടല്ലേ? ഒന്നല്ലെങ്കിൽ അവൾ എൻ്റെ കൂട്ടത്തിലല്ലേടാ നിൽക്കണത്. അല്ല, മോളുടെ കാര്യം എന്താണെന്ന് ചേട്ടൻ പറഞ്ഞത്? മോക്ക് എന്ത് പറ്റാനാ? അത്ര ഗൗരവമുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾ സത്യം പറ, എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നുമില്ല, അത്ര ഗൗരവമുള്ള കാര്യമൊന്നുമല്ല. നീ ശാന്തമായിട്ടിരിക്കും. അങ്ങനെയാണ് ഞാൻ പറയില്ലേ. മോക്ക് എന്നാ പറ്റിയെന്നാ ചേട്ടൻ പറയുന്നത്? കൊച്ചു സ്കൂളിലുണ്ടെന്നേ. ചേട്ടൻ അറിയാലോ, ഞാൻ ജീവിക്കണ എൻ്റെ മോൾക്ക് വേണ്ട. എന്താ കാര്യം പറ. എടാ, അത് വേറൊന്നുമല്ല. നിന്റെ മോളും ഗോപാലിന്റെ മകനും
ഒരു ബൈക്കേ പോണ വേറൊരാൾ കണ്ടു, അത്രയേ ഉള്ളൂ. ഇതാണോ ഏട്ടാ ഇത്ര വലിയ ഗൗരവമുള്ള കാര്യം? ആ കൊച്ചു സ്കൂളിൻ്റെ എന്തെങ്കിലും ആവശ്യത്തിന് ആ ചെറുക്കൻ്റെ കൂടെ ലിഫ്റ്റ് അടിച്ച് പോയിട്ടുണ്ടാവും. ഇത് നാട്ടുകാർക്ക് ഇങ്ങനെ കെട്ടിച്ചമേലാണോ പരിപാടി? ഇത് എവിടെ വെച്ച് കണ്ടെന്ന് ബേബിച്ചേട്ടാ? ആരാ ഇത് പറഞ്ഞത്? അല്ല, എൻ്റെ മോളപ്പം സ്കൂളിൽ പോയിട്ടില്ല. നിന്റെ മോൾ ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല. എടാ, ഇവിടെ അടുത്ത് വെച്ചായിരുന്നെങ്കിൽ ഞാൻ ഓടി വരില്ലായിരുന്നു. ഇത് അകലെ പിറവം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാ. പിറവോ? അതിവിടെ നിന്ന് ഒരുപാട് ദൂരമില്ല. ഏകദേശം ഒരു 100 കിലോമീറ്റർ അകലെയാ. 11 മണിയോടുകൂടി നമ്മുടെ റിയൽ എസ്റ്റേറ്റ് സാജു കാറിലതിലെ സഞ്ചരിക്കുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ റോഡ് സൈഡിൽ നിൽക്കണ കണ്ടു. ഗോപാലൻ ചേട്ടന്റെ ഫോണിൽ നിന്ന് വിളിച്ചപ്പോൾ പയ്യന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. പെണ്ണിന്റെ കയ്യിൽ ഫോൺ ഇല്ലെന്നാ തോന്നണം. അതുകൊണ്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല. സാജുവിന്റെ നമ്പർ ചേട്ടനിലുണ്ട്. സാജുവിന്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ സാജുവിനെ വിളിച്ചിരുന്നു. അവൻ ഇതേക്കുറിച്ച് കൂടുതൽ കാര്യമൊന്നും അറിയില്ല. രവിയുടെ പരിചയത്തിൽ ആരെങ്കിലും അവിടെയുണ്ടോ? ഇല്ല ഇല്ല. ഇതൊക്കെ ഇപ്പൊ നിത്യ സംഭവങ്ങളായി മാറിക്കഴിഞ്ഞു. യാത്രക്കിടയിൽ വല്ല ആക്സിഡന്റും ഉണ്ടായി മരണപ്പെടുവോ വല്ലോ ആണെങ്കിൽ മാത്രമേ നമ്മളൊക്കെ അറിയാറുള്ളൂ. പിന്നെ കോളേജിലും സ്കൂളിലും ഒക്കെ മുഴുവനും ഹാൻസ്, ഹാൻഡ്ബാഗ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. പറഞ്ഞിട്ടെന്താ കാര്യം? കാരണവന്മാർ വിശ്വസിച്ച് പിള്ളേരെ സ്കൂളിലേക്ക് അയക്കും. അവരവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ തോന്നിയ ദിവസം കാണിക്കും. കൊച്ചിനെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലല്ല ഞാൻ അവനെ വീട്ടിൽ കയറി വിട്ടു. 10ാം ക്ലാസ്സിൽ പഠിക്കണ കൊച്ച, അതിനെയും മയക്കെടുത്തതായിരിക്കും. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി ഒരു ആക്രമണത്തിന് തുനിയാതെ നമുക്ക് നമ്മുടെ കൊച്ചിനെ എങ്ങനെ തിരികെ കൊണ്ടുവരാമെന്നതിനെ കുറിച്ച് ആലോചിക്കാം. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാം. ഈ പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ എൻ്റെ പരിചയക്കാരനായ ഒരു പോലീസുകാരനുണ്ട്. ഇപ്പം അതിനൊന്നും തുനിയണ്ട ചേട്ടാ. പിന്നെ കേസായി, കോടതിയായി, പത്രമായി, ആകപ്പാടെ നൂലാമാലകളാ. പിള്ളേർ വൈകിട്ടെങ്ങാനും വരുമെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് അതിനായിട്ട് തിരിഞ്ഞാൽ പോരെ? ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞെന്നേ ഉള്ളൂ. വേണ്ടതുപോലെ ആലോചിച്ച് ചെയ്യാം. ചേട്ടൻ ഇത് എന്ന് വേറെ ആരോടും പറയാനായിട്ട് നിൽക്കണ്ട. അവർ വല്ല വാഗമണ്ണോ മൂന്നാറോ ഒന്ന് ഇറങ്ങിയിട്ടിങ്ങ് പോന്നോളൂ. എന്നാ പിന്നെ ഞാനങ്ങോട്ട് വിവരം അറിയുവാണെങ്കിൽ വിളിച്ചേരെ. ഇത് കേട്ടിട്ട് എനിക്കൊരു സമാധാനം ഇല്ല. എൻ്റെ മോളും മടങ്ങി വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. നിനക്കറിയാലോ, എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കണത്. ചേട്ടൻ സമാധാനപ്പെടുക ചേട്ടാ. അവരെവിടെയും കറങ്ങിയിട്ടിങ്ങ് വരും. വൈകിട്ടിനുള്ളിൽ തിരിച്ചു വന്നോളൂ. നീ വാ. എടാ, ഈ പിറവോന്നൊക്കെ പറയണ ഒരുപാട് ദൂരമല്ലടാ. ഈ മൂന്നാറോ വാഗമണ്ണോ പോകാനായിട്ട് ആ വഴി പോകേണ്ട ആവശ്യം ഉണ്ടാടാ. ചേട്ടാ, എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഈ ഗോപാലൻ ചേട്ടൻ്റെ ബന്ധുക്കളുടെ ഒരുപാട് കടകൾ ഈ കോട്ടയം പാലാ റൂട്ടിലുണ്ടല്ലോ. പിന്നെ അവർക്ക് ഈ ബസ് സർവീസൊക്കെ ഉള്ളതാണല്ലോ. വല്ലോ പണിക്കാരും കാണണ്ടല്ലോ എന്ന് കരുതി ഊടുവഴി കയറിപ്പോയതായിരിക്കും. വിരോധേ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് സ്കൂളിലേക്ക് പോവാം. ചിലപ്പോൾ സാജുവിന് തെറ്റുപറ്റിയാണെങ്കിൽ. ഇല്ല ചേട്ടാ, സാജുവിന് തെറ്റ് പറ്റിയല്ല. ചേട്ടൻ്റെ മകളെ നല്ലതായിട്ട് അറിയാവുന്നതാണല്ലോ സാജുവിന്. വാ, നമുക്ക് വീട്ടിൽ പോവാം. വീട്ടിൽ പോയിരുന്നിട്ട് എനിക്ക് എന്ത് മനസ്സമാനം കിട്ടാനായിട്ടാണ്? എനിക്ക് എൻ്റെ കൊച്ചിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. നീ ഒരു കാര്യം ചെയ്യ്. നീ ആ ഗോപാലിൻ്റെ വീട്ടിലേക്ക് വണ്ടി വിടും. എൻ്റെ കൊച്ചിനെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഉണ്ടല്ല, ഞാൻ എല്ലാത്തിനെയും ശരിയാക്കും. ചേട്ടൻ ഈ വഴിക്ക് കിടന്ന് ഇങ്ങനെ ഒച്ച വെച്ചിട്ട് കാര്യമില്ല. ആ പയ്യൻ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചതിന് ആ കാർന്നവർ എന്ത് പഴിച്ച്. വാ, നമുക്ക് വീട്ടിൽ പോവാം. ചേട്ടൻ വണ്ടിയിലോട്ട് കയറും. ചേട്ടൻ ഇത് ആരെയും വിളിക്കുന്നത്? ഞാൻ എൻ്റെ പെണ്ണും പിള്ളേർ വിളിക്കണതാ. അല്ലെങ്കിൽ ഞാൻ വിളിച്ചവൾ എടുക്കില്ല. വേണ്ട, എടുക്കണ്ട. അവൻ്റെ ഫോണല്ലേ, ഇനി അതൊന്നും എടുക്കണ്ട. കണ്ണനെ വിളിച്ചു പറഞ്ഞോ? അവന്റെ സമയം ബെസ്റ്റ് സമയം. പിള്ളേരെയൊക്കെ പേടിപ്പിച്ച് അവൻ പേഴ്സ് മൊബൈലൊക്കെ എന്തോരം അടിച്ചു മാറ്റിയേക്കണെന്ന് അറിയാമോ? എന്തായാലും കാശ് കുറെ ഉണ്ടാക്കി. ചേട്ടാ, ഈ ബിജുവിന്റെ വർക്ക്ഷോപ്പ് ഇവിടെ അടുത്താ. എന്താ മോനെ കാര്യം? അവിടെ എന്റെ വണ്ടി കേടായിട്ട് ആ ചേട്ടനെ എടുത്തോണ്ട് പോയായിരുന്നു. ഓ, അത് ശരി. ആ ചേട്ടനായിരുന്നോ? ഞാൻ തന്നെയാ. ആ, നിങ്ങൾ പരിചയക്കാരായിരുന്നോ? ഞാൻ പറഞ്ഞില്ല അവർ രണ്ടുപേരെ കണ്ടെന്ന്. അത് ഇവരൊക്കെ ആയിരുന്നു. നിങ്ങൾ എവിടെന്നാ വന്നത്? എങ്ങോട്ടാ പോണ നിങ്ങള്? കൊല്ലത്തുനിന്നാ വരുന്നേ. മൂവാറ്റുപുഴ അവൾക്കൊരു ഓഡീഷൻ ഉണ്ട്, അതിനായിട്ട് പോന്നാ. അവിടെ എത്തിയപ്പോഴത്തേക്കും ബൈക്ക് കേടായി. ബീച്ചേട്ടൻ വന്ന് വണ്ടി എടുത്തോണ്ട് പോയായിരുന്നു.
പിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല. അതാ പിന്നെ ഞാൻ ഇങ്ങോട്ട് നടന്നു പോകുന്നത്. മൂവാറ്റുപുഴയ്ക്ക് പോകാനുള്ള എളുപ്പ വഴി. കൊള്ളാം. എന്താ നിന്റെ പേരെന്നാ? വിഷ്ണു. ആ പെൺകുട്ടി ആരാ? നിന്റെ അയൽവക്കംകാരിയാണോ? അതിന്റെ അമ്മാവന്റെ മോളാ. ആ വെറുതെ നമ്മൾ പിള്ളേരെ സംശയിച്ചു. അതെ അതെ. എന്നിട്ടാ കുട്ടി എന്തി? അവളവിടെ റോഡ് സൈഡിൽ നിർത്തിയേക്കുവാ. ആ ഏരിയ ഒട്ടും ശരിയല്ല. നിനക്ക് അവളെ ഒരു ഓട്ടോ വിളിച്ചു കൊണ്ടുവരാൻ പറയുന്നു. എൻ്റെ ഏട്ടാ, എൻ്റെ ഈ 10 പൈസയില്ല. എൻ്റെ പേഴ്സും മൊബൈലും ഒക്കെ താടിയും മുടിയും വളർത്തിയ ഒരാൾ വന്ന് തട്ടിക്കൊണ്ടുപോയി. ഓ, അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായോ? എൻ്റെ ഏട്ടാ, രാവിലെ തൊട്ട് ഞങ്ങൾ പട്ടിണിയില്ല. വർക്ക്ഷോപ്പുകാരൻ 1000 രൂപ വാങ്ങി പോയതാ. മൊബൈല് പോകുന്നതിന് മുമ്പ് ഞാൻ 2-3 പ്രാവശ്യം വിളിച്ചു നോക്കി. ഫോൺ സ്വിച്ച് ഓഫാ. കാര്യം ആ വണ്ടി എടുത്തോണ്ട് പോയ ബിജു ഇല്ലേ, ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ശിഷ്യനാ. പക്ഷെ കാശ് കൈ കിട്ടിക്കഴിഞ്ഞാ പിന്നെ അവനെ ബ്യൂറേജ് നോക്കിയാൽ മതി. അപ്പൊ വണ്ടി നന്നാക്കാൻ ഒരു സാധ്യതയില്ല. ഒരു സാധ്യതയില്ല. അവന്റെ ഈ ബൈക്ക് വർക്ക്ഷോപ്പ് ഉണ്ടല്ലോ, 2 മാസമായിട്ട് വാടക കൊടുക്കാതെ അടച്ചിട്ടേക്കുക. ഞാൻ സാറേ വിവരം അറിഞ്ഞോളെ സാറിന് അറിയിക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഞങ്ങൾ പോന്നാ. ഈ പയ്യനെ നേരത്തെ അറിയോ? ഇവിടെ അടുത്തുള്ളതാണല്ലോ, സാറിന് അറിയായിരിക്കും. നേരത്തെ ബസ് സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ഗോപാലൻ ചേട്ടന്റെ ഇളയ മോൻ. ഓഹോ, ഗോപാലൻ ചേട്ടന്റെ മകനാണോ? അത് തരക്കേടില്ലാത്ത ഫാമിലിയാണല്ലോ. അങ്ങനെയൊന്നും തരക്കേടില്ല. ഈ പിള്ളേരിങ്ങനെ ഇറങ്ങിപ്പോന്ന് എന്ത് ചെയ്യാൻ പറ്റും? ശ്രുതിയുടെ അച്ഛനും അമ്മയും അറിഞ്ഞോ? അമ്മേനെ വിളിച്ചിട്ട് കിട്ടിയില്ല. അച്ഛൻ പിന്നെ ഓഫായിട്ട് കിടക്കുവാണല്ലോ. അതാണ് ഫാമിലിയിലെ പ്രോബ്ലംസ് ആണ് കുട്ടികളെ ഇങ്ങനെ പലപ്പോഴും തെറ്റായ മാർഗങ്ങളിലേക്ക് നയിക്കുന്നത്. അവര് എങ്ങോട്ടാ പോയെന്ന് വല്ല വിവരവുമുണ്ടോ? അതിപ്പോ കൂടുതൽ അറിവൊന്നുമില്ല. എന്തായാലും ഈ സംഭവം നമുക്ക് അധ്യാപകരൊക്കെ ആയിട്ടൊന്ന് കൂടി ആലോചിച്ചിട്ട് നമുക്കെന്താ ചെയ്യേണ്ടതുള്ളതെന്ന് യുക്തി പോലെ ചെയ്യാം. ചേട്ടാ, മൊത്തം പണി പാളി. ഇനി അറിയാനായിട്ട് ആരുമില്ല. രവിയേട്ടനെല്ലാം അറിഞ്ഞു, ആ ബേബിയുടെ വായിന്ന് എല്ലാം അറിഞ്ഞു. ഇതിനിടയ്ക്ക് ആ ജയൻചേട്ടനും വന്ന് ആ പുള്ളിയും കൊളാക്കി. ഈ രവി എവിടെയാ ഉള്ളത് ഇപ്പൊ? രവി ഇപ്പോൾ വീട്ടിലുണ്ട്. ഞാൻ ഒരെണ്ണമൊക്കെ കൊടുത്ത് ഒപ്പിച്ച് വെച്ചേക്കുക. ആദ്യം പുള്ളി ഒന്ന് പുറത്ത് ചാടിയായിരുന്നു, പിന്നെ ഞാൻ അടക്കി ഒതുക്കി വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. രവിയുടെ പേര് അറിഞ്ഞോടാ ഇത്? അറിഞ്ഞു കാണുമായിരിക്കും. നീ ഒരു കാര്യം ചെയ്യ്, നീ അവിടെ പോയിട്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. നമ്മൾ മാക്സിമം ട്രൈ ചെയ്യണമെന്ന് പറ. ഇത് അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ അറിയിച്ചു കൊടുക്കണോ? എടാ, നമ്മൾ പറഞ്ഞില്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞത് അറിയും. അതിപ്പോ നമ്മൾ പറയണതല്ലേ. എന്നാ ഞാനൊന്ന് പോയി വിവരം പറയട്ടെ. സാറേ, ഇത് അറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പോലീസിൽ റിപ്പോർട്ട് ചെയ്യുന്നതല്ലേ നല്ലത്? ടീച്ചറെ, നമുക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. കാരണം ഇതൊരു പോലീസ് കേസ് ആയാൽ അവരുടെ ഫാമിലിയെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമാവും. സ്കൂളിനെ സംബന്ധിച്ചായാലും വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. നമുക്കൊരു 5 മണി വരെ നോക്കാം. കറങ്ങാൻ പോകണ പിള്ളേരാണെങ്കിൽ ഒരു 5 മണിയാകുമ്പോൾ തിരിച്ചെത്തുമല്ലോ. പോരാത്തിന് പയ്യനാണെങ്കിൽ അറിയപ്പെടുന്ന ഒരു കുടുംബത്തിലുള്ളതാണല്ലോ. സാറേ, ഇപ്പോഴത്തെ പിള്ളേരോട് ഒന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. ലഹരി ഇത്രയും വ്യാപകമായതോടുകൂടി അവരെന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നതെന്ന് ഒന്നും പറയാൻ പറ്റത്തില്ല. നിങ്ങൾ ശ്രുതിയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളല്ലേ? ശ്രുതി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്കൂളിൽ വരാതിരിക്കാറുണ്ടോ? അക്ഷരയുടെ വീടിന്റെ അടുത്തല്ലേ ശ്രുതിയുടെ വീട്? അതെ ടീച്ചർ. ശ്രുതിക്ക് സ്കൂളിന് വെളിയിലുള്ള ആരെങ്കിലുമായിട്ട് കൂട്ടുകെട്ടുള്ളതായിട്ട് അറിയാമോ? ഒരു ചേട്ടനുമായിട്ട് ഇടയ്ക്ക് സംസാരിക്കുന്ന കണ്ടിട്ടുണ്ട്, അല്ലാതെ ഒന്നും അറിയില്ല. മറ്റു കുട്ടികൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും? ഇല്ല സാർ. സാറേ, 2 ആഴ്ച മുമ്പ് 8B പഠിക്കുന്ന കാർത്തിക് എന്ന് പറഞ്ഞ കുട്ടിക്ക് പുറത്തുനിന്നൊരു ചേട്ടൻ എന്തോ പൊതി കൊണ്ട കൊടുത്തു. പിന്നെ 2 ചേട്ടന്മാര് ബൈക്കിൽ വന്ന് അത് തട്ടിപ്പറിച്ചുകൊണ്ടുപോയി. നിങ്ങൾ എന്നിട്ട് എന്താ ഈ കാര്യം ഇതുവരെ സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യാതിരുന്നത്? അത് പിന്നെ കാർത്തിക് എന്തേലും പറയുന്നു പേടിച്ചിട്ടാ. ശരി, ക്ലാസ്സിലേക്ക് പോകോ. സാറേ. സാറ് സ്റ്റാഫ് റൂമിലുണ്ടോ? ഞാൻ ക്ലാസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. 8Bയിലെ കാർത്തിക്കിനും കൂട്ടുകാർക്കും എന്തോ ഡ്രഗ്സിന്റെ ഇടപാടുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ അവരെ ഒന്ന് വിളിച്ച് സാറൊന്ന് സംസാരിക്കുമോ? ഞാനിപ്പോ തന്നെ പോവാം സാറേ. ഓക്കെ, ഞാൻ വിളിച്ചോടാം. ഓക്കെ സാറേ. കാർത്തികിനെയും ചിത്തുവിനെയും ഞാൻ മുമ്പ് പല സ്ഥലത്തും വെച്ച് കണ്ടിട്ടുണ്ട് സാറേ. ഒരുപക്ഷെ ഈ ഇടപാടുമായിട്ട് കറങ്ങണമായിരിക്കും അവര്. പക്ഷെ മറ്റു പല സ്കൂളുകളും കേട്ടിട്ടുണ്ടെങ്കിലും നമ്മളെടുത്ത് ആദ്യമല്ല സാറേ. ഈ ശ്രുതിയുടെ കാര്യത്തിൽ ഗൗരവമായിട്ട് എടുക്കണ്ടാണല്ലോ. ആ കൊച്ചിന്റെ കൂടെ പോയ പയ്യനെ സാർ അറിയോ? അവനാ പഴയ നമ്മുടെ വിഷ്ണു ട്രാവൽസ് അല്ലേ, ഇതിന്റെ ഉടമസ്ഥനാ ഗോപാലൻ. അയാളുടെ ഇളയ മകനല്ലേ. പയ്യനെങ്ങനെ ചെറുപ്പാ? ഇവിടുന്ന് 10-26 വയസ്സുണ്ട്. കാശിൽ കിടന്ന് വളഞ്ഞു വളർന്നവനല്ലേ സാറേ. സകല ദൂഷ്യങ്ങളും ഉണ്ട് അവന്. നാട്ടുകാരെ അറിയണതിന് മുമ്പ് ഇവരെ തിരിച്ചുകൊണ്ടതിൽ പ്രശ്നമാവൂലോ സാറേ. അതുപോലെ പിള്ളേരെ ഭാവിയും പോകൂലേ? വാടാ. വന്നല്ലോ. നീ കാർത്തിക് 8Aയിലെ. നീ വന്നേ. നിനക്ക് പുറത്തുനിന്ന് ആരെങ്കിലും എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടു തരണ്ട? നിന്റെ പേരെന്നാടാ? എന്റെ പേര് ജിത്തു. നിനക്ക് പുറത്ത് ആരെങ്കിലും കണക്ഷൻ ഉണ്ടാ? ഇല്ല സാറേ. സ്കൂളിൽ പുറത്തുനിന്ന് ഒരാൾ നിന്നെ കാണാമെണ്ടല്ലോ. ആരാ അത്? ആരുമില്ല. വേറെ നിന്നെ നോക്കട്ടെ.
ആരാ നിനക്ക് തന്നത്? അറിയില്ല സാർ. ഇതെന്താ ഇത്? അറിയില്ല സാറേ. പറയടാ. അറിയില്ല സാറേ. നീ വന്നടാ. ആ കൊള്ളാലോടാ, മൊബൈല്, പൊതി, നല്ല സെറ്റപ്പ് ആണല്ലോടാ. ആരാ തന്നത്? അറിയില്ല സാറേ. അറിയില്ല. പറയടാ, അല്ലെ പോലീസിൽ ഏൽപ്പിക്കും. പറയടാ. മണിയൻ ചേട്ടൻ. നീ അവനെ വിളിച്ചിട്ട് സാധനം എത്രയും പേര് എത്തിക്കാൻ പറ. തീർന്നു പോയിന്ന് പറ. ആ ചേട്ടൻ വരുന്നുണ്ട്. എവിടെയായിരുന്നടാ? വെളിയിലേക്ക് വരായിരുന്നില്ല, ഇവിടെ തന്നെ നിന്ന് കളഞ്ഞ. അവിടെയൊക്കെ പരിചയക്കാരാ. ശരി ശരി, കാശിട്. വളരെ സൂക്ഷിച്ചോളണം, ഒരു കാരണവശാലും പിടികൊടുക്കും. പിടിച്ചോ. നിന്നെ കൊണ്ടാനുള്ള സ്ഥലം ഞങ്ങൾ പറഞ്ഞുതരാം. വാടാ ഇങ്ങോട്ട്. പിടയ്ക്കാതെ നടക്കടാ അങ്ങോട്ട്. കഞ്ചാവിന്റെ പരിപാടിയായിട്ട് സ്കൂളിലേക്ക് ഇറങ്ങണം അല്ലേ? ഇവിടെ ഇരിക്കി. നീ അവിടെ ഇരിക്കേട്ടാ. എത്ര കാരണന്മാർ എന്ത് പ്രതീക്ഷയോടുകൂടി പിള്ളേരെ സ്കൂളിലേക്ക് വിടണമെന്ന് അറിയാം. ഇനി കുറെ ആളകത്ത് പോയി കിടക്ക്. ഞാൻ സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിക്കട്ടെ. ഹലോ, എന്നാ വീട്ടേടാ? സജി, നമ്മുടെ ബിജുവിന്റെ വർക്ക്ഷോപ്പ് അന്വേഷിച്ചേ ഒരു പയ്യൻ ഇതിൽ കിടന്ന് കറങ്ങണ്ടല്ലോ. ആ ബിജു ഇവിടെ ഇല്ലെന്ന് അറിഞ്ഞപ്പോൾ അവൻ നേരെ കോട്ടപ്പുറം ജംഗ്ഷനിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ അറിഞ്ഞായിരുന്നു. അവന്റെ കൂടെ ഒരു പെങ്കൊച്ചു ഉണ്ടെന്നാണ് അവിടെ കേട്ടത്. അവനിപ്പോ നമ്മുടെ നിരീക്ഷണത്തിലെ ചേട്ടാ. നമ്മുടെ ടീമെല്ലാം കൂടെ അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയാണോ ആ പയ്യനെ ചുറ്റിക്കാൻ? ജീവിച്ചു പോകണ്ടേ ചേട്ടാ, തൊഴിലിപ്പോ ഇതായി പോയില്ലേ. അവനും താമസിയാൻ നമ്മുടെ കൂട്ടത്തിലാവും. ആണോ? ഈ സാധനം കൊണ്ടേ കൊടുക്കാൻ പിള്ളേര് വേണ്ടേ? ആ എന്നാ ശരിടാ. ചേച്ചി, എന്നെ മനസ്സിലായോ? അറിയാം. പേര്? എന്റെ പേര് വിനോദ്. ഞാൻ രവിയേട്ടന്റെ ഒരു സുഹൃത്താ. ഓ, മനസ്സിലായി. അല്ല, ചേച്ചി ഇന്ന് അംഗനവാടി പോയില്ലേ? ഇന്ന് ലീവായിരുന്നു. രവിയേട്ടൻ പറഞ്ഞിട്ടാ ഞാൻ വന്നത്. ചേച്ചീനെ രവിയേട്ടൻ വിളിച്ചാ ഫോൺ പോലും എടുക്കാറില്ലല്ലോ. പുള്ളിക്ക് തോന്നുന്നുണ്ടാവും ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് പോയി നിൽക്കണമെന്ന്. ഇതല്ല ചേച്ചി, ഞാനൊരു ഗൗരവമുള്ള കാര്യം പറയാനായിട്ട് വന്നതാണ്. നിങ്ങളുടെ മോള് ശ്രുതിയില്ലേ, അത് നമ്മുടെ ഒരു പഴയ ബസ് മുതലാളിയില്ലേ ഗോപാലൻ ചേട്ടൻ, പുള്ളിയുടെ മകനുമായിട്ട് എങ്ങോട്ടോ ഒളിച്ചോടി പോയിട്ടുണ്ട്. അത് പറയാനായിട്ടാണ് ഞാൻ വന്നത്. ചേച്ചി അതിനെക്കുറിച്ച് ടെൻഷനാകുമൊന്നും വേണ്ട. വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ചേച്ചി ടെൻഷൻ അടിക്കുമൊന്നും വേണ്ട. സ്കൂളിൽ പോയില്ലേ? സ്കൂളിൽ ചെന്നിട്ടില്ല. ഞാനത് അറിയിക്കാനായിട്ടാണ് വന്നത്. ചേച്ചീനെ എത്ര പ്രാവശ്യം വിളിച്ച്, ചേച്ചി ഫോൺ എടുത്തില്ലല്ലോ. ചേച്ചി വിഷമിക്കണ്ട ചേച്ചി, ഞങ്ങൾ അന്വേഷിക്കാനുണ്ട്. എന്ത് വിവരം കിട്ടിയാലും ഞങ്ങൾ അപ്പം അറിയിക്കാം. ശരി. ചേട്ടനവരെ കാണുമ്പോൾ അവർ വഴി സൈഡിൽ നിൽക്കുമായിരുന്നു. കണ്ടപ്പോൾ തന്നെ എന്നെ വരും വിളിച്ചു. ജയൻചേട്ടന്റെ മോളും ശ്രുതിയും ഒന്നിച്ചാ സ്കൂളിൽ പോണത്. ഇന്നവള് 7 മണിയായപ്പോളെ ഭാഗം എടുത്ത് പോയിന്ന് അറിയാൻ കഴിഞ്ഞത്. പ്രായപൂർത്തിയാകാത്ത കുട്ടിയായതുകൊണ്ട് കോംപ്ലിക്കേറ്റഡ് കേസാണ്. അധികം വൈകാതെ കുട്ടിയായിട്ട് തിരിച്ചു വന്നാൽ മതിയായിരുന്നു. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാനൊരാള് എവിടെ പോയി അന്വേഷിക്കാനാ? എൻ്റെ കൈയും കാലും വിറയ്ക്കണു. പിന്നെ രവി വിളിച്ചായിരുന്നു. അത് പറയാതിരിക്കുക നല്ലത്. നീ അതിന്റെ വിവരം അറിഞ്ഞ് അതിനും വെള്ളം അടിക്കാൻ കാശ് വെച്ച് വരും. എന്നായിക്കോട്ടെ, എന്തൊരു വിവരം ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ശരി. ഹലോ സിന്ധു, തൃപ്പൂണിത്തറയല്ലേ നിന്റെ വീട്? ആ അതെ, തൃപ്പൂണിത്തറയാണ്. ആ, തൃപ്പൂണിത്തറയ്ക്ക് അടുത്തല്ലേ പിറവെന്ന് പറയുന്ന സ്ഥലം? ഇവിടുന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് എത്താം. എന്താ സിന്ധു? അതെ, മോള് ശ്രുതി ഇന്ന് സ്കൂളിൽ ചെന്നിട്ടില്ല. അതെ, അവള് ഇവിടെ അടുത്തുള്ളൊരു പയ്യനുമായിട്ട് അവളെ അവിടെ വെച്ച് കണ്ടു എന്ന് പറയണു. നിനക്കൊന്ന് അന്വേഷിക്കാൻ പറ്റുമോ? ഏട്ടൻ്റെ പെങ്ങടെ മകൻ അവിടെ അടുത്താണ്. ഞാൻ വിളിച്ചു നോക്കട്ടെ. അവൻ ഉച്ച കഴിഞ്ഞാണ് ഡ്യൂട്ടിക്ക് പോവാറ്. അവൻ സ്ഥലത്തുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു വിട്ടോളാം. ഏതായാലും നീ അവളുടെ ഫോട്ടോ എൻ്റെ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തേക്ക്. ശരിയടി, എന്നാൽ ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് വിളിക്കാം. ശരി, ഓക്കെ. ഹലോ, എന്താ അമ്മായി? എടാ നിവിനെ, നീ എവിടെയാ? ഞാൻ ജോലിക്ക് പോകാണ്ട് ഇറങ്ങിയത്. ഇവിടെ വീടിനടുത്ത് തന്നെയുണ്ട്. എടാ ഞാൻ വിളിച്ചതേ എൻ്റെ കൂട്ടുകാരിയുടെ മകള് സ്കൂളിലേക്കാണെന്ന് പറഞ്ഞു പോയതാ.
ഇപ്പോൾ പിറവത്ത് വെച്ച് ഒരു ആൺകുട്ടിയുടെ കൂടെ കണ്ടതായിട്ട് വിവരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നീ അവിടം വരെ ഒന്ന് പോയിട്ട് അന്വേഷിക്കണം. ഞാൻ അവളുടെ ഫോട്ടോയും അഡ്രസ്സും അയച്ചു തരാം. ശരി അമ്മായി. ശരി, നീ അവിടെ ചെന്നിട്ട് ഒന്ന് വിളിക്ക്. ഓക്കെ. നീ തിന്നാതെയും കുടിക്കാതെ ഇരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? മറ്റുള്ളവരെ കുറിച്ച് എന്തെങ്കിലും ചിന്തയുണ്ടായിരുന്നെങ്കിൽ അവൾ ഈ പണി ഒപ്പിക്കുമായിരുന്നോ? പുള്ളിയുടെ അടുത്ത് നിൽക്കുമ്പോൾ അവൾക്ക് സർവ്വ സ്വാതന്ത്ര്യമാണ് ചാ. അതുകൊണ്ടല്ലേ അവൾ ഈ കുരുത്തുകേടൊക്കെ കാണിക്കണേ. ആരെങ്കിലും ഒന്ന് ഫോൺ വിളിച്ചാലോ ഒന്ന് നേരിട്ട് സംസാരിക്കുമ്പോഴോ ഒക്കേത്തിനും ആരെങ്കിലും ഒരു നിയന്ത്രണം വെക്കാനുണ്ടോ? അത് നേരാ. അവന് ഈ മൂക്കറ്റം കുടിയും കഴിഞ്ഞിട്ട് അവളെ നിയന്ത്രിക്കാനൊക്കെ കഴിയുമോ? പിന്നെ ഇതിൽ അപ്പുറം വന്നില്ലെങ്കിലേ അതിശയുള്ളൂ. ഇവളിത് എങ്ങോട്ട് പോയി എതിലേ പോയി എന്ന് ഒരു പിടുത്തവും ഇല്ലല്ലോ. ഞാൻ ഇനി എവിടെ പോയി അന്വേഷിക്കാനാ? ഇനി അവള് വല്ലവരും കൂടെ ഒളിച്ചോടി പോയതാണോ മോളെ? ഓരോ സ്ഥലത്തുനിന്നും എന്തോരം വാർത്തകളാ കേൾക്കണേ. അച്ഛനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്റെ ടെൻഷൻ എനിക്കറിയാം. അതിനിടയ്ക്കാ ഇതുപോലുള്ള വർത്തമാനങ്ങള്. ഞാനേ കുറച്ച് പച്ചക്കറി മേടിക്കാനായിട്ട് വന്നു. ചേട്ടനെ കണ്ടത് നന്നായി. ഇന്നും തൊട്ടുപാടത്ത് പിടിച്ചോറി ഉണ്ടായി. പത്തനംതിട്ടന്ന് 2 പിള്ളേർ അവിടെ വന്നു. അവരുടെ ബൈക്ക് അവിടെ വെച്ച് കേടായി. ആ ബൈക്ക് അവിടെ നന്നാക്കാനായിട്ട് കൊടുത്തിട്ട് അവരവിടെ വെയിറ്റ് ചെയ്യുമ്പോഴാണ് കണ്ണൻ അതിലേ വന്നത്. നമ്മുടെ നാടിനാകെ നാണക്കേടാണ്, മോശാണ്. ഞാനത് അറിഞ്ഞായിരുന്നു. കണ്ണനായിട്ട് ഞാനിപ്പോ അത്ര നല്ല ടൈംസിലല്ല. പിന്നെ സജീനെ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ. എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ആയിക്കോട്ടെ. ഗൗരവമായ ഒരു കുറ്റമാണ് ആ പയ്യൻ ചെയ്തത്. ആ പെൺകൊച്ചിന്റെ ഭാവി എന്താവും? ഈ ഇത്തിരി ഇല്ലാത്ത പെൺകുട്ടിയും കൊണ്ടാണോ അവൻ ഊരിയിറ്റാൻ പോണേ? അതുകൊണ്ട് ഇവനെ ജയിലിൽ പിടിച്ചിടുന്ന ആ ബുദ്ധി. ഒരു കാരണവശാലും അവന് മാപ്പ് കൊടുക്കരുത്. എന്തായാലും വൈകുന്നേരം വരെ നോക്കാം നമുക്ക്. എന്നിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യാം. അവളാണെങ്കിൽ ഇറങ്ങി പോയിട്ട് എങ്ങോട്ടാ പോയെന്ന് ഒരു പിടിയില്ല. അങ്ങനെ പോയിട്ട് എന്താ കാര്യം ഇരിക്കണേ? എത്താ കരയെ കിടക്കണ പെണ്ണിനെ ഇവിടെ ഇറങ്ങിപ്പോയി നോക്കിയാൽ കിട്ടുമോ? എന്തൊക്കെയാവോ, എവിടെ ചെന്ന് അവസാനിക്കുന്ന ഒരു പിടിയില്ല. എന്നാ ചെല്ല്, ഞാൻ വിളിക്കാം. ഹലോ, ഞാനൊരു കാര്യം കേട്ടായിരുന്നു. ഞാനിപ്പോ എന്താ പറയണ്ടേന്ന് എനിക്കറിയില്ല. വിവരം അറിഞ്ഞ ഉടനെ പിള്ളേരെ അന്വേഷിക്കാനായിട്ട് ഞാൻ ആള് വിട്ടിട്ടുണ്ട്. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ അറിയിക്കാം കേട്ടോ. ശരി എന്നാ. ഞാൻ ഇത് നേരത്തെ അറിഞ്ഞതാ. അവള് പോണേ പോട്ടെ, നീ നിന്റെ കാര്യം നോക്കി ജീവിക്കാൻ നോക്ക്. അതെന്താ ചേട്ടൻ അങ്ങനെ പറയുന്നേ? വേലി ചാടിപ്പോയവള് പോയ വഴിക്ക് പോട്ടെന്നേ. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിനക്ക് അതല്ലേ നല്ലത്. അല്ലാതെ അവളെ അന്വേഷിക്കാൻ പോയേ എവിടെ പോയി തിരക്കാനാ? നീ ഇനി സുഖമായിട്ട് ജീവിക്കാൻ നോക്ക്. എന്റെ മോളല്ലേ, അവളെ കാണാതിരിക്കുമ്പോൾ അവസ്ഥ എനിക്കേ അറിയൂ. ടെൻഷനൊക്കെ 2 ദിവസം കൊണ്ട് അങ്ങ് പോകുന്നേ. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ളവര് നിനക്കറിയാലോ. അതുകൊണ്ട് ഇനി മോളെ നോക്കിയിരുന്ന് നീ വെറുതെ സമയം കളയണ്ട. നമുക്ക് അമ്പലത്തിൽ പോവാം, അവിടെ വെച്ച് മാലയിടാം. നീ എന്റെ കൂടെ പോര്, നമുക്ക് സുഖമായി ജീവിക്കാനേ. പിന്നെ ഇതിനുള്ള മറുപടി ഇപ്പൊ ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല. ഒരമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനെ പറ്റിയുള്ള വേവലാതി എന്താണെന്ന് നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങളോടൊക്കെ സഹായം ചോദിക്കാൻ വന്ന എന്റെ ഗതികേടിനെ പറഞ്ഞാൽ മതിയല്ലോ. പോവാണോ സിന്ധു? സിന്ധു, എടി, ഇതും പറഞ്ഞ് നീ ഇങ്ങോട്ട് വിളിക്കണ്ട, ഇങ്ങോട്ട് വരാനും നിൽക്കണ്ട. അവളെ തോന്നും പോലെ കയറൂരിട്ടിട്ട് പിന്നെ പറഞ്ഞിട്ടെന്താ കാര്യം? എന്തേലും വിവരം കിട്ടിയാൽ ഞാൻ അറിയിക്കാം. നീ എൻ്റെ സ്വന്തക്കാരിയാണെന്ന് പറഞ്ഞാൽ എനിക്കത് നാണക്കേടാ. ഇതുവഴി ആരെയും കണ്ടില്ലല്ലോ. ഓ ശരി എന്നാ. സൂര്യകിരണമായി
പിള്ളേർ വർക്ക്ഷോപ്പിലേക്ക് പോകണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ബിജുവിൻ്റെ കട ഇവിടെ അടുത്താണ്. വർക്ക്ഷോപ്പിൽ നിന്ന് പറയാന്നേ ഉള്ളൂ. വർക്ക്ഷോപ്പ് ഇപ്പോൾ തുറക്കുന്നില്ല. സൈഡിൽ ഇരുന്നുള്ള പണിയുള്ളൂ. ഒരു കുപ്പി കിട്ടിക്കഴിഞ്ഞാൽ ബിജുവിനെ പിന്നെ നോക്കേ വേണ്ട. ഇവിടെ അടുത്താണല്ലോ, അവിടെ ചെന്നൊന്ന് നോക്ക്. ശരിയെന്നാ. കാർത്തികിന്റെ അച്ഛനല്ലേ? അതെ സാറേ. ഞാൻ വിളിപ്പിച്ചതേ കാർത്തികിന്റെ കയ്യിൽ നിന്ന് കുറച്ച് ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. അതേക്കുറിച്ച് സംസാരിക്കാനാ. ടെൻഷൻ അടിക്കണ്ട. കുട്ടികളുടെ ഇടയിൽ ഇതിപ്പോൾ വ്യാപക. മനസ്സിലായി. ഇത് കൊണ്ടുവന്ന് കൊടുത്തവനെ ഞങ്ങൾ പൊക്കിയിട്ടുണ്ട്. പിന്നെ ഇവൻ വീട്ടിൽ വരുമ്പോൾ ഇവന്റെ ബാഗും സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്യാറുണ്ടോ? അതേക്കുറിച്ച് ചോദിച്ചാൽ ജോലിത്തിരക്ക് കാരണം എനിക്ക് അവൻ്റെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റാറില്ല സാറേ. എല്ലാ കാര്യങ്ങളും ഭാര്യയാണ് നോക്കുന്നത്. അവൾ ബാഗ് നോക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. അതാണ് പ്രശ്നം. നിങ്ങൾ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കാത്തതാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം. പിള്ളേർ വീട്ടിൽ വന്നാൽ അവരെന്തെല്ലാം ചെയ്യുന്നു, അവരേത് മുറിയിൽ ഇരിക്കുന്നു, ആരുമായിട്ട് സംസാരിക്കുന്നു, മൊബൈലിൽ എന്താണ് ചെയ്യുന്നത്, ആരൊക്കെയാണ് ഫോൺ ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. സാറേ, ഒരു അഭ്യർത്ഥനയുണ്ട്. ഇതേക്കുറിച്ച് ആരോടും പറയരുത്. അറിഞ്ഞാൽ ഞങ്ങൾക്കും പ്രശ്നമല്ലേ? സ്കൂളിന് മോശമാണ്, അതാണ് നിങ്ങൾ നേരിട്ട് വിളിപ്പിച്ചത്. പിന്നെ ഞങ്ങൾക്കും ചെയ്യാവുന്നതിൽ ഇതിൽ പരിമിതിയുണ്ട്. ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങളും ഇതിൽ കൂടുതൽ ശ്രദ്ധിക്കണം. പിന്നെ രക്ഷകർത്താക്കളാണ് ഈ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. ഇത്തവണത്തേക്ക് ഞാൻ അവൻ്റെ കേസിൽ ഒരിളവ് കൊടുത്ത് വിടുകയാണ്. ഇനി അവൻ്റെ എല്ലാ കാര്യങ്ങളിലും വീട്ടിൽ നിങ്ങൾ അച്ഛനും അമ്മയും കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. സാറേ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇനി അവൻ്റെ എല്ലാ കാര്യവും ഞാൻ നോക്കിക്കോളാം. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ. ശരി. ശരി സാറേ. ഒരു പിടുത്തം കിട്ടിയില്ല. പലരോടും അന്വേഷിച്ചിരിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞിട്ട് വിളിക്കാം. ആ ഓക്കെ. എന്താ അവിടെ നിൽക്കണേ? ചേട്ടാ, ഞാൻ തൃപ്പൂണിത്തുറയിൽ നിന്ന് വരുന്നത്. എൻ്റെ റിലേഷനിൽപ്പെട്ട രണ്ടുപേരെ കാണാതെ പോയിട്ടുണ്ട്. ഒരു ചെറുക്കനെ ഒരു പെണ്ണിനെ. ഈ ഫോട്ടോയിൽ കാണുന്നവരാ. ഇവരെ കണ്ടുപിടിച്ചുണ്ടോ? ഞാൻ കുറെ നേരം തോമസ് കുട്ടി ചേട്ടനെ വിളിക്കാൻ ട്രൈ ചെയ്തായിരുന്നു. വിഷ്ണുവേട്ടൻ ചേട്ടനെ വിളിച്ചെന്ന് കേട്ടല്ലോ. എന്നെ ഒരാളെ വിളിച്ചിട്ട് ഇങ്ങനെ അവിടെ വണ്ടി ഏടായി വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പോ എല്ലാരും ടെൻഷൻ അടിച്ചിരിക്കുവാണ്. ചേട്ടൻ്റെ കയ്യിൽ വിഷ്ണുവേട്ടൻ നമ്പർ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് അയക്കാവോ? എൻ്റെ നമ്പറുണ്ട്, ഇപ്പൊ തന്നെ അയക്കാം. എല്ലാരും കരുതുന്ന പോലെ അത് ഒളിച്ചോട്ടൊന്നും ആയിരിക്കത്തില്ല. ആ കുട്ടീനെ വല്ല സ്ഥലം കാണിക്കാൻ കൊണ്ടുപോയതായിരിക്കും. എന്നെ ഏതാന്ന് ആർക്കറിയാം. ഞാനിപ്പോ വിളിക്കാവേ. എന്താ സാറേ? നീ ആ വിഷ്ണുവിന്റെ കൂട്ടുകാരനല്ല? അതെ. അവൻ ഏതോ ഒരു പെൺകൊച്ചിനെ അടിച്ചോണ്ട് പോയതായിട്ട് അറിഞ്ഞല്ലോ. അവരിപ്പോ എവിടെയാ? അവർ ഈ മൂന്നാർ പോണ വഴിക്ക് പിറവത്തിനടുത്ത് വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് പെട്ട് കിടക്കുക. സ്റ്റേഷനിലെ വിവരം അറിഞ്ഞിട്ടുണ്ട്. പെൺകൊച്ചിന്റെ വീട്ടുകാർ കംപ്ലൈന്റ് തന്നിട്ടുണ്ട്. ഞാൻ തൽക്കാലം പെൻഡിങ് വെച്ചേക്കുക. ഉടനെ അവനോട് ഹാജരാവാൻ പറ. പ്രായപൂർത്തിയാകാത്ത പെൺകൊച്ചിനെ കൊണ്ട് നടന്നുള്ള കാര്യം അറിയാലോ. പോക്സോ കേസിൽ അകത്തായ ഉടനെ അങ്ങ് പുറത്തിറങ്ങാൻ പറ്റില്ല. അവനോട് ഉടനെ ഹാജരാവാൻ പറ. ആ ശരിയെന്നാ. എന്നെ മനസ്സിലായില്ലേ? പിന്നെ കൃഷ്ണനെ അറിയില്ലേ? എത്ര കാലമായിട്ട് അറിയണ ഞാൻ. അപ്പൊ പെങ്കൊച്ചിന്റെ കാര്യം എന്തായി? ശ്രമിച്ചോണ്ടിരിക്കുക കൃഷ്ണ. അവന്റെ ഫോൺ നമ്പർ ഒന്ന് കിട്ടട്ടെ. 10ാം ക്ലാസ്സിൽ പഠിക്കണ പെങ്കൊച്ചിനെ കണ്ട അവൻ പോയേക്കണേ. എന്റെ കൃഷ്ണ, നമ്മൾ മനഃപൂർവ്വം ചെയ്യണമല്ലോ ആണോ? നമ്മൾ അറിഞ്ഞോണ്ട് ചെയ്യണമെന്നും അല്ലല്ലോ. ഇന്നത്തെ തലമുറ നമ്മൾ പിടിച്ചാൽ കിട്ടണടുത്ത് ചെയ്യണമെന്നും അല്ല. ഇത് കേട്ടപ്പോൾ മുതലേ നമുക്ക് അസ്വസ്ഥതയാണ്. എത്രയും വേഗം കണ്ടുപിടിക്കേണ്ടത് നിങ്ങളെക്കാളും കൂടുതൽ ആവശ്യം നമ്മുടെ. എന്നായാലും സന്ധ്യയ്ക്ക് മുമ്പ് പെണ്ണിനെ എവിടെ എത്തിക്കണം, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ചേട്ടാ, ഇതന്നെ ഇവിടെ. വിഷ്ണുവിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ടേ എന്തോ ഒരു പന്തികേട് തോന്നി. അതുകൊണ്ട് ജയ്സനെയും കൂട്ടി അവിടം വരെ ഒന്ന് പോകാന്ന് വെച്ചിറങ്ങിയതാ. ഇവിടം വരെ വന്നപ്പോഴത്തേക്കും ആകെ ഒരു അസ്വസ്ഥതയും തലകറക്കവും. ഞാൻ നിന്നെ 2-3 തവണ ഫോൺ വിളിച്ചായിരുന്നു. വിളിച്ചായിരുന്നോ? ഞാനിപ്പോൾ ജയ്സനെ വിളിച്ചിട്ടുണ്ട്. അവനിക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അവനെ കൊണ്ട് ആശുപത്രി വരെ ഒന്ന് പോകാമെന്ന് കരുതിയിരിക്കുക. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. ചേട്ടൻ എന്നായാലും ഹോസ്പിറ്റലിൽ പോകും. ഈ വയ്യായികം വെച്ച് പർവ്വത്തിന് പോകണ്ട. പർവ്വത്തിന് എന്നാ ഞാൻ പോകാൻ ചേട്ടാ. ഉച്ചയാകുമ്പോൾ ട്രെയിൻ ഉണ്ടല്ലോ. വണ്ടി ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ട്രെയിന് പൊക്കോളാം ചേട്ടാ. എന്നാൽ ഞാൻ ആ വിജയനെ വിളിച്ചു പറയാം. അവനവിടെ ഉണ്ടല്ലോ. അപ്പൊ പുള്ളി വേണ്ട സൗകര്യമൊക്കെ ചെയ്തു തരും. ആയിക്കോട്ടെ. ഞാൻ അവിടെ ചെന്നിട്ട് ചേട്ടനെ വിളിച്ചോളാം. ശരി ശരി.
ചേട്ടാ ഈ വർഷോപ്പുകാരൻ ബിജുവിനെ കണ്ടായിരുന്നോ? അവൻ ആ ആറ്റുതീരം പാർക്കിൻ്റെ അവിടെ കാണും. അവിടെ ആ നോക്കിയാൽ ഭാഗത്താണല്ലേ? ശരി ചേട്ടാ, എന്നെ ആറ്റുതീരം പാർക്കിൻ്റെ അവിടെ നിന്ന് ഇറക്കാമോ? ആ വഴിക്കാ കയറിക്കോ. താങ്ക് യു ചേട്ടാ. ഓക്കെ. അവനെ തപ്പി ഇതിലേ വന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നണില്ല. ഏതായാലും നോക്ക്. ഏതായാലും ഞാനൊന്ന് നോക്കട്ടെ. ഹലോ. ആ വിജയ, ഞാൻ വിഷ്ണുവിനെ ഫോൺ ചെയ്തിട്ട് അവനല്ല ഫോൺ എടുക്കണത്, വേറെ ആരോ എടുക്കണത്. എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നണം. അങ്ങനെ തോന്നിയോ? എനിക്കാണെങ്കിൽ അവിടം വരെ വരാനുള്ള ശാരീരിക സുഖവും ഇല്ല. ഞാൻ ഇവിടുന്ന് വിനോദം എന്ന് പറഞ്ഞൊരു പയ്യനെ അങ്ങോട്ട് പറഞ്ഞു വിടാം. അവനെ വേണ്ട സൗകര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കണം കേട്ടോ. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. എൻ്റെ നമ്പർ കൊടുത്തിട്ട് വിളിക്കാൻ പറയും. എന്നാ മഹേഷേ? ചേട്ടൻ അയച്ചെന്ന ഫോട്ടോ ഞാൻ കണ്ടായിരുന്നു. ഇവരെയും രാവിലെ കണ്ടാ ചേട്ടാ. ഇവനാന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പൊ ഫോട്ടോ കണ്ടപ്പോഴാണ് മനസ്സിലായത്. കുറച്ചു നേരം മുമ്പ് ഞാൻ ഇവനെ വീണ്ടും കണ്ടായിരുന്നു. ഓഹോ. കോട്ടപ്പുറം പള്ളിയുടെ അവിടെ വെച്ച് അവനൊരുത്തനോട് ബൈക്കിന് കയറി പോകുന്നുണ്ട്. കഞ്ചാവിന്റെ ഒക്കെ പരിപാടിയുള്ള ഒരുത്തൻ്റെ കൂടെ കയറി പോയേക്കണേ. കോട്ടപ്പുറത്ത് വെച്ചാണോ നീ അവനെ കണ്ടേ? അവന്മാരെ കോളനി ഭാഗത്തേക്ക് കേട്ടാ പോയേക്കണേ. നീ എന്തായാലും അവിടെ ഒന്ന് അന്വേഷിക്കേ, പക്ഷെ സൂക്ഷിച്ചു വേണം. നമുക്ക് അന്വേഷിക്കാം ചേട്ടാ. ശരി എന്നാ. ഓക്കെ. ആ വിഷ്ണു, ഇരിക്കെ അവിടെ ഇരുന്നോ. വിശപ്പൊക്കെ മാറിയില്ലേ? രാവിലെ തൊട്ട് നല്ല വിശപ്പായിരുന്നു. ഇപ്പം ഇത്തിരി ആശ്വാസമായി. ആ അതുകൂടെ ഞാൻ കഴിക്കേ. എങ്ങനെയാ, നല്ല മൂടായോ? നല്ല മൂഡ് തോന്നുന്നു. അത് മുഴുവൻ കുടിച്ചോ, നല്ല മൂടായിക്കോളും. ഇതിൽ വല്ല ബ്രാൻഡും എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ? ആ ഇത് ഞാൻ അവനോട് പ്രത്യേകം പറഞ്ഞ് ഉണ്ടാക്കിയ സാധനമാണ്. ഇത് പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ നല്ല ധൈര്യമായിരിക്കും. എന്തായാലും നിന്റെ കാര്യം ഓക്കെ ആയില്ലേ? ആ കൊച്ചു വഴി നിൽക്കുമല്ലേ, അതിനും വിശപ്പും ദാഹമൊക്കെ ഉണ്ടാവില്ലേ? എത്രയും വേഗം അവളെ വിളിച്ചോണ്ടിരാനുള്ള വഴി നോക്കാം. ആ ബൈക്കിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായിരുന്നെങ്കിൽ അവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ട് അങ്ങ് പോയായിരുന്നു. അതൊന്നും ഇപ്പം നടക്കണ കേസല്ലടാ. നീ അവൻ്റെ പൈസ കൊടുത്തില്ലേ? അവന് 24 മണിക്കൂറും വെള്ളം കുടിയാ. ഇനി ആ പൈസ തീർന്നോളം വരെ വെള്ളം കുടിയായിരിക്കും അവന്. ചേട്ടൻ്റെ ആ സ്കൂട്ടർ ഒന്ന് തന്നു വിടാം. കിട്ടുന്നതിന് മുമ്പ് അവളെ വീട്ടിലെത്തിച്ചില്ലേ, അത് പിന്നെ ഒരു അന്വേഷണമാവും. ഓ അത് ശരിയാവൂലടാ. ഇത് CC-കാർ അന്വേഷിക്കണ വണ്ടിയാ. ഞാൻ നിനക്ക് തന്നു വിട്ട് കഴിഞ്ഞാൽ അത് അതിലും വലിയ കുരിശാവും. നിന്നെ അവളെയും കൂടി ആൾക്കാർ പൊക്കും. പിന്നെ നിന്റെ കൂടെ അവൾ പോന്നേക്കണേന്ന് അവിടെ ആർക്കെങ്കിലും അറിയാവോടാ? അവൾ രാവിലെ 7 മണിയായപ്പോൾ കൃഷി ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. സ്കൂളിനടുത്ത് വരെ അവൾ ബസ്സിലെത്തി. പിന്നെ ഞങ്ങൾ ബൈക്കിനാണ് ഇടവഴിയാടി അവിടെ എത്തിയത്. ആ അപ്പം നിന്റെ കൂടെ ആണെന്ന് ആർക്കും അറിയില്ല. അതറിയില്ല ചേട്ടാ. ഇനിയിപ്പോൾ സമയം കളയാ ശ്രുതിയെ ചെന്ന് വിളിച്ചോണ്ട് വരാം. ചേട്ടാ ആ സ്കൂട്ടറും തരാമോ? ശേ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേടാ അതിന് CC-യുടെ പ്രശ്നമുള്ളതെന്നാണ്. അത് ശരിയാവില്ല. ഞാൻ പോയി വിളിച്ചോണ്ടിരാ. നീ അവളങ്ങനെ പരിചയമില്ലാത്തവരുടെ കൂടെ കയറുമെന്ന് തോന്നുന്നില്ല. ഞാനൊന്ന് പോയി നോക്കട്ടെ. ചേട്ടൻ എനിക്കൊരു ഓട്ടോ വിളിച്ചു തരാമോ? ഓ ഈ സമയത്തൊക്കെ ഓട്ടോ കിട്ടാൻ പാടാ. എന്തായാലും നീ ധൈര്യമായിട്ടിരിക്കും. ഞാൻ പോയെന്ന് നോക്കട്ടെ കേട്ടോ. ഹായ് ശ്രുതി. ആരാ? ശ്രുതി തന്നെയല്ലേ? അതെ. ആ എൻ്റെ പേര് അനന്തു. ഞാൻ വിഷ്ണുവിൻ്റെ ഫ്രണ്ടാണ്. വണ്ടി വർക്ക്ഷോപ്പിലല്ലേ, അവിടെ നന്നായിക്കൊണ്ടിരിക്കുകയാണ്. വിഷ്ണുവിനെ പറഞ്ഞു വിട്ടോ തന്നെ വിളിച്ചോണ്ടിയല്ലേ? ഇല്ല, പരിചയമില്ലാത്ത ആളുടെ കൂടെ ഞാൻ വരില്ല. വിഷു ചേട്ടൻ എവിടെ? അവൻ 2 അടിച്ച് അവിടെ കിടക്കുക. താൻ വാ, വന്ന് കയറാം. ഞാൻ ആരുടെയും കൂടെ വന്നില്ല. ഇതിന് വലിയ ആൾക്കാരെ കൊണ്ടുപോയിട്ടുണ്ട്, പിന്നെ അല്ലേ തന്നെ കൊണ്ടുപോകാൻ പാട്. കയറി വെച്ചും കൂടെ വണ്ടി. ഗോപാലിന്റെ വീട്ടിൽ പോയി കണ്ടോ?
ഞാൻ കണ്ടേച്ചാ വരുന്നേ. അത് ശരി. 2 എണ്ണം പറഞ്ഞേച്ചാ വരുന്നേ. പിന്നെ സിന്ധുവിനെ കാണുന്നില്ലല്ലോ ബേബി. അവള് പോയിട്ട് മണിക്കൂറുകളായല്ലോ. ഞാൻ അന്വേഷിക്കാം. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ ഉടനെ അറിയിക്കാം. അജി എങ്ങനെയുണ്ടോ? കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തടസ്സമില്ലാതെ നടന്നു പോകില്ലേ? വന്നിട്ടുണ്ടോ? എക്സൈസുകാർ കറങ്ങി കിടക്കുമോ? 4 പാടും എക്സൈസുകാർ കറങ്ങി നടന്നാലും പിടിച്ചു കെട്ടണവരെ പിടിച്ചു കെട്ടാൻ ചേട്ടൻ അറിയാലോ. അറിയാം, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഭയങ്കര പരാതിയാണ്. മന്ത്രിതലത്തിലൊക്കെ ഒത്തിരി പരാതി പോയിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മുടെ ഒരു ഗ്രിപ്പിന്റെ പുറത്ത് പിടിച്ചു നിൽക്കണമെന്നേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം പറയാനായിട്ടും കൂടിയാണ് വന്നത്. പയ്യന്റെ അടുത്തിപ്പോൾ അനന്തമുണ്ട്, പക്ഷെ ഒരു പെങ്കൊച്ചും അവൻ്റെ കൂടെ ഉണ്ടല്ലോ. ഈ പെങ്കൊച്ചിനെയും കൂടി ഇങ്ങ് കൊണ്ടുവരാൻ പദ്ധതി ഇട്ടിട്ടുണ്ട്. അതിന് അനന്തം ഇപ്പം അങ്ങ് പൊയ്ക്കോളും. പെങ്കൊച്ചും കൂടി ഇങ്ങ് വന്നു കഴിയുമ്പോൾ അവർക്ക് വേണ്ട ഫുഡും കാര്യങ്ങളും എത്തിക്കണം. പിള്ളേര് നമ്മളോട് നിൽക്കുമോ? പിള്ളേര് നിൽക്കാതെ എങ്ങോട്ട് പോകാനാ? കൃത്യസമയത്ത് അവർക്ക് കൊടുക്കേണ്ട സാധനം കൊടുക്കണം. വാടാ. എന്താ സത്യ? നീ അങ്ങോട്ട് പോണെന്ന് പറഞ്ഞിട്ട് ഓടി പോന്നേ? അനന്ത് ഒരു പെങ്കൊച്ചിനെ കൊണ്ടുവരാൻ വേണ്ടി പോയില്ലേ? ആ പെങ്കൊച്ച് അവന്റെ കയ്യിൽ നിന്ന് കുതിറി ഓടി. അതൊരു സ്ത്രീയുടെ വണ്ടിയുടെ പുറകിൽ കയറി അങ്ങോട്ട് പോയി. ആരാത് പറഞ്ഞത്? അവൻ വണ്ടി നിർത്തിയിട്ട് പറഞ്ഞതാ. അനന്ത് വിളിച്ചു പറഞ്ഞു. അവൻ ചേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. പ്രശ്നമാണല്ലോ, പ്രശ്നം തന്നെയാണ്. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എത്രയും വേഗം ആ പെങ്കുച്ചിനെ നമ്മുടെ കസ്റ്റഡിയിൽ എത്തിക്കണം. ഓക്കെ, ദൈവമുള്ള സാധനം വേഗം കൊടുത്തിട്ട് ആ പെങ്കുച്ചിനെ എത്രയും വേഗം കൊടുത്തേക്കും. വിട്ടോ? ഹലോ, ആ മഹേഷ് അല്ലേ? അതെ. വിജയൻ ചേട്ടൻ വിളിച്ചായിരുന്നോ? ആ ചേട്ടൻ വിളിച്ചായിരുന്നു. ചേട്ടൻ എവിടെ എത്തി? ആ ഞാൻ പെറോൺ റോഡ് ജംഗ്ഷനിലാ. മഹേഷ് ഇങ്ങോട്ട് വരാവോ? ഞാൻ എന്തായാലും തന്നെ 1 അരമണിക്കൂർ താമസം ഉണ്ടല്ലോ ചേട്ടാ. എൻ്റെ വണ്ടി ഒന്ന് പഞ്ചറായി. ഇനി പെട്ടിയപ്പോൾ വന്നിട്ട് വണ്ടി ഒന്ന് കയറ്റി പഞ്ചർ ഒട്ടിച്ചിട്ട് വേണം അങ്ങോട്ട് വരാൻ. ഓ അതെയോ? ചേട്ടൻ ഒരു കാര്യം ചെയ്യും, സ്റ്റേഷനിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് തൊട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇറങ്ങും. ഞാൻ 1 അരമണിക്കൂറിനുള്ളിൽ എത്തിക്കോളാം. ഓ ഞാൻ വരാം. ഞാൻ വന്നിട്ട് അവിടെ വന്നിട്ട് വിളിക്കാം. ഓക്കെ ടെസ്റ്റ്. ഇതാ തൊട്ടൂർ ഇവിടെ ഇറങ്ങി. ശരി ചേട്ടാ, വളരെ ഉപകാരം. ഓക്കെ. ആ ചേട്ടാ. നീ എവിടെ എത്തിയോ? ആ ഞാൻ വെള്ളൂരിൽ നിന്ന് നേരെ തൊട്ടൂർക്ക് പോന്നു. ചേട്ടന് കുഴപ്പമൊന്നുമില്ലോ അല്ലേ? ആശുപത്രി പോയിട്ട് വീട്ടിൽ വന്നിരിക്കുക. പ്രഷർ കുറച്ച് കൂടുതലാ. ടെൻഷൻ അടിക്കണ്ട, ഞാൻ വിളിച്ചോളാം. ചേട്ടനെ അങ്ങോട്ട് വിളിച്ചോളാം കേട്ടോ. എന്തെങ്കിലും വിവരം കിട്ടിയാൽ നീ അപ്പം തന്നെ അറിയിക്കും കേട്ടോ. ആ ശരി, ഓക്കെ. ആ ചേച്ചി, എന്തെങ്കിലും വിവരം കിട്ടിയോ? ഞങ്ങള് തപ്പിക്കൊണ്ടിരിക്കുക ചേച്ചി. എന്തെങ്കിലും വിവരം കിട്ടിയാ എന്നെ ഒന്ന് അറിയിക്കണേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം അങ്ങോട്ട്. ശരി. ചേട്ടാ, ഒരു കാര്യം ഒന്ന് സംസാരിച്ചോട്ടെ. ഈ ഫോട്ടോയിൽ കാണുന്ന പിള്ളേരെ ഇവിടെ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ? ഇല്ല. എന്താ കാര്യം? ചേട്ടാ, ഇവര് പത്തനംതിട്ടയിൽ നിന്ന് പോകുന്നതാണ്. ഇവിടെ ഈ പിള്ളേര് വന്ന് പെട്ടുപോയായിട്ട് അറിഞ്ഞു. അവരുടെ വണ്ടി കേടായി. ഞാനിപ്പോ പത്തനംതിട്ടയിൽ നിന്ന് ഇത് അന്വേഷിച്ച് വന്നതാണ്. എന്നാ ശരി ചേട്ടാ. ശരി. താൻ എവിടെന്നാ വന്നേ? എന്താ കാര്യം? എന്താ ചേട്ടാ, ഞാൻ പത്തനംതിട്ടയിൽ നിന്നാ വരുന്നത്. ഇത്തിരി കെണിമണി പിടിച്ച കേസാ. നമുക്കിവിടെ ഇരുന്ന് പറഞ്ഞാൽ ശരിയാവില്ല. കുറച്ചങ്ങ് മാറിയിരുന്ന് സംസാരിക്കാം. വാ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ പയ്യൻ മാർട്ടിന്റെ കസ്റ്റഡിയിലായിട്ടാണ്. ഞാനും നേരത്തെ ഇവരുടെ കൂടെ ചില ചരിയുടെ പരിപാടികൾക്കൊക്കെ ഉണ്ടായിരുന്നതാ. ഈ കഞ്ചാവിന്റെ മയക്കുമരുന്നിന്റെ ഒക്കെ പരിപാടി ആയിരുന്നു ഞങ്ങൾക്ക് നേരത്തെ. പിന്നെ ഇവന്മാര്
പെൺപിള്ളേരെ തട്ടിക്കൊണ്ടുപോകുന്ന പരിപാടിയൊക്കെ ആയപ്പോൾ ഞാൻ അതിൽ നിന്ന് പിന്മാറി. എനിക്ക് ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ തമ്മിൽ നേരത്തെ ഇത്തിരി അടുപ്പമുണ്ടായിരുന്നേ. പിന്നെ എന്താന്ന് വെച്ചാൽ മാർട്ടിന്റെ കൂട്ടുകാരനൊരു കണ്ണൻ എന്ന് പറഞ്ഞൊരുത്തനുണ്ട്. അവനാ ഈ പിള്ളേരുടെ മൊബൈൽ തട്ടിപ്പറിച്ചുകൊണ്ട് പോയത്. അതാണ് പിള്ളേരിവിടെ പെട്ടുപോകാനുള്ള കാരണം. ഈ വർക്ക്ഷോപ്പുകാരനും അവരുടെ ഗ്യാങ്ങിൽപ്പെട്ട ആളായിരിക്കും അല്ലേ? അതെ അതെ, ഇവരെല്ലാം ഒറ്റ ഗ്യാങ്ങാണ്. ഞാൻ ഇവരുടെ ഒപ്പം കുറച്ചു കാലം ഉണ്ടായിരുന്ന ആളാണല്ലോ. ജീവിക്കാനുള്ള കൊതി കൊണ്ട് ഞാൻ തൽക്കാലം പിന്മാറി. ഈ പയ്യൻ മിക്കവാറും എവിടെ ഉണ്ടെന്നുള്ള കാര്യം ഏറെക്കുറെ എനിക്ക് മനസ്സിലായി. പെങ്കൊച്ചിന്റെ കാര്യം ഒരു പിടിയില്ല. തൽക്കാലം ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റൂല ചേട്ടാ. കണ്ടുപിടിക്കാൻ നമുക്ക്. മഹേഷിനെ വിജയം പറഞ്ഞു വിട്ടിട്ട് വന്നതാണല്ലേ? അതെ അതെ. ഇയാള് തൊട്ടൂര് വെയിറ്റ് ഷെഡിനടുത്ത് നിന്നാ മതി. പിന്നെ പിള്ളേരെ തപ്പീനി ഇറങ്ങണം. ആരോടും ഈ കഥ പറയുകയോ വേണ്ട. വിളിച്ചോളും ചേട്ടാ. ഞാൻ വിളിച്ചോളാം. മഹേഷിന്റെ ഇയാളുടെ ഫോൺ നമ്പർ ഇങ്ങനെ തന്നേര്. ആ ശരി. എടാ, ഞാൻ ഈ ജംഗ്ഷൻ വരെ ഒന്ന് പോവാടാ. നീ എങ്ങോട്ടാ? ആ പയ്യന്റെ കൂടെ ഒരു പെങ്കൊച്ചുണ്ടായിരുന്നു പറഞ്ഞില്ലേ, അതിനെ പൊക്കാൻ അനന്ത് തോന്നി എന്നായിരുന്നു. അവൻ്റെ ഈ പെങ്കൊച്ച് കുതറി ഓടിപ്പോയി. ആണോ? വിവരം അറിഞ്ഞപ്പം അതിനെ പൊക്കാൻ ആശാൻ ഓടിട്ടേക്കുക. എത്രയും വേഗം അതിനെ പൊക്കണം. പീറ്ററിനെ അങ്ങനെ ഈ വഴിക്ക് ആരെയും കണ്ടില്ലായിരുന്നല്ലോ. ഞാൻ പോണ വഴിക്ക് എന്തെങ്കിലും അറിവ് കിട്ടുവാണെങ്കിൽ നിന്നെ വിളിച്ചറിയിക്കാം. നീ ധൈര്യമായിട്ട് പൊക്കോടാ. ശരി ചേട്ടാ. ഒരു കറുത്ത ജക്കി ഷർട്ടിട്ട് ഒരാളെ ഈ വഴി കണ്ടായിരുന്നു. കണ്ടില്ലല്ലോ. ഒരു പെൺകുട്ടിയോട് ഒരു പെണ്ണുമ്പള്ളിയിലെ പോണ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു കൊച്ചു നല്ല സ്കൂട്ടർ ഇരുന്ന് പോണ ഉണ്ടായിരുന്നു. ചേട്ടാ, ചേട്ടൻ ഇവിടെ അടുത്തുള്ളതാണോ? ഞാൻ ഇച്ചിരി ദൂരെയുള്ളതാ. എന്താ കാര്യം? ഞാൻ തൃപ്പൂണിത്തുറന്നാണ് വരുന്നത്. എൻ്റെ ഒരു ബന്ധുവിൻ്റെ കൂട്ടുകാരിയുടെ മോള് ഇവിടെ വന്ന് പെട്ടിട്ടുണ്ട്. കൂടെ ഒരു പയ്യനും ഉണ്ട്. അതേക്കുറിച്ച് അറിയാൻ വേണ്ടി വന്നാ. ഹലോ. അവരെ തിരക്കി തൃപ്പൂണിത്തുറയുന്ന ഒരു പയ്യൻ പറഞ്ഞിട്ടുണ്ട്. പുള്ളിയുടെ മൊബൈൽ ഒരുത്തൻ തട്ടിപ്പറിച്ചോണ്ട് പോയെന്നാ പറയണേ. അവരെ വേഗം അവിടെ നിന്ന് പറഞ്ഞു കിട്ടോ. അവിടെ ഇരുന്ന പ്രശ്നമാ. എന്നാ അങ്ങനെ ആട്ടെ. എന്താ പേര്? എൻ്റെ പേര് നവീൻ. നവീൻ ഒരു കാര്യം ചെയ്യും, എത്രയും പെട്ടെന്ന് തിരിച്ച് തൃപ്പൂണിത്തുറയ്ക്ക് തന്നെ വെക്കും. എന്താന്ന് വെച്ചാൽ മൊബൈൽ ഇവിടെ വെച്ച് അടിച്ചോണ്ട് പോയ സ്ഥിതിക്ക് അവർ ഈ ബൈക്കും കൂടി കൈക്കലാക്കാൻ ശ്രമിക്കും. ഞാനും ഇവിടെ അടുത്തുള്ള ഒരാളുമായിട്ട് ഇവരുടെ താവളം എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് ആ ചെറുക്കനെ എങ്ങനെയെങ്കിലും മോചിപ്പിക്കാനുള്ള പരിപാടി നോക്കുക. അത് ശരി. ഓക്കെ, വേഗം വെക്കും. ഹലോ അച്ഛാ. ശൈനി, ഞാൻ കുറെ കാലം ആരക്കുന്നം പള്ളിയിലും പിറവം പള്ളിയിലും വട്ടപ്പാറ പള്ളിയിലും ഒക്കെ ഉണ്ടായിരുന്ന അച്ഛനാ. എന്നെ ഓർക്കുന്നില്ലേ? അച്ഛന്റെ ശബ്ദം കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായിരുന്നു ആരാണെന്ന്. ഇവിടെ അടുത്തുള്ള 2 പിള്ളേര് നിങ്ങളുടെ നാട്ടിൽ വന്ന് പെട്ടതായിട്ട് അറിവ് കിട്ടിയിട്ടുണ്ട്. ആ പിള്ളേര് എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ് ഷൈനി. ഈ വിഷയം ഏതായാലും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ അച്ഛനെ അറിയിക്കാം. ശരി എന്നാ. പീറ്റർ ചേട്ടാ. എടാ, ആ പെങ്കൊച്ചിനെ കുറിച്ച് വിവരമെല്ലാം കിട്ടിയോ? പെങ്കൊച്ചിനെ കുറിച്ച് ചെറിയൊരു വിവരമുണ്ട്. മെമ്പർ ഷൈനിയുടെ വീട്ടിലുണ്ടോന്നൊരു സംശയമുണ്ട്. ഒരു ലേഡി അവളെയും കൊണ്ട് പോയെന്ന് ഒരാൾ പറഞ്ഞു. അത് ഈ മെമ്പർ ആണോ എന്നാണ് സംശയം. ഇനിയിപ്പോ എന്നാ അടുത്ത പരിപാടി? അവിടുന്ന് പൊക്കണം. അത് ആശാൻ ചെയ്തോളും. അല്ല, ഞാൻ വല്ലതും ചെയ്യണോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചേട്ടൻ വിളിച്ചോളാം. ശരി എന്നാ. ഓക്കെ. ഹലോ. ഹലോ മെമ്പറെ. മെമ്പർ വീട്ടിലുണ്ടോന്ന് അറിയാനാ. ആരാ വിളിക്കണേ? ഞാൻ ഈ വടക്കേ കോളനിയിലെ പീറ്ററാ. എന്താ പീറ്ററെ? ഒരു പെങ്കൊച്ച് ഇവിടെ വന്നിട്ടുണ്ടെന്ന് കേട്ടു, നേരാണോ? പീറ്ററിന്റെ സ്വഭാവമൊക്കെ എനിക്കറിയാം.
കൂടുതൽ അന്വേഷണമൊന്നും വേണ്ട. ഫോൺ വെച്ചേക്ക്. ഹലോ, എന്നാ മെമ്പർ? മെമ്പർ ഇപ്പൊ എവിടെയുണ്ട്? ഈ വർക്ക് എന്നാ തീരണത്? ഈ വർക്ക് ഇന്നത്തോണ്ട് തീരുവാ. പിള്ളേര് കാരണന്മാർക്ക് ഓരോ തലവേദന ഉണ്ടാക്കും. ഓരോ ദിവസം എന്തൊക്കെയാ കേൾക്കണത്. ഈ വിവരം അറിഞ്ഞിട്ടാണ് മെമ്പർ ഇങ്ങോട്ട് വന്നേ. അതെ അതെ. പീറ്ററിനെ വിളിച്ചിരുന്നെങ്കിലും അവന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ഞാനധികം സംസാരിക്കാൻ താല്പര്യപ്പെട്ടില്ല. ഇതൊരു ഗൗരവമുള്ള വിഷയമാണ്. പെൺകുട്ടി പ്രായപൂർത്തിയായിട്ടില്ലെന്നാണ് എന്റെ അന്വേഷണത്തിൽ മനസ്സിലായത്. അങ്ങനെയാണെങ്കിൽ നമുക്കിത് പോലീസിൽ അറിയിക്കല്ലേ മെമ്പറെ നല്ലത്? നമ്മുടേതായ രീതിയിൽ ഒരു അന്വേഷണമൊക്കെ നടത്തിയിട്ട് പോരെ മെമ്പറെ പോലീസിലൊക്കെ അറിയിക്കുന്നത്. അല്ലാതെ വെറുതെ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ പോലീസിലൊക്കെ അറിയിക്കുക എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീട്ടിലും മക്കളുള്ളതല്ലേ. പത്രത്തിലും ചാനലിലും ഒക്കെ അവസാനം ഈ വാർത്ത വന്നാൽ ആ പിള്ളേരെയും കുടുംബത്തെയൊക്കെ ബാധിക്കില്ലേ? പീറ്ററിന് ഇതിനെക്കുറിച്ച് എന്തൊക്കെയോ കൂടുതൽ അറിവുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാ ശരി, നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചിരിക്കും. എന്തെങ്കിലും വിവരം അറിയുവാണെങ്കിൽ ഞാൻ പറയാം. പീറ്ററിന്റെ ആ പഴയ സ്വഭാവം നിർത്താറായിട്ടില്ലല്ലേ? ചാക്കോ മെമ്പറെ, ഞാൻ ആ പിള്ളേരൊന്ന് രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതിയാ ഞാനിതിൽ ഇടപെട്ടത്. പെൺകുട്ടിയെ റോഡ് സൈഡിൽ നിർത്തിയിട്ടാണ് പയ്യൻ വർക്ക്ഷോപ്പിലേക്ക് പോയത്. ഇപ്പോൾ രണ്ടുപേരെ കുറിച്ച് ഒരു വിവരവും ഇല്ല. പയ്യൻ എവിടെ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ എനിക്ക് അറിയാം മെമ്പറെ. മെമ്പർ വെറുതെ എന്നെ സംശയിക്കണ്ട. ആ പിള്ളേരെ രക്ഷപ്പെടുന്ന കാര്യം ഞാൻ നോക്കാം. എടാ, നീ ഒരു കാര്യം ചെയ്യും. ഷൊർണൂർ വർക്ക്ഷോപ്പ് നടത്തുന്ന രവിയുടെ അനിയൻ സന്തോഷില്ലേ, അവനെ വിളിച്ചു വരുത്ത്. അവനോട് കാര്യം പറ. അവനിപ്പോൾ എറണാകുളത്ത് വന്നിട്ടുണ്ട്. അവനിപ്പോൾ തന്നെ ട്രെയിൻ കയറിഞ്ഞു വരും. എന്നാൽ അവനെ കൂട്ടി പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കും. 2-3 മാസം അവൻ ജയിലിൽ കിടക്കട്ടെ. അതുതന്നെയാണ് ഞാനും ആലോചിക്കണേ. ഞാനേ വരാൻ കുറച്ച് വൈകും. ഞാനൊരു വേറൊരു കേസിൽ പെട്ടി നിൽക്കുക. നേരിട്ട് കാണുമ്പോൾ ഒന്ന് വിവരം പറയാം. ഞാൻ വിളിക്കാൻ കേട്ടോ. നിർത്തി. എന്നേട്ടാ? ഇങ്ങനെ പോരുന്ന വഴിക്ക് ഒരു കറുത്ത ചെക്ക് ഷർട്ട് ഇട്ട പയ്യനെ കണ്ടോ? കറുത്ത ഷർട്ട് ഇട്ട പയ്യൻ? ഇല്ല. നമ്മുടെ വീട് എവിടെയാ? എൻ്റെ വീട് പിറവത്ത. ആ പയ്യൻ ഒരു പെങ്കൊച്ചിനെയും തട്ടിക്കൊണ്ട് വന്നേക്കണ. പെങ്കൊച്ചിനെ നമ്മൾ സുരക്ഷിതമായി അതിന്റെ വീട്ടിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. പിന്നെ ഈ പയ്യനെ അന്വേഷിക്കുക. ഞാൻ കണ്ടില്ല. ചേട്ടൻ നമ്പർ തന്നേക്ക്. ഇങ്ങനെയുള്ള വിവരങ്ങൾ അറിഞ്ഞാൽ ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണ്ടേ? ഇതൊരു പോക്സോ കേസ് കൂടിയല്ലേ? ആ കാര്യം തന്നെയാണ് ഞാൻ നേരത്തെ മുതൽ പറയണത്. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? അച്ഛൻ്റെ അനിയൻ എന്ന നിലയിൽ എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കണം. അതല്ല എങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം പറയുകയെങ്കിലും ചെയ്യണം. രവീനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അവൻ വെള്ളമാണ്. അവൻ ഇതിനുള്ള കഴിവുമില്ല. അപ്പം ആ ഉത്തരവാദിത്വം താങ്കൾ ഏറ്റെടുത്ത് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കണം. ഹലോ, ഞാൻ അവിടെ കൊടുക്കാട്ടോ. സാർ, എൻ്റെ പേര് സന്തോഷ് എന്നാണ്. സ്റ്റേഷനിലുള്ള മാത്യുവിൻ്റെയും ഗോപിയുടെയും വീടിൻ്റെ അടുത്താണ് എൻ്റെ വീട്. ഓക്കെ. നിങ്ങൾ പെട്ടെന്ന് സ്റ്റേഷനിൽ വന്ന് ഒരു പരാതി എഴുതാ. അത് കഴിഞ്ഞ് നമുക്ക് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാം. വരാം സാർ. ഞാൻ സ്റ്റേഷനിലേക്ക് വരാം. ശരി. സാറ് ഡ്യൂട്ടി കഴിഞ്ഞു. ഞാൻ പൊക്കോട്ടെ എന്നാ? ഗോപി വെക്കോ. ഗോപി നമ്മുടെ വണ്ടി ഇറക്കിയിട്ടായിരുന്നു. വണ്ടി സോജൻ ഇറക്കിയിട്ടുണ്ട് സാറേ. ഗോപി, നിങ്ങളുടെ നാട്ടിൽ ബസ്സൊക്കെ ഉണ്ടായിരുന്ന ഒരു ഗോപാലകൃഷ്ണൻ എന്ന ആളെ അറിയോ? എന്നാ സാറേ? ആ പുള്ളിയുടെ മകനെ അവിടെ അടുത്തുള്ള ഒരു പെങ്കൊച്ചിനെ അടിച്ചോണ്ട് പോയെന്ന് ഒരാൾ ഇപ്പൊ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് വിളിച്ചോളൂ. നമ്മുടെ മാത്യുവിന്റെ വീടും ആ ഭാഗത്തല്ലേ? അതെ. നമുക്ക് ഇതേപ്പറ്റി ഒന്ന് അന്വേഷിക്കണല്ലോ. സാറേ, പിള്ളേരെ പണ്ട് മുതലേ ഞാൻ അറിയണതാ. ഈ പെണ്ണിന്റെ അച്ഛൻ ചെറുക്കന്റെ അച്ഛന്റെ വണ്ടി ഓടിച്ചോണ്ടിരുന്നതാ. അങ്ങനെ ഇവര് തമ്മിൽ നേരത്തെ പരിചയമുണ്ട്. ഇനിയിപ്പോ ഈ പരിചയത്തിന്റെ പുറത്ത് വല്ല നാട് കാണിക്കാൻ പോയതാണോ അതോ ഇനി സ്നേഹിച്ചു പോയതാണോ എന്നൊന്നും അറിയില്ല. പോക്സോ കേസാണ് രജിസ്റ്റർ ചെയ്യാൻ പോണത്. പോക്സോ കേസിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാമല്ലോ. 2-3 മാസമൊക്കെ ചിലപ്പോൾ അകത്ത് കിടക്കേണ്ടി വരും. കൊല്ലങ്ങൾ കഴിഞ്ഞാലും ഈ കേസങ്ങ് നീണ്ടുപോകും. ഇതേപ്പറ്റി ഒന്നും പിള്ളേർക്ക് അറിയില്ല. പിള്ളേർ ചുമ്മാ വിട്ടങ്ങ് പോയേക്കുവാണ്. അതെ. അവര് കംപ്ലൈന്റ് തരാനായിട്ട് വരുന്നുണ്ട്. ഗോപി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പോയാൽ പോരെ? മതി. ശരി, ഓക്കെ. നീ പേടിക്കണ്ട. നിന്നെ അവരും ചെയ്യാനും പോണില്ല. പേടിയൊന്നുമില്ല. നീ ഇനി ഇവിടെ തൽക്കാലം നിൽക്കണ്ട. ഇവിടെ സേഫ് അല്ല. നിന്നെ ഇവിടെ നിന്ന് മാറ്റാം. എന്നെ അന്വേഷിച്ച് ആരെങ്കിലും വരുമോ? ആര് വന്നാലും ഇനിയിപ്പോൾ ഒന്നും അറിയാൻ പാടില്ല. ധൈര്യത്തിന് വേണമെങ്കിൽ ഒരെണ്ണം കൂടി അടിച്ചോ. ഇപ്പോൾ വേണ്ട, ഇത്രയും കഴിയട്ടെ. എന്നാൽ വൈകാതെ ഇവിടെ നിന്ന് പാക്ക് ചെയ്യാൻ നോക്കാം. അനന്ത് ഉടനെ തന്നെ ഇവിടെ വണ്ടി ആയിട്ട് വന്നോളൂ. നീ അവൻ്റെ കൂടെ കയറി പോക്കും. ഓക്കെ. ചേട്ടാ, നമ്മുടെ ആ പണി തീരാതെ കിടക്കണ അംഗനവാടിയുടെ അടുത്തുള്ള വില്ലയില്ലേ? ആ വില്ല എനിക്കറിയാം. അങ്ങോട്ട് മാർട്ടിൻ ആ പയ്യനുമായിട്ടൊക്കെ പോയിട്ടുണ്ട്. വിനോദിനെയും കൂട്ടി ആ പയ്യനെയും പൊക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ ഷൈനി മെമ്പറുടെ വീട്ടിലേക്ക് എത്താൻ നോക്ക്. അവിടെ ആരെങ്കിലും ഉണ്ടാവും ചേട്ടാ? അവരെല്ലാം പെങ്കൊച്ചിനെ തപ്പി പോയേക്കുവാ.
അവിടെ അവൻ മാത്രമേ കാണുള്ളൂ. നിങ്ങൾ വേഗം അങ്ങോട്ട് ചെല്ലി. ശരി ചേട്ടാ. ചേട്ടാ ഇത് വേറല്ലേ? ഇതാ സ്ഥലം. വണ്ടി നമുക്ക് ഇവിടെ വെക്കാം, എന്നിട്ട് പതുക്കെ നടന്നങ്ങ് പോവാം. ശരി. പണിതീരാതെ കിടക്കുന്ന വീടുകളാ. ഇവനെയൊക്കെ ഒളിപ്പിക്കാൻ പറ്റിയ സ്ഥലം ഇത് തന്നെയാണ്. ഇവിടെ വല്ലവരും ഉണ്ടാവോ? വണ്ടികളൊന്നും കാണുന്നില്ല. ഇവിടെ ആരും ഇല്ലായിരിക്കും. ഇവിടെ ഏതായാലും ഇല്ല. പുറം ഭാഗത്ത് ആരെയും കാണുന്നില്ല. എന്തായാലും പോയി നോക്കാം. ആ ഭാഗത്തെങ്ങും ഇല്ല അല്ലേ? ഇവിടെയെങ്ങും ഇല്ല. പുറകുവശത്തൊന്നും ഇല്ല. നമുക്ക് അവിടെയും കൂടെ ഒന്ന് നോക്കിയാലോ? ചേട്ടൻ ആ ഭാഗത്ത് നോക്ക്, ഞാൻ അവിടെ ഒന്ന് പോയി നോക്കാം. എത്ര നേരമായിട്ടാ ഇവിടെയും ആരെയും കാണുന്നില്ല. എല്ലാ വീട്ടിലും പോയി നോക്കി. ഇനി എവിടെയെങ്കിലും മയങ്ങി കിടക്കുവാണോ? എന്തായാലും പീറ്ററിനെ വിളിക്കാം. ഹലോ പീറ്ററെ, ഞങ്ങൾ എല്ലായിടത്തും നോക്കി, ഇവിടെയൊന്നും ആരുമില്ല. എല്ലാ റൂമും അടച്ചെടുക്കുക. എടാ അവിടെ വല്ല ബ്രാൻഡിയോ മയക്കുമരുന്നോ കൊടുത്ത് അവനെ അവിടെ മയക്കി കിടത്തിട്ടുണ്ടോ എന്ന് നോക്കി. ഇല്ല, എല്ലായിടത്തും ഞങ്ങൾ വിളിച്ചൊക്കെ നോക്കി, ആരെയും കണ്ടില്ല ചേട്ടാ. എന്നാ ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ, ഇപ്പൊ തന്നെ തിരിച്ചു വിളിക്കാം. ശരി ചേട്ടാ. എന്നാ പറഞ്ഞേ? തിരിച്ചു വിളിക്കാമോ? ചേട്ടൻ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എടാ സജി, നീ എവിടെയാടാ? ഞാൻ ഈ പമ്പോസ് വരെ ഒന്ന് പോവാ. അവിടെ ഒരു കുപ്പി ഇരിപ്പുണ്ട്, അതെടുക്കാൻ പോവാ. ഓ, ഇന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ് ആഘോഷിക്കാനുള്ള പരിപാടിയല്ലേ? വാറ്റാണോ? ആ വാറ്റാ. ആശാനുണ്ടോടാ കൂടെ? ആശാൻ ഇവിടെ ഇല്ല, മറ്റേ പയ്യനെ പാക്ക് ചെയ്യാനായിട്ട് പോയിക്കുവാ. ഓ, ആ പയ്യനെ നിങ്ങളിപ്പോ ഇവിടുന്ന് മാറ്റിയില്ലേ? അവനിവിടുന്ന് മാറ്റുവാ. അവനെ ഇവിടെ നിർത്തിയാലേ പ്രായപൂർത്തിയാത്ത വെങ്കച്ചനോടല്ലേ വന്നേക്കണേ, അത് കേസാകും. അത് കാരണം അവൻ തന്നെ പറഞ്ഞു കയറ്റി വിട്ടേക്കാൻ. എങ്ങോട്ടാടാ കൊണ്ടുപോയത്? എവിടെയാണെന്ന് അറിയില്ല, തമിഴ്നാട്ടിലേക്കാണെന്ന് എനിക്ക് തോന്നുന്നത്. നീ ആശാനെ ഒന്ന് വിളിച്ചു നോക്ക്, എങ്ങോട്ടാന്ന് അറിയാൻ പറ്റുമെന്ന് നോക്ക്. പീറ്റേണ ഒരു കാര്യം ചെയ്യ്, ഞാൻ ഈ പമ്പ് ഹൗസിന്റെ അടുത്തുണ്ട്, ഇങ്ങോട്ട് പോവാ, നമുക്ക് രണ്ടെണ്ണം അടിക്കാം. ആ എന്നാ അവിടെ നിൽക്ക്, ഞാനും വരാടാ. ഓക്കെ എന്നാ. പീറ്ററേട്ടാ, ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കും കേട്ടോ. എടാ മഹേഷേ, വിഷ്ണുവിനെ അവിടെ നിന്ന് മാറ്റിയേക്കുവാ. ഓ, ഇവിടെ നിന്ന് മാറ്റിയോ? നിങ്ങൾ രണ്ടുപേരും വേഗം തന്നെ അവിടെ നിന്ന് മാറിക്കോ. വിവരം അറിഞ്ഞിട്ട് നിങ്ങൾ ഉടനെ തന്നെ ഞാൻ വിളിച്ചോളാം. ആ ചേട്ടൻ വിളിച്ചാൽ മതി. ശരി എന്നാ. എന്നാ പറഞ്ഞേ? പുള്ളിനെ തമിഴ്നാട്ടിലേക്ക് മാറ്റിയെന്നാ പറഞ്ഞത്. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങാം, അവരൊന്നും പ്രശ്നമാകും. എന്താ സാറേ? മാത്യുവിന്റെ നാട്ടിൽ നിന്ന് ഒരു പരാതി വന്നിട്ടുണ്ടല്ലോ. അവിടെ അടുത്തൊരു പഴയ ബസ് മുതലാളി ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളില് ഗോപാലകൃഷ്ണന്റെ മകൻ ഒരു പെങ്കൊച്ചിനെ കൊണ്ട് കടന്നു കളഞ്ഞതായിട്ട് ഒരു പരാതി കിട്ടിയിട്ടുണ്ടല്ലോ. കുറച്ചു മുമ്പ് ഞാനും ഇത് അറിഞ്ഞായിരുന്നു സാർ. തരക്കേടില്ലാത്ത ഫാമിലിയിലെ പയ്യനാണ്. പ്രേമിച്ചുള്ള ഒളിച്ചോട്ടാണോ അതോ ചെറിയ ചുറ്റിക്കളി മാത്രമാണോ? ഒളിച്ചോട്ടാണോ എന്താണെന്ന് അറിയില്ല. എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് കേസെടുത്താൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. രണ്ട് ഫാമിലിയും എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. ഇന്ന് ഒരു ദിവസത്തേക്ക് കേസ് നമുക്ക് പെൻഡിങ് വെക്കാം. കേസ് എടുക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇന്ന് തന്നെ പിള്ളേരെ എത്തിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. എന്തെങ്കിലും വിവരം കിട്ടിയാലേ ഉടനെ തന്നെ അറിയിക്കണം. ശരി സാറേ, ഓക്കെ. ഹലോ, എന്താ സിന്ധു? ജയൻചേട്ടാ, ശ്രുതിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഞാനിപ്പോൾ കൊല്ലത്താണ്. ഒരു അത്യാവശ്യ ബാങ്ക് കേസുമായിട്ട് വന്നതാണ്. അതുകൊണ്ട് കൂടുതലൊന്നും അന്വേഷിക്കാൻ കഴിഞ്ഞില്ല. മോള് വൈകാതെ വീട്ടിൽ വന്നോളൂ. ഞാൻ എന്തെങ്കിലും വിവരം കിട്ടിയാൽ വിളിച്ചറിയിച്ചോളാം. ശരി.
സിന്ധു സിന്ധു അല്ലേ? എന്നെ ഓർമ്മയില്ലേ? നമ്മൾ അംഗൻവാടിയിലെ മീറ്റിങ്ങിന്. ചേച്ചിയുടെ പേര്? എൻ്റെ പേര് എൽസി. സിന്ധു എന്താ ഇവിടെ നിൽക്കുന്നത്? എൻ്റെ ഒരു ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ടൗൺ വരെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇവിടെ അടുത്താണോ സിന്ധുവിൻ്റെ വീട്? ആ, ഇവിടെ അടുത്താ, അമ്പലത്തിനടുത്താ. ഞാൻ 2-3 വീട് കയറാനായിട്ട് ഇറങ്ങിയതാ. കുന്നുംപുറത്ത് ജോയിയുടെ വീട്. അയാളുടെ മോള് ഗർഭിണിയാ, അറിയോ? ആ, ഇവിടെ നിന്നൊരു 2 കിലോമീറ്റർ പോയാൽ മതി. പിന്നെ വാസു എന്ന് പേരുള്ള ഒരു കിടപ്പുരോഗിയുണ്ട്, അയാളുടെ വീട്ടിലൊന്ന് കയറണം. ആ, അതും അവിടെ അടുത്ത് തന്നെയാ. എന്നാ ശരി സിന്ധു, ഞാൻ പോട്ടെ. മുരളി പറഞ്ഞു. പെൺകുട്ടിയുടെ അമ്മ എൻ്റെ ബന്ധുവാണെങ്കിലും ഗോപാലൻ ചേട്ടനുമായും എനിക്ക് നല്ല അടുപ്പമുണ്ട്. അതുകൊണ്ട് ആർക്കും ദോഷമില്ലാതെ പ്രശ്നം അവസാനിച്ചാൽ മതിയായിരുന്നു. അതിന് പിള്ളേർ വരണ്ടേ? ഇരുട്ടുന്നതിന് മുമ്പ് പിള്ളേരെത്തിയാ ഞാൻ എങ്ങനെയും രക്ഷപ്പെടുത്താൻ നോക്കാം. ഗോപാലൻ ചേട്ടനുമായി ഞാൻ സംസാരിച്ചിരുന്നു. പിള്ളേരെ എങ്ങനെയെങ്കിലും കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പിന്നെ അങ്ങേര് സുഖമില്ലാതിരിക്കുന്ന ആളാ. അതുകൊണ്ട് തൽക്കാലം പോലീസിന്റെ ഭാഗത്തു നിന്ന് അന്വേഷണങ്ങളൊന്നും ഗോപാലൻ ചേട്ടൻ്റെ അടുത്തേക്ക് ഇല്ലാതിരുന്നാൽ നന്നായിരുന്നു. ഞാൻ എസ് ഐ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇന്നൊരു ദിവസത്തേട്ട് കേസെടുക്കാതെ നോക്കാമെന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് പിള്ളേരെ നാട്ടിലെത്തിക്കാൻ നോക്ക്. ശരി സാറേ. ശരി എന്നാ. പയ്യനെക്കുറിച്ചുള്ള വിവരം മാത്രമേ നമുക്കുള്ളൂ. പെൺകുട്ടിയെക്കുറിച്ച് ഒരു വിവരവും ഇല്ല. പീറ്റർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ആ പെൺകുട്ടിയെ മാർട്ടിനും കൂട്ടരും മറ്റും കസ്റ്റഡിയിലാക്കിയിരിക്കാനാണ് സാധ്യത മെമ്പറെ. അങ്ങനെയാണെങ്കിൽ എത്രയും വേഗം പോലീസിൽ അറിയിക്കുന്നതല്ലേ നല്ലത്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്താൽ പയ്യൻ പോക്സോ കേസിൽ അകത്താനുള്ള സാധ്യതയുണ്ട് മെമ്പറെ. ഈ വിവരം മനസ്സിലാക്കിയിട്ടാ പയ്യന്റെ അച്ഛൻ ഒരാളെ ഏർപ്പാടാക്കിയിരിക്കുന്നത്. അപ്പോ കണ്ണടച്ച് വിടാനാണോ? അവനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ നമ്മൾ എന്തിനാ വെറുതെ റിസ്ക് എടുക്കണം? വീണ്ടും വിചാരമില്ല നടക്കുന്നവര് അവരുടെ വഴിക്ക് പോട്ടെന്നേ. അങ്ങനെ പറയല്ലേ മെമ്പറെ. നാളെ ഈ പിള്ളേരെ കുറിച്ച് എന്തെങ്കിലും വാർത്ത കേട്ടാൽ നമുക്കും ഒരു പശ്ചാത്താപം തോന്നൂലേ? എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നെന്ന്. പറ്റണോലെ ചെയ്യാം. ഓക്കെ. അല്ല, സിന്ധു ഇതുവരെ പോയില്ലേ? ഇല്ല, അവള് വന്നില്ല. താമസമുണ്ടെന്ന് പറഞ്ഞു. പോയ കാര്യമൊക്കെ നടന്നോ? പോയ വീടുകളിലെ 2 പേരെയും കാണാൻ പറ്റി. തിരക്കിനിടയ്ക്ക് ചോദിക്കാൻ മറന്നു, സിന്ധുവിന് മക്കളെത്രയാ? ഒരാള്, മോള് 10 പഠിക്കുക. നമ്മൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് ഞാൻ പറയുക, ഇനിയുള്ള കാലം നമ്മളുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധ പുലർത്തണം. മദ്യം, മയക്കുമരുന്ന്, ഒളിച്ചോട്ടം, ഇങ്ങനെ എന്തൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നടക്കുന്നത്. അല്ല, സിന്ധു അറിഞ്ഞായിരുന്നോ സിന്ധുവിൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു പെൺകുട്ടി ഒരു പയ്യൻ്റെ ഒപ്പം ഒളിച്ചോടിപ്പോയ കാര്യം? ഞാൻ ആ പോയ വീടിൻ്റെ അടുത്തുള്ള രവി എന്ന് പറഞ്ഞ ഒരാളുടെ മോളാണ് ആ പയ്യൻ്റെ ഒപ്പം ഒളിച്ചോടിപ്പോയത്. പെൺകുട്ടിയാണെങ്കിൽ 10ാം ക്ലാസ്സിൽ, പയ്യനാണെങ്കിൽ 10-28 വയസ്സുമുണ്ട്. പിള്ളേരെ നമ്മൾ നിയന്ത്രിച്ച് വളർത്തണം. അല്ലാതെ മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്ത് പിള്ളേരുടെ ഇഷ്ടത്തിന് വിട്ടാൽ ഇതെല്ലാം ഇതിനപ്പുറവും സംഭവിക്കും. ഹലോ മെമ്പറെ, പെൺകുട്ടിയെ കുറിച്ച് ഒരു വിവരം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓ, എവിടെയുണ്ട്? നമ്മുടെ പഴയ മെമ്പർ ജോർജ് ഇല്ലേ, അദ്ദേഹം എന്നെ ഇപ്പൊ വിളിച്ചത്. പെൺകുട്ടി ഇപ്പോൾ അതിന്റെ വീട്ടിലെത്താറായിട്ടുണ്ട്. ജോർജിന്റെ അടുത്തുള്ള ഷീല ഉണ്ടല്ലോ, അവരാണ് പെൺകുട്ടിയെ കൊണ്ട് പോയിരിക്കുന്നത്. പയ്യനെ കുറിച്ച് വല്ല വിവരമുണ്ടോ? അവൻ മാർട്ടിന്റെ കൂടെ കൂടിയെന്നാ കേൾക്കണത്. എന്തായാലും സന്തോഷമായി, കുട്ടി രക്ഷപ്പെട്ടല്ലോ, അത് തന്നെ ആശ്വാസം. ശരി എന്നാ. ഹായ് മമ്മി, കേറിക്കോട്ടെ? കേറ്. നീ എവിടെ പോയതാ? കോളേജില്.
കോളേജിൽ തന്നെയാണോ പോയത്? കോളേജിൽ. നുണ പറയരുത്. നീ ഇന്ന് പിറവത്ത് ആറ്റുതീരം പാർക്കിലുണ്ടായിരുന്നില്ലേ? എന്താ ഒന്നും മിണ്ടാത്തെ? ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, കളമ്പൂരുള്ള ദേവിക. കറങ്ങി നടപ്പാണല്ലേ? എന്താ മമ്മി നിർത്തിയേ? എനിക്ക് ഗൗരവമുള്ള ഒരു കാര്യം സംസാരിക്കാനുണ്ട്. എന്തു കാര്യം? ഹലോ മെമ്പറെ, ഞാൻ ജോർജ് ആണ്. ആ ജോർജ് ഏട്ടാ, ചാക്കോ മെമ്പർ വിളിച്ച് വിവരമൊക്കെ പറഞ്ഞില്ലേ? മെമ്പർ വിളിച്ചിരുന്നു. ഞാൻ മെമ്പറെ വിളിച്ചിട്ട് കിട്ടണില്ലായിരുന്നു. പിന്നെ പയ്യനെ തപ്പി നടക്കുക. എന്തായാലും പെൺകുട്ടിയെ രക്ഷിക്കാൻ പറ്റിയല്ലോ, അത് തന്നെ ആശ്വാസം. ശരി, എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ അറിയിക്കാം. ശരി ജോർജ് ഏട്ടാ, ഞാൻ വിളിക്കാം. ഞാനൊരു വഴിക്കാം. ശരി. എന്താ മമ്മി? പറയാനാണെങ്കിൽ കുറേയുണ്ട്. പത്തനംതിട്ടയിൽ നിന്നൊരു ചെറുക്കനും പെണ്ണും കൂടി നമ്മുടെ നാട്ടിൽ കറങ്ങാൻ വന്നതാ. ഇവിടെ വന്നപ്പോൾ അവരുടെ ബൈക്ക് കേടായി. ഇതിനിടയ്ക്ക് ഒരുത്തൻ വന്ന് ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഭാഗ്യം കൊണ്ട് ജോർജേട്ടന്റെ മുന്നിൽ വന്നു പെട്ടതുകൊണ്ട് അവരെ രക്ഷപ്പെടുത്താൻ പറ്റി. മമ്മി, ഞാൻ രാവിലെ നീ പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിച്ചു എന്നാണോ നീ കരുതിയത്? പ്ലീസ് മമ്മി, ഇത് പപ്പനോട് പറയില്ലേ. ഞാൻ അവനുമായിട്ട് അങ്ങനെ അടുപ്പമൊന്നുമില്ല. എനിക്ക് വിശദമായി ഒന്ന് സംസാരിക്കാനുണ്ട്. എന്തായാലും വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിക്കേ. മോൾ എന്നാ എന്നോട് പറ, അവൻ എന്തിനാ മോളെ വിളിപ്പിച്ചത്? ഒന്ന് കറങ്ങാൻ പോകാനാന്നാ പറഞ്ഞേ. എവിടെ കറങ്ങാൻ? വാഗമൺ. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ സമ്മതിച്ചില്ല. എന്നിട്ട് നീ എന്താ അവൻ വിളിച്ചപ്പോ അവന്റെ അടുത്തേക്ക് ചെന്നത്? പിന്നെ കൂട്ടുകാരനല്ലേ, അതുകൊണ്ടാ പോയെ. എന്തിനാ മോളെ ആവശ്യമില്ലാത്ത കെണികളിലൊക്കെ ചെന്ന് പെടുന്നത്? ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇവന്റെയൊക്കെ മനസ്സിലിപ്പ് എന്താണെന്ന് ആർക്കറിയാം? നമ്മുടെ ഒരു നോക്കിലോ വാക്കിലോ ഒക്കെ ആവശ്യമില്ലാത്ത പ്രതീക്ഷകൾ കൊടുത്താൽ അത് പിന്നെ അവരുടെ മനസ്സിൽ നിന്നൊക്കെ മാറാൻ ഒത്തിരി സമയമെടുക്കും. മാത്രമല്ല ചിലരൊക്കെ അക്രമ സ്വഭാവം വരെ കാണിക്കും. ശരിയാ, ഞാനും കേട്ടിട്ടുണ്ട് മമ്മി, ആസിഡും പെട്രോളും ഒക്കെ. പഠിക്കേണ്ട പ്രായത്തിൽ പഠനത്തിൽ മാത്രം ശ്രദ്ധിക്കണം. അവൻ എൻ്റെ നല്ല ഫ്രണ്ടാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇങ്ങനെ വിളിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതൊക്കെ മുൻകൂട്ടി കാണണം. ഇത്തരം വീണ്ടും വിചാരമില്ലാതെ ചാടിപ്പുറപ്പെട്ട പെൺകുട്ടിയുടെ അവസ്ഥ ഇപ്പൊ കണ്ടില്ലേ? പരിചയമില്ലാത്തൊരു നാട്ടിൽ വന്ന് പെട്ടപ്പോൾ ആ പയ്യനുണ്ടായിരുന്നു അവളുടെ ഈ അവസ്ഥയിൽ സഹായിക്കാൻ. ഭാഗ്യത്തിന് നമ്മുടെ ജോർജേട്ടന്റെ കയ്യിൽ എത്തിപ്പെട്ടതുകൊണ്ട് അവളെ രക്ഷിക്കാനായി. ഇല്ലായിരുന്നെങ്കിൽ അവളുടെ അവസ്ഥ എന്താകുമായിരുന്നു? പയ്യനാണെങ്കിൽ അവളെ ഉപേക്ഷിച്ച് നാട് വിട്ടില്ലേ? ആ കുട്ടികളുടെ മാതാപിതാക്കൾ ഇന്ന് എത്രമാത്രം ടെൻഷൻ അടിക്കുകയാണെന്നറിയാമോ? പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകാത്തതുകൊണ്ട് ആ പയ്യനാണെങ്കിൽ കേസിലകപ്പെടുമെന്ന അവസ്ഥയിലുമാണ്. ഇനി ഞാൻ ഇങ്ങനെയൊന്നും പോകത്തില്ല മമ്മി. മമ്മിക്ക് എന്നെ വിശ്വസിക്കാം. പല പെൺകുട്ടികളെയും ചെക്കന്മാര് പ്രേമം നടിച്ച് കടത്തിക്കൊണ്ടുപോകും. പെൺകുട്ടികളുടെ അവസ്ഥയോ, അവർക്ക് പിന്നെ നാട്ടിലും വീട്ടിലും കയറാനാവാതെ നാണം കെട്ട് കഷ്ടത്തിലും ദുരിതത്തിലുമാകും. എല്ലാ മാതാപിതാക്കളും മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണിത്. ഞാനിത് മോൾക്ക് ആദ്യമേ പറഞ്ഞു തന്നിരുന്നെങ്കിൽ അവനെന്ന് വിളിച്ചപ്പോൾ ഒരുപക്ഷെ മോൾ ഇന്ന് പോവില്ലായിരുന്നു. മമ്മി ഇതിപ്പോ പറഞ്ഞത് നന്നായി. അല്ലെങ്കിൽ അവൻ വീണ്ടും വീണ്ടും വിളിക്കുമ്പോൾ ഞാൻ പോയേനെ. അവന്റെയൊക്കെ മനസ്സിൽ എന്താണെന്ന് എങ്ങനെയാ അറിയുന്നത്? ഇപ്പൊ മമ്മി തന്നെയാണ് എന്റെ ഏറ്റവും നല്ല ടീച്ചർ. വണ്ടി വന്ന് കയറ്. ശരി. എന്താ മോളെ, എന്തു പറ്റി? ഞാൻ അങ്ങോട്ട് പോകുമ്പോഴും മോളിവിടെ നിൽക്കണ കണ്ടു. ഒന്നുമില്ല ചേച്ചി. അതൊന്നും അല്ലല്ലോ, എന്തോ പ്രശ്നമുണ്ടല്ലോ. മുഖം കണ്ടിട്ട് അങ്ങനെയാണല്ലോ തോന്നണേ. വിഷമമൊന്നുമില്ല ചേച്ചി. എന്നോട് പറ, പറ്റുന്നാണെങ്കിൽ ഞാൻ സഹായിക്കാം. അത് ഒരു പ്രശ്നമുണ്ട്. എൻ്റെ മോള് ഒരാളുടെ കൂടെ പോയി. എനിക്കിനി ജീവിക്കണ്ട. അങ്ങനെ ഒരിക്കലും ചിന്തിക്കല്ലേ മോളെ. പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല. ഞാനിനി അങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും? എടി സിന്ധു, നിന്നെ എവിടെയെല്ലാം ഞാൻ പോയി തിരക്കിന്നറിയാവും. നീ എന്താ ഇവിടെ വന്ന് നിൽക്കണേ? ഒന്നുമില്ലെന്നേ, ചേട്ടൻ വയ്ക്കോ. സിന്ധു, ഒരു സന്തോഷ വാർത്തയുണ്ട്. നിന്റെ മോള് മടങ്ങി വന്നിട്ടുണ്ട്. അവൾ എൻ്റെ വീട്ടിലുണ്ട്. വാ, വീട്ടിലേക്ക് പോവാം. ചേട്ടൻ പറഞ്ഞത് സത്യം തന്നെയാണോ പറഞ്ഞത്? ഈ വക കാര്യങ്ങൾ ആരെങ്കിലും വെറുതെ പറയുമോ, നുണ പറയുമോ? 61 ഷീല എന്ന് പേരുള്ള ഒരു സ്ത്രീയാണ് അവളെ ഇവിടെ എത്തിച്ചത്. അവരൊരു കാറിലാണ് ഇവിടെ എത്തിയത്. നമ്മൾ അറിയണതാ ഈ ഷീലയെ. നമ്മുടെ നാട്ടുകാർ തന്നെയാണ്. ആനിക്കാട് സ്കൂളിലാണ് അവൾക്ക് ജോലി. പിന്നെ ആ ഗോപാലിനെയും മോനെയും വെറുതെ വിടരുത്. അഴിയെണ്ണിക്കണം. നിന്നെ ഇത്രയും കണ്ണീര് കുടിപ്പിച്ചതാണെങ്കിൽ അവനെയൊക്കെ ചുരുങ്ങിയത് 1 മാസമെങ്കിലും അകത്തിടണം. ബാ, നമുക്ക് വീട്ടിൽ വാ മോളെ, ഞാനും വരാം. എനിക്ക് ആ വഴിക്കാ പോകണ്ടത്. എന്താടാ സാർ ഇപ്പൊ വീട്ടിലുണ്ടോ? ഞാനിപ്പോ വീട്ടിലില്ല, ഒരു കല്യാണത്തിന് വന്നേക്കോ. സാറേ, ആ ശ്രുതി വീട്ടിലെത്തിയിട്ടുണ്ടെന്ന്. പിറവത്തുനിന്നുള്ളൊരു സ്ത്രീയാ കൊണ്ടുവന്നാക്കിയേ. നമ്മുടെ നാട്ടുകാരി തന്നെയാ. അവനെ കുറിച്ച് വിവരമൊന്നും ഇല്ലടാ. അവൻ നൈസായിട്ട് മുങ്ങിയേക്കുമായിരിക്കും അല്ലേ?
ഇല്ല, അവരെ കുറിച്ചൊരു വിവരമില്ല. ഇവര് തമ്മിൽ പ്രായത്തിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടല്ലോടാ. അവനെ കുറിച്ച് വിവരം കിട്ടുകയാണെങ്കിൽ അറിയിച്ചേര്. സ്റ്റേഷനിൽ അറിയിച്ചേക്കാം ഞാൻ വിവരങ്ങൾ. സാർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇനി? എന്റെ പ്രായം അറിയാലോ. ഇന്നൊരു ദിവസത്തേട്ട് കേസെടുക്കാതെ നോക്കാന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. ആണല്ലേ? അതിനു മുമ്പ് പിള്ളേരെ നാട്ടിലെത്തിക്കാൻ നോക്ക്. സാറേ, ഞങ്ങളെല്ലാവരും ശ്രമിക്കുന്നുണ്ട്, മാക്സിമം കൊണ്ടുവരാനായിട്ട് നോക്കുന്നുണ്ട്. ശരി, എന്നാ വിളിക്കാം. ആഹാ, വീട്ടിൽ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് ഇതിലെ ഇറങ്ങി കിടക്കുവാണോ? ഇതൊന്ന് കേട്ടു നോക്കി. നാട് മുഴുവൻ പാട്ടായല്ലോ. എനിക്കിനി നാട്ടിലേക്ക് പോകണ്ട, ഞാൻ തമിഴ്നാട്ടിലേക്ക് പോയിക്കോളാം. എല്ലാം കൈവിട്ട് പോയി അല്ലേ? അതെ, ഇനിയും നമ്മൾ പോലീസിൽ അറിയിക്കാതിരുന്ന നമ്മുടെ പയ്യനെ നമുക്ക് കൈവിട്ട് പോയെന്നിരിക്കും. അതുകൊണ്ട് എത്രയും വേഗം പോലീസിൽ അറിയിക്കുകയായിരിക്കും നല്ലത്. പോലീസിനെ അറിയിച്ചാൽ അവനെ പിടിച്ച് അകത്തിടൂലേ? അവൻ കുറ്റവാളിയാണ്, ശിക്ഷ അനുഭവിക്കട്ടെ. നീ അവനൊരു ക്രിമിനൽ സംഘത്തിന് വിട്ടുകൊടുക്കണക്കായാലും ഭേദമല്ലേ? ശരിയാണ്. നാട് മുഴുവൻ പാട്ടായല്ലോ. എനിക്കിനി നാട്ടിലേക്ക് പോകണ്ട, എന്നെ രക്ഷിക്കണം. ഇപ്പൊ കാര്യത്തിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി ഞാൻ എന്നാ പറഞ്ഞ അങ്ങോട്ട് ചെല്ലുന്നേ? പയ്യൻ്റെ അച്ഛനാണെങ്കിൽ സുഖയില്ലാണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നേക്കണം. ഇതും കൂടെ അറിഞ്ഞാൽ പുള്ളിക്ക് ഇനി പെട്ടെന്ന് പ്രഷർ കയറും. അവരെങ്ങോട്ട് പോയെന്നറിയാൻ വല്ല വഴിയുണ്ടോ ഏട്ടാ? തമിഴ്നാട്ടിലേക്കാകാനാ സാധ്യത എന്ന് കേട്ടത്. അവനിവിടെ നിൽക്കാൻ പറ്റാത്ത സ്റ്റേജിലായേക്കുമല്ലേ. കുരുത്തക്കേട് ഒപ്പിച്ച പിന്നെ അനുഭവിച്ചേ തീരൂ. പിന്നെ ഒരു കണക്കിന് ആലോചിച്ചാൽ അവനിന്ന് അങ്ങോട്ട് വരാതിരിക്കുന്നതാണ് നല്ലത്. ആരെങ്കിലും ഒരു പരാതി കൊടുത്താൽ അകത്ത് പോകുന്ന കേസാ. ശരിയാ, പിള്ളേർക്ക് പ്രായപൂർത്തിയായിട്ടില്ലല്ലോ. തൽക്കാലം നമുക്കൊന്നും ചെയ്യാനില്ല ഏട്ടാ. തൽക്കാലത്തേക്ക് നമുക്ക് ഒന്നും ചെയ്യാനില്ല. വൈകിട്ട് 7 മണിക്ക് ഒരു ട്രെയിൻ ഉണ്ട്, അതിന് തിരിച്ചോ. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ അറിയിക്കാം. ചേട്ടൻ്റെ മകേഷിൻ്റെ ആത്മാർത്ഥം കൊണ്ടാണ് ഇത്രയും ആയത്. ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ അവരുടെ കയ്യിൽ പെട്ടുപോയി. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തു നോക്കി. പക്ഷേ എടാ പിള്ളേരെ, ഇവിടെ ഒരു കറുത്ത ചെക്ക് ഷർട്ട് ഇട്ട ഒരു പയ്യനെ നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നു? അവൻ്റെ കൂടെ ഒരു പെങ്കൊച്ചും ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ എല്ലാവരും അറിഞ്ഞോ? ഇനിയിപ്പോൾ ആരായിട്ട് അറിയാനുള്ള? ഭാഗ്യത്തിന് ആ പെൺകൊച്ചൻ്റെ മുമ്പിൽ വന്ന് പെട്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. പയ്യനെയും കൂടി എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണം. പയ്യന്റെ കാര്യം ചേട്ടൻ വിട്ടേക്ക്. ചക്കരമാവിൻ കൊമ്പിൽ നിന്നും ചാടിയിറങ്ങുമ്പോൾ വടവൃക്ഷച്ചോട്ടിലിരിക്കും പുലിയെ കാണാ പോകല്ലേ. കുട്ടിക്കളിയൊരു നേരം വലിയ വിപത്തായി മാറുമ്പോൾ വീട്ടിലിരിക്കുന്നവരുടെ ഉള്ളം തീയായി മാറുന്നേ. എരുതി എണ്ണയൊഴിച്ച് കാന്തി കത്തിപ്പടരുമ്പോൾ പടരും ചൂടും മെരിയും തീയും മാനസമിടറുന്നേ. വഴിയും തെറ്റി കൈയും കാലും തളരും നേരങ്ങൾ അറിയാതേതോ വഴിയിൽ ചുറ്റിക്കുഴിയിൽ വീഴും.